Hi all. Good evening. കേൾക്കാവോ? ഓഡിബിൾ ആണോ? ക്ലിയർ ആണോ സ്ലൈഡ്സ് ഒക്കെ? ഒന്ന് ചാറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ചാറ്റ് ചെയ്യാം. ഹായ്, ഗുഡ് ഈവനിങ്. ക്ലിയർ ആണ്? ഓക്കെ, ഓഡിബിൾ ആണ്. സ്ലൈഡ്സ് ഒക്കെ ഓക്കെ ആണല്ലേ? ഓക്കെ. സോ അങ്ങനെ പറഞ്ഞ് നമ്മൾ മെഗാ മാരത്തോൺ റിവിഷനിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ? യെസ്. സോ നാളെ CRE കുട്ടികൾക്ക് എക്സാം ആണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ. സോ ഇന്ന് നിങ്ങൾ എന്തായാലും വേറെ പുതിയതൊന്നും പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, CRE കുട്ടികളോട് പറയുന്നതാണ്, ഇന്ന് പുതിയൊരു ടോപ്പിക് ഒന്നും വെച്ച് പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നമ്മൾ ഇതുവരെ നിങ്ങൾക്ക് റിവിഷൻ ഒക്കെ തന്നില്ലേ? സോ ആ നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യാം. ഓക്കെ. സോ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ മൈക്രോബയോളജി, പാത്തോളജി, സൈറ്റോളജി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. സോ ഇത് നന്നായി യൂസ്ഫുൾ ആവും നിങ്ങൾക്ക്. നമ്മളെ വൺ ലൈനേഴ്സും പിന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്, MCQ ഒക്കെയാണ് നോക്കുന്നത്. സോ നിങ്ങളും ചാറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ചാറ്റ് ചെയ്യുക. ഓക്കെ. സോ അന്നേരം ആ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ, ഓക്കെ, ആ ഒരു ലൈവ് സെഷൻ നമുക്ക് തോന്നൂല്ലോ. സോ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കയറിയിട്ട് ചാറ്റ് ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നോട്ട്സ് എഴുതി വെക്കാം. നല്ല പോയിന്റ്സ് ഒക്കെ ഉണ്ട് എന്ന് തോന്നിയാൽ നോട്ട് ചെയ്ത് വെക്കാം. MCQ ചോദിക്കുമ്പം കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക. സോ എല്ലാവരും നന്നായിട്ട് ഇൻവോൾവ് ചെയ്യാം. ഓക്കെ. സോ ഇന്ന് ഒരു 4 hour കണ്ടിന്യൂസ് സെഷൻ ആണ്. 5 PM to 9 PM 2 ടീച്ചേഴ്സ് ആണ് എടുക്കുക. സോ 1 hour ഞാൻ എടുക്കും, 1 hour ശ്രീലക്ഷ്മി മാം എടുക്കും. സോ അങ്ങനെ നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ ഓക്കെ ആ ഒരു കോപ്പറേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചാറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് മുന്നിലേക്ക് പോവാം. ഓക്കെ. സോ സെഷൻ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സൈറ്റോളജിയാ പറയുന്നത്. സോ സൈറ്റോ മീൻസ് സെൽ അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം സൈറ്റോ എന്ന് വെച്ചാൽ സെല്ലാണ്. സൈറ്റോ പാത്തോളജി എന്ന് വെച്ചാൽ സെല്ലിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ മൈക്രോസ്കോപ്പിലെ കൂടെ ഒക്കെ നോക്കിയിട്ട് ടിഷ്യൂസിനെ എക്സാമിൻ ചെയ്ത് അല്ലെ, സെൽസിനൊക്കെ എക്സാമിൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡയഗ്നോസിസ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ട്യൂമേഴ്സ് ഒക്കെ വന്നാൽ അല്ലെങ്കിൽ ഒരു ബെനൈൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലീഷൻസോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സെൽസിനെടുത്ത് നമ്മൾ അതിനൊന്ന് ഒബ്സർവ് ചെയ്യും അല്ലെ? സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റോപാത്തോളജി, ദാറ്റ് ഈസ് ഇൻവോൾവ്മെന്റ് ഓഫ് സെൽ സ്ട്രക്ചർ, ബോഡി ടിഷ്യൂസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിനൊക്കെ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഫാദർ ഓഫ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടർ ഗ്രിഗർ എൻ പെപ്പാനിക്കുലയാണ്. സോ അത് പഠിച്ചു വെക്കണം, ചോദിക്കാറുണ്ട്. ഫാദർ ഓഫ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി. സോ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഹു ഈസ് ദ ഫാദർ ഓഫ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി? ഓക്കെ. ഓക്കെ. നൗ സാമ്പിൾ കളക്ഷനിൽ വരുവാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സാമ്പിൾ കളക്ഷൻ അല്ലെ, ഒരു എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി ആൻഡ് ഇന്റർവെൻഷൻ സൈറ്റോളജി എന്ന് പറയാം. സാമ്പിൾ കളക്ഷൻ. സോ സാമ്പിൾ കളക്ഷനിൽ എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ സെൽസ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്ത് പോകുന്നത് എക്സ്ഫോളിയേറ്റീവ് അല്ലെ? പ്രത്യേകിച്ച് നമ്മൾ സ്ക്രാപ്പ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല അല്ലെ? ഇഞ്ചക്ഷൻ വെച്ചിട്ട് എടുക്കേണ്ട ആവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി, ദാറ്റ് ഇസ് ദ യൂഷ്വൽ സെൽസ് ഷട്ട് ഡൗൺ ചെയ്ത് വരുന്നതാണ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി. ആൻഡ് യു ആർ ഹാവിംഗ് ഇന്റർവെൻഷൻ സൈറ്റോളജി. സോ നമ്മൾ ഇംപ്രിന്റ് അല്ലെങ്കിൽ സ്മിയർ ചെയ്തിട്ട് എടുക്കുന്ന, ആസ്പിറേറ്റ് ചെയ്ത് എടുക്കുന്നതൊക്കെയാണ് ഇന്റർവെൻഷൻ സൈറ്റോളജിയിൽ വരുന്നത്. സോ ഇന്റർവെൻഷൻ സൈറ്റോളജി എന്ന് വെച്ചാൽ ഒരു അംബ്രല്ലയാണ്. ഓക്കെ, അതിന്റെ അണ്ടറിലാണ് ഏതൊക്കെ വരുന്നത്? ആസ്പിറേഷൻ സൈറ്റോളജിയും ഇംപ്രിന്റ് സ്മിയർ സൈറ്റോളജിയും ഒക്കെ വരുന്നത് ഈ ഇന്റർവെൻഷൻ സൈറ്റോളജിയിലാണ്. ഓക്കെ. സോ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എക്സ്ഫോളിയേറ്റീവ് ഉണ്ട്, ഇന്റർവെൻഷൻ സൈറ്റോളജി ഉണ്ട്. ഓക്കെ. സോ ഏതായിരിക്കും FNAC ഒക്കെ ഏതിലായിരിക്കും വരുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. FNAC ഏതിലാ വരുന്നത് ഒന്ന് കമന്റ് ചെയ്യൂ. സോ അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. സോ എന്തൊരു മെഡിക്കൽ കാര്യത്തിൽ നമുക്ക് അതിന് ഒരു ചെറിയ രീതിയിലായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലെ? എന്തൊരു മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് എന്തായാലും ഉണ്ടാവും, എസ്പെഷ്യലി ഫോർ മെഷീൻസും കാര്യങ്ങളൊക്കെ അല്ലെ? സോ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ സിമ്പിൾ, മിനിമലി ഇൻവേസീവ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ദെൻ റാപ്പിഡ് റിസൾട്ട് അല്ലെ? പെട്ടെന്ന് തന്നെ റിസൾട്ടും ദെൻ സ്ക്രീനിങ് ലാർജ് പോപ്പുലേഷൻസ് ഒക്കെ പോസിബിൾ ആണ്. സോ അതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജിൽ വരുന്നതാണ്.
Then limitations പറയുമ്പോൾ cannot always provide architectural. Okay, important ആണ് ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസ്. അതായത് സെൽസിന് പ്രശ്നങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രോമ, അതിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും അങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഇവൻ ദോ ന്യൂക്ലിയസും സൈറ്റോപ്ലാസും അതിന്റെ സെല്ലുലാർ കമ്പണൻസ് ഒക്കെ ക്ലിയർ ആണെങ്കിലും അതിന്റെ ആ ഒരു സ്ട്രോമയിലേക്ക്, ഏത് സ്ട്രോമയിലേക്കാണ് അറ്റാച്ച്ഡ്, എങ്ങനെയൊക്കെയാണ് ഉള്ളത്, അതിന്റെ ആ ഒരു ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസ് നമുക്കിവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. സോ അതാണ് ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ. ക്ലിയർ ആണോ? പിന്നെ അത് ചെയ്യാൻ വേണ്ടി ബയോപ്സിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഓക്കെ, കൺഫർമേഷൻ ഹിസ്റ്റോപാത്തോളജിക്കലി നമ്മൾ എന്താ ബയോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്കത് കറക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റും. സോ അതൊരു ലിമിറ്റേഷൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി നമ്മളിപ്പോ പറഞ്ഞല്ലേ, രണ്ട് ബ്രാഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു. സോ അതിൽ എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് പറഞ്ഞാല് വിച്ച് ഡീൽസ് വിത്ത് ദ പാത്തോളജിസ്റ്റ് ടു എക്സാമിൻ എയ്തർ ഷട്ട് ഡൗൺ, അല്ലെ, തനിയെ തന്നാലെ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്ത് പോയത്, നാച്ചുറലി ഓർ മാനുവലി സ്ക്രാപ്പോ അല്ലെങ്കിൽ അങ്ങ് ചുരണ്ടി എടുക്കുന്നതോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്തെടുക്കുന്നതൊക്കെയാണ് നമ്മളെ ടിഷ്യൂ സർഫസിന് എന്താണ് സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് എടുക്കുന്നതൊക്കെയാണ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജിയിൽ വരുന്നത്. സോ സ്പോണ്ടേനിയസ് എക്സ്ഫോളിയേഷൻ ഉണ്ട്, മീൻസ് സെൽസ് ഷെഡ് നാച്ചുറലി, അല്ലെ, നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം സ്പൂട്ടവും കാര്യമൊക്കെ പോലെ അത് നാച്ചുറൽ ആയിട്ട് അങ്ങ് ഷട്ട് ഡൗൺ ചെയ്ത് പോകുന്നത്. Then you are having mechanical exfoliation. So mechanically means scrapping, brushing അല്ലെങ്കിൽ washing, ഇതൊക്കെയാണ് അതിൽ വരിക. Okay, that is mechanical മെത്തേഡിലേക്ക് കൂടെ നമ്മൾ എടുക്കുന്നത്. Then you are having the special body fluid that is considered under exfoliative cytology. അതായത് നമ്മളെ CSF പോലെയൊക്കെ ഉള്ളതെല്ലാം നമ്മൾ എങ്ങനെ എടുക്കുക, നമ്മൾ സ്പെഷ്യൽ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് അതിന്റെ സബ് ഡിവിഷനിൽ വരുന്നത്. സ്പോണ്ടാനിയസ് എക്സ്ഫോളിയേഷൻ ഉണ്ട്, ദെൻ മെക്കാനിക്കൽ എക്സ്ഫോളിയേഷൻ ഉണ്ട്, പിന്നെ സ്പെഷ്യൽ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളിപ്പോ പറഞ്ഞു അല്ലേ എക്സ്ഫോളിയേഷനും കാര്യങ്ങളും. സോ അതിന്റെ എന്താണ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഗൈനക്കോളജിക്കൽ സാമ്പിൾസ് അല്ലെങ്കിൽ GI ട്രാക്ട് സാമ്പിൾസും റെസ്പിറേറ്ററി സാമ്പിൾസ്, സ്പൂട്ടം പോലത്തത്, യൂറിനറി സാമ്പിൾസ് അല്ലെങ്കിൽ ഡിസ്ചാർജ്, സെക്രീഷൻസ്, വെജൈനൽ സെക്രീഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. നമ്മൾ ജസ്റ്റ് സ്ക്രാപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ മെക്കാനിക്കലിൽ വരുന്നത്, അല്ലെങ്കിൽ സാധാ പോലെ എക്സ്ഫോളിയേഷൻ നടന്നിട്ട് വരുന്ന ടിഷ്യൂസ് ജസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്ത് വരുന്നത് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലേക്ക് കൂടെ വ്യൂ ചെയ്യുന്നത്. ഓക്കെ, then intervention cytology നമ്മൾ ഓൾറെഡി പറഞ്ഞു, രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലേ, എക്സ്ഫോളിയേറ്റീവ് ഉണ്ട്, ഇന്റർവെൻഷൻ സൈറ്റോളജി ഉണ്ട്. സോ ഇന്റർവെൻഷനിൽ വരുന്നതാണ് ഏത്? FNAC. സോ ഞാൻ നേരത്തെ ചോദിച്ചു FNAC ഒക്കെ ഏതിലാണ് വരുന്നത്. സോ it comes under intervention cytology. ഓക്കെ, സോ ഇന്റർവെൻഷൻ സൈറ്റോളജി വെച്ചാൽ ചെറിയ രീതിയിൽ നമ്മൾ എന്താണ് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല, ചെറിയ രീതിയിൽ നീഡിൽസ് ഒക്കെ വെച്ച് അതിനെ ഒന്ന് എടുക്കുന്നത്. ഓക്കെ, എന്താണ് ഈ നീഡിൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻജെക്ട് ചെയ്തെടുക്കുന്നതൊക്കെയാണ് ഇന്റർവെൻഷൻ വിത്ത് ദ ബോഡി ടു ഗെറ്റ് സാമ്പിൾസ് ഓഫ് ദ സെൽസ് ടു ടെസ്റ്റ്. സോ എക്സാമ്പിൾ ഇസ് FNAC. സോ ഇത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? മറന്നു പോകാൻ പാടില്ല. FNAC സംടൈംസ് നമ്മൾ ചെയ്യും ഇമേജ് ഗൈഡഡ് FNAC. ഓക്കെ, സംടൈംസ് നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി പാർട്സിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ലംപ് പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് ടച്ച് ചെയ്തിട്ട് മനസ്സിലാവും, പക്ഷെങ്കിൽ എവിടെയാണ് കറക്റ്റ് ആയിട്ട് ആ സ്പോട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇമേജ് ഗൈഡഡ്, അല്ലെ, എന്തെങ്കിലും ക്യാമറാസും കാര്യങ്ങളൊക്കെ വെച്ച് ഇമേജ് ഗൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ FNAC ചെയ്യുന്നത്. ദെൻ ബ്രഷ് കതേറ്റർ ഡയറക്റ്റ് സൈറ്റോളജി ഉണ്ട്. ദെൻ അബ്രസീവ് ടെക്നിക്സ് ലൈക്ക് സ്ക്രാപ്പിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇംപ്രിന്റ് സ്മിയേഴ്സ്, ജസ്റ്റ് ടിഷ്യൂസിനൊക്കെ ഒന്ന് സ്ക്വാഷ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഫ്രം ആക്സസിബിൾ ലീഷൻസ്, ഓറൽ ക്യാവിറ്റി ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ. സോ അതൊക്കെയാണ് അബ്രസീവ് ടെക്നിക്സിൽ വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്റർവെൻഷൻ സൈറ്റോളജി. നേരത്തെ പറഞ്ഞത് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി. ഓക്കെ, സോ ഹൗ ഡസ് എ സൈറ്റോളജി ടെസ്റ്റ് വർക്ക്? സോ എന്തൊക്കെയാണ് വേണ്ടത്? സൈറ്റോളജി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു സൈറ്റോളജി, അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിമെൻ ആദ്യം കളക്ട് ചെയ്യണം, അല്ലെ, സ്പെസിമെൻ കളക്ഷൻ. പിന്നെ ആ സ്പെസിമെൻ കളക്ട് ചെയ്ത്, സോ നമ്മളെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സൈറ്റോളജി നമ്മൾ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് അസുഖം ഉണ്ടെങ്കിൽ, അല്ലെ, എന്തെങ്കിലും ഒരു നമ്മൾ ഒരു സസ്പെക്ട് ചെയ്യുന്ന റീജിയനിൽ ആ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽസ് എടുത്തിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുക ചെയ്യുന്നത്, അല്ലെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ സ്പെസിമെൻ കളക്ട് ചെയ്യണ്ടേ? സോ സ്പെസിമെൻ കളക്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ ചെയ്യേണ്ടതാണ് ഫിക്സേഷൻ, ഫിക്സേറ്റീവ് സ്റ്റെപ്സ്. സോ ഇതെന്തിനാണ് ഈ ഫിക്സേഷൻ, ഫിക്സേറ്റീവ്സ് ഒക്കെ ചെയ്യുന്നത്? യെസ്, അതിന്റെ
ഓട്ടോലൈസിസ്, അത് സ്വന്തമായിട്ട് ഡീഗ്രേഡ് ചെയ്തു പോകും. നമുക്കറിയാലോ നമ്മളെ സെൽസ് ഒക്കെ എന്താണ് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് നമ്മൾ പറയില്ലേ അവിടെ ഈ ഷുഗർ പേഷ്യൻസിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ, ഡയബറ്റിക് ആയിട്ടുള്ള അത്രയും ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ ആവുമ്പോ നമ്മൾ അത് അവിടെ എന്താ പറയാ ആ സെൽസ് ഒക്കെ അങ്ങ് ഇതായി അല്ലെ, അതിലില്ലേ എന്താണ് ആ ഒരു സ്ട്രക്ചറേ അങ്ങ് മാറിപ്പോ അല്ലെ. സോ അവിടെ ന്യൂട്രിയൻസോ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോ അവിടെ ആ ഒരു നമ്മളെ സെൽസിന്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ മാറി അവിടെ സെൽഫ് ഡൈജഷൻ നടക്കും അല്ലെ. സോ ഈ സെൽഫ് ഡൈജഷൻ നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് എന്താണ് ക്ലിയർ ആയിട്ട് ആ സെൽസിൽ നടക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ എന്താണ് നമ്മൾ ലൈവ് ആയിട്ടുള്ള സെല്ലിന്റെ അടുത്ത് അതുപോലെ തന്നെ ഫിക്സേഷൻ ചെയ്തു, അതിന്റെ സെൽഫായിട്ട് ഓട്ടോലൈസിസിന് വിട്ടുകൂടാ. ബിക്കോസ് അവിടെ മൈക്രോബ്സും എൻസൈംസ് ഒക്കെ ആയിട്ട് വേറെ എന്തെല്ലോ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യും. സോ അതിനാണ് നമ്മൾ ഫിക്സേഷൻസ് ഒക്കെ ചെയ്യുന്നത്. സോ ഫിക്സേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് പ്രിവെന്റ്സ് ഫ്രം ഓട്ടോലൈസിസ്. ഓക്കെ, ഓട്ടോലൈസിസിന് പ്രിവെന്റ് ചെയ്യും, അതായത് ബാക്കിയുള്ള എൻസൈംസും കാര്യങ്ങളൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യാം. ദെൻ പ്രിവെന്റ്സ് putrefaction, that is bacterial decomposition കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ. ദെൻ സെൽ മോർഫോളജി ആൻഡ് ആർക്കിടെക്ചർ ഒക്കെ പ്രിസർവ് ചെയ്ത് വെക്കും അല്ലെ. നമുക്ക് ഏതാ വേണ്ടേ? പ്രിസർവ്സ് സെൽ മോർഫോളജി ആൻഡ് ആർക്കിടെക്ചർ, ഇതാ വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്താണ്, ടിഷ്യൂസിനെ നല്ല ഹാർഡൻ ചെയ്യും. എന്തിനാ ഈ ടിഷ്യൂസിനൊക്കെ ഹാർഡൻ ചെയ്യുന്നത്? നമ്മളെ മൈക്രോസ്കോപ്പിലേക്കൂടെ അല്ലെ, മൈക്രോടോം ഒക്കെ നിങ്ങൾ കേട്ടില്ലേ. സോ അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ടിഷ്യൂസ് എന്ന് വെച്ചാൽ അത് നല്ല ഹാർഡ് ആയിരിക്കണം, ഭയങ്കര തിൻ ആയിരിക്കണം, നല്ല സ്ലൈസ് ഫോമിലായിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് ആ ഒരു സ്ട്രക്ചറൽ വ്യൂ നന്നായിട്ട് കിട്ടില്ലോ. സോ ഹെൽപ്സ് ഇൻ ദ പെനിട്രേഷൻ ഓഫ് സ്റ്റെയിൻസ്. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സേഷനും ഫിക്സേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ്? പ്രിവെന്റ്സ് ഓട്ടോലൈസിസ്, ദാറ്റ് ഈസ് ദ സെൽഫ് ഡൈജഷൻ ബൈ എൻസൈംസ്. പിന്നെ പ്രിവെന്റ്സ് putrefaction അല്ലെ, ബാക്ടീരിയൽ ഡീകമ്പോസിഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യും. ദെൻ പ്രിസർവ് സെൽ മോർഫോളജി ആൻഡ് ആർക്കിടെക്ചർ. ദെൻ ഹാർഡൻസ് ദ ടിഷ്യൂസ്, നമ്മളെ ടിഷ്യൂസ് നന്നായി ഹാർഡ് ചെയ്ത് വെക്കും അല്ലെ. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ലോ അല്ലെ. നമുക്ക് കൂടുതൽ ഇനി നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടിഷ്യൂ നിങ്ങൾക്ക് കൂടുതൽ കാലം പ്രിസർവ് ചെയ്യണമെന്ന് വെച്ചോ, അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മൾ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് അല്ലെ പ്രിസർവ് ചെയ്ത് വെക്കണം. സോ അതിന് നല്ല രീതിയിൽ ഹാർഡ് ആക്കണം ആ ടിഷ്യൂസിനെ. ആ സെക്ഷൻ ചെയ്യാൻ വേണ്ടി, സെക്ഷനിങ് ഈസി ആകാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് ചെയ്ത് വെച്ചു അല്ലെ, ഹാർഡൻ ചെയ്ത് വെച്ചു. ദെൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ പെനിട്രേഷൻ ഓഫ് സ്റ്റെയിൻസ്. സോ ഫിക്സേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ സ്റ്റെയിൻസ് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറും. സോ ടൈപ്സ് ഓഫ് ഫിക്സേറ്റീവ് വരുന്നുണ്ട്. ആൽക്കഹോൾ ബേസ്ഡ് ഫിക്സേറ്റീവ് ഉണ്ട്, ദാറ്റ് ഈസ് ദ കോയാഗുലേറ്റീവ് ഫിക്സേറ്റീവ്. ദെൻ ആൽഡിഹൈഡ് ഫിക്സേറ്റീവ്സ് ഉണ്ട്. പിന്നെ എന്താണ്, ഓക്സിഡൈസിങ് ഫിക്സേറ്റീവ്സ് ഉണ്ട്. ദെൻ മെർക്കൂറിയൽ ഫിക്സേറ്റീവ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ഫോർ ദ ഹിസ്റ്റോറിക്കൽ യൂസ്. ദെൻ അസിറ്റിക് ആസിഡ് ഉണ്ട്. ദെൻ ഈ അസിറ്റിക് ആസിഡ് ഒക്കെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ്, അതായത് വെറുതെ അങ്ങനെ അസിറ്റിക് ആസിഡ് ഒറ്റക്കായിട്ട് യൂസ് ചെയ്യില്ല, അത് ഒരു കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, കാർനോയിസ് ഫിക്സേറ്റീവ്, ദാറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് എത്തനോൾ പ്ലസ് ക്ലോറോഫോം പ്ലസ് അസിറ്റിക് ആസിഡ്. ഓക്കെ, എത്തനോൾ ക്ലോറോഫോമും അസിറ്റിക് ആസിഡും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ. സോ വെറുതെ അങ്ങനെ ഒറ്റക്കായിട്ട് യൂസ് ചെയ്യില്ല ഇത്. ഓക്കെ ആണോ? സോ ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഫിക്സേറ്റീവ്സ്. ഓക്കെ, സോ ഓസ്മിയം ടെട്രോക്സൈഡ് എല്ലാം ഏത് ഫിക്സേറ്റീവ് ആണ്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്യോ? ഓസ്മിയം ടെട്രോക്സൈഡ് ഒക്കെ, ഗ്ലൂട്ടാറാൾഡിഹൈഡ്, ഓസ്മിയം ടെട്രോക്സൈഡ്. സോ കമന്റ് ചെയ്യുമ്പോൾ ഒന്ന് എടുത്ത് പറഞ്ഞിട്ടൊന്ന് എഴുതിക്കോ. ഓക്കെ, ഓസ്മിയം ടെട്രോക്സൈഡ് അല്ലെങ്കിൽ ഗ്ലൂട്ടാറാൾഡിഹൈഡ് ഏതിലാന്ന് വരുവാന്നൊന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ദെൻ ഫിക്സേറ്റീവ്. സോ ഇതൊരു ടാബുലർ കോളാണ്. സോ എത്തനോൾ എന്ന് പറയുന്നത് നമ്മൾ 95% എത്തനോൾ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് പാപ്പ് സ്മിയർ. ഓക്കെ, സൈറ്റോളജിക്കൽ സ്മിയർ അല്ലെങ്കിൽ നമ്മളെ ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മളെ എത്തനോൾ ആണ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാം. Then sometimes mixed with acetic acid. Okay, അത് acetic acid കോമ്പിനേഷനിലും അത് പോകും. സോ ന്യൂക്ലിയർ ഫിക്സേഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ന്യൂക്ലിയസ് നല്ല ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ അത് യൂസ് ചെയ്യും. ദെൻ മെത്തനോൾ. മെത്തനോൾ എന്ന് പറയുന്നത് പ്യൂർലി നമ്മൾ 100%, ദാറ്റ് ഈസ് ലീഷ്മാൻ, ജെയിംസ, റൈറ്റ് സ്റ്റെയിൻസ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. WBC, RBC ഒക്കെ മോർഫോളജിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ദെൻ isopropanol, that is 95% അല്ലെങ്കിൽ 100, mostly 95% ആണ്. That is the substitute for ethanol. So substitute ആയിട്ട് isopropanol നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മോസ്റ്റ്ലി. സ്പ്രേ, ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പോളി എത്തിലീൻ ഗ്ലൈക്കോൾ വെച്ചിട്ട്
സ്പ്രേ ചെയ്യാൻ, അതിന്റെ ഒരു കോമ്പിനേഷൻ വെച്ച് സ്പ്രേ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഡീനേച്ചേർഡ് ആൽക്കഹോൾ, സോ ഒരു 90-95% എത്തനോൾസും പിന്നെ അഡിറ്റീവ്സും യൂസ് ചെയ്തിട്ട്, അത് ഭയങ്കര കെമിക്കലാണ്. ഓക്കെ, ഡീനേച്ചേർഡ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കെമിക്കലാണ്. മെത്തനോൾ, അസറ്റോൺ, ദെൻ പിരിഡിൻസ്, ഡൈസ് ഒക്കെ, ടോക്സിക് ഡൈസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്താണ് ഈ ഡ്രിങ്കിങ് അല്ലെങ്കിൽ നമ്മളെ കൈക്കൊക്കെ പറ്റിയാലൊക്കെ നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യണം. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഡീനേച്ചേർഡ് ആൽക്കഹോൾ, ബട്ട് ചീപ്പാണ്. ഓക്കെ, ദെൻ സ്പ്രേ ഫിക്സേറ്റീവ് ഉണ്ട്, ദാറ്റ് ഈസ് ദ ആൽക്കഹോൾ ബേസ്ഡ് സ്പ്രേ ഫിക്സേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുക ഫോർ ദ ഫീൽഡ് സൈറ്റോളജി അല്ലെങ്കിൽ പാപ് സ്മിയേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ദെൻ എത്തനോൾ, മെത്തനോൾ അല്ലെങ്കിൽ പോളി എത്തലീൻ ഗ്ലൈക്കോൾ ഒക്കെയാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. സോ ഈ ഒരു ടാബുലർ കോളം ഒന്ന് പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ആൽക്കഹോൾ ബേസ്ഡ്. ഓക്കെ, കൊയാഗുലേറ്റീവ് ആയിട്ടുള്ള ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് ഫിക്സേറ്റീവ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് that the example is ethanol, methanol. സോ അതിന്റെ കോമ്പോസിഷൻ ഉണ്ട്, നിങ്ങൾ ഏകദേശം ഒന്ന് പഠിച്ചു വെക്കുക. കറക്റ്റ് ആയിട്ട് അല്ല, ഒരു 95 എന്ന് പറഞ്ഞാൽ 90 to 95, ശരിക്കും പറഞ്ഞാൽ പ്യോർ 100% ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. ഓക്കെ, എത്തനോൾ, മെത്തനോൾ, ഐസോപ്രൊപ്പനോൾ, ദാറ്റ് ഈസ് അപ് ടു 90-95 അല്ലെങ്കിൽ 90-95 ആ ഒരു രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ഡീനേച്ചേർഡ് ആൽക്കഹോൾസ് എല്ലാം സ്പ്രേ ഫിക്സേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഏത് ആൽക്കഹോൾ ബേസ്ഡ് അല്ലെങ്കിൽ കൊയാഗുലേറ്റീവ് എന്നൊക്കെ പറയും. Then the purpose is cytological smear like pap smear, ethanol, then blood smears, methanol ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ പർപ്പസ് ആ യൂസ് എന്ന് വരുന്നത് സൈറ്റോളജിക്കൽ സ്മിയേഴ്സ് ആൻഡ് ബ്ലഡ് സ്മിയേഴ്സ് ഒക്കെയാണ്. സ്പെഷ്യൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എക്സലന്റ് ന്യൂക്ലിയർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും, റാപ്പിഡ് റിസൾട്ടും. ദെൻ ആൽക്കഹോൾ ഡീനേച്ചേർഡ് പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ദെൻ ആൽഡിഹൈഡ് ബേസ്, ദാറ്റ് ഇസ് ദ ക്രോസ് ലിങ്കിങ്, പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ക്രോസ് ലിങ്കിങ്, ദാറ്റ് ഇസ് 10% ന്യൂട്രൽ ബഫേർഡ് ഫോർമാലിൻ, NBF എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഇസ് ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടാൽഡിഹൈഡ് ഒക്കെ വരുന്നതാണ്. റുട്ടീൻ ഹിസ്റ്റോപാത്തോളജി, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഓക്കെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ വരുന്നത് ഗ്ലൂട്ടാറാൾഡിഹൈഡ് ആണ്. ഗ്ലൂട്ടാറാൾഡിഹൈഡ്, ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗ്ലൂട്ടാറാൾഡിഹൈഡ് ഏതിലാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഓക്കെ, then that preserve the tissue architecture. കുറച്ചുകൂടിയും എന്താണ് ക്ലിയർ ആയിട്ട് അല്ലേ, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെക്നിക് ആണ്. then the ഗ്ലൂട്ടാറാൾഡിഹൈഡ് പെനിട്രേഷൻ ഭയങ്കര സ്ലോ ആണ്, അതുകൊണ്ട് തന്നെ അത് അൾട്രാ സ്ട്രക്ചറൽ പ്രിസർവേറ്റീവ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. then oxidizing fixative, ഓസ്മിയം ടെട്രോക്സൈഡ്. ഞാനിപ്പോ ചോദിച്ചല്ലേ, രണ്ട് കാര്യം ചോദിച്ചത്, ഗ്ലൂട്ടാറാൾഡിഹൈഡും ഓസ്മിയം ടെട്രോക്സൈഡ് രണ്ടും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നതാണ്. ലിപ്പിഡ് അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയൽ പ്രിസർവേഷനും കാര്യങ്ങളൊക്കെ ഓസ്മിയം ടെട്രോക്സൈഡ്. ദെൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ക്രോമിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ലിപ്പിഡ്, മൈറ്റോകോൺട്രിയൽ പ്രിസർവേഷനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഓസ്മിയം ടെട്രോക്സൈഡ് ഫിക്സസ് ദ ലിപ്പിഡ്സ് ആൻഡ് ഗിവ്സ് ബ്ലാക്ക് കളർ, ടോക്സിക് ആൻഡ് ഇസ് എക്സ്പെൻസീവ്. ഓക്കെ, അതിന്റെ ഒരു ചെറിയൊരു ലിമിറ്റേഷൻ ആണ്. സോ എന്തായാലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ പറയുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്, എക്സ്പെൻസീവ് ആണ്. സോ അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഏതൊക്കെയാണ് വരുന്നത്? ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടാറാൾഡിഹൈഡ് ഒക്കെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. പിന്നെ പറഞ്ഞത് ഓസ്മിയം ടെട്രോക്സൈഡ്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, ദെൻ ക്രോമിക് ആസിഡും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ദെൻ ലിപ്പിഡ് ആൻഡ് മൈറ്റോകോൺട്രിയൽ പ്രിസർവേഷനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ദെൻ അടുത്തത് വരുന്നത് മെർക്കുറിക് ഫിക്സേറ്റീവ്, ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ സെങ്കേഴ്സ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ B5 ഫിക്സേറ്റീവ്സ് ഒക്കെയാണ്. ഹെമറ്റോപോയിറ്റിക് ആൻഡ് ലിംഫോയിഡ് ടിഷ്യൂസ്, ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഡീറ്റെയിൽസും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കിട്ടാൻ. ഓക്കെ, മെർക്കുറി എന്ന് പറയുന്ന ഒരു ടോക്സിക് ആണ്, പുവർ പെനിട്രേഷൻ ആൻഡ് ലാർജ്ലി കേപ്പബിൾ, ദാറ്റ് ഈസ് നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ഓക്കെ ആണ്, ബട്ട് എന്താണ് ഡിഫക്റ്റ് എന്താണ്? അത് ടോക്സിക് ആണ്. ദെൻ അസിറ്റിക് ആസിഡ് 3% എടുക്കുമല്ലോ. ദെൻ കാർനോയിസ് ഫ്ലൂയിഡ്, സോ കാർനോയിസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു കോമ്പിനേഷൻ? അസിറ്റിക് ആസിഡ് ഉണ്ട്, ക്ലോറോഫോം ഉണ്ട്, എത്തനോൾ ഉണ്ട്. സോ ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ പ്രോട്ടീൻസ്, ക്രോമസോംസ്, സൈറ്റോജെനറ്റിക്സ്, ഇതൊക്കെ സ്റ്റെയിൻ ചെയ്യാൻ അതിന്റെ ഒക്കെ പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്വെൽസ് ന്യൂക്ലിയർ പ്രോട്ടീൻസ്, ക്രോമാറ്റിൻ ഡീറ്റെയിൽസും ക്രോമസോംസ് ഡീറ്റെയിൽ അല്ലെങ്കിൽ ക്രോമാറ്റിൻ, സൈറ്റോജെനറ്റിക് പ്രിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. സോ ടാബുലർ കോളം തന്നെ നോക്കി പഠിച്ചാൽ മതി നിങ്ങൾ. നെക്സ്റ്റ് വൺ വരുന്നത് പിക്രിക് ആസിഡ് ഫിക്സേറ്റീവ് ബോയിന്റ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് ദ പിക്രിക് ആസിഡ് പ്ലസ് ഫോർമാൽഡിഹൈഡ് ആൻഡ് അസറ്റിക് ആസിഡ് ആണ്.
ഓക്കെ, ടെസ്റ്റസ്, GI biopsies, delicate tissues ഒക്കെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. That gives bright staining. Okay, hardened tissue and bright staining possible ആണ്. Then next വരുന്നത് compound fixator, that is a mixture. Haley's fluid, Senger's fluid and Carnoy's bounds fluid ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. Special purpose hematopoietic chromosome testes, then endocrine tissues, then their combined effect of multiple chemicals for the selective preservation. So ഇതൊന്ന് നോക്കി വെച്ചോളൂ. Haley's fluid, Senger's fluid ഇതൊക്കെ വരുന്നുണ്ട് അതില്. സ്പെഷ്യൽ പർപ്പസ് എന്ന് വെച്ചാൽ ഹെമറ്റോപോയിറ്റിക് ക്രോമസോംസ്, ടെസ്റ്റസ്, എൻഡോക്രൈൻ ടിഷ്യൂസ് ഒക്കെയാണ് അതിൽ വരുന്ന എക്സാമ്പിൾസിൽ. ദെൻ ദാറ്റ് പോസിറ്റീവ് ആ ഒരു എക്സാമ്പിൾ ആ ഒരു ഗുണം എന്ന് വെച്ചാൽ ദേ കമ്പൈൻസ് ആൻഡ് എഫക്റ്റീവ് കെമിക്കൽ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, പ്രിസർവേഷനും കാര്യങ്ങളും സെലക്റ്റീവ് പ്രിസർവേഷൻ ഇസ് പോസിബിൾ. സോ ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാന്ന് വെച്ചാൽ എമിറ്റ്സ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, എമിറ്റ്സ് എന്ന് വെച്ചാൽ ethanol, that is used for the pap smear, then methanol, that is for the blood smear, isopropanol, that is the substitute of ethanol, then denatured നമ്മൾ പറഞ്ഞില്ലേ, that is ethanol plus toxic additive യൂസ് ചെയ്യുക. then spray alcohol വരും, glycol വരും, polyethylene ഒക്കെ വരുന്നത്. ഓക്കെ, സോ ഇത് എമിറ്റ്സ് എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കുക. സോ അപ്പോ എളുപ്പമായിരിക്കും. എമിറ്റ്സ് ethanol, M for methanol, isopropanol, denatured and spray. Okay, alcoholum, polyethylene, glycol ഒക്കെ ക്ലിയർ ആണോ? ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഫിക്സേറ്റീവും ഫിക്സേഷനും കണ്ടു അല്ലേ. ആ ടിഷ്യൂ സെൽഫ് ഓട്ടോലൈസസിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഫിക്സേഷനും ഫിക്സേറ്റീവ്സും കാര്യങ്ങളും കുറെ കെമിക്കൽസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ആണ് പ്രിസർവേഷൻ ഓഫ് ഫ്ലൂയിഡ് സ്പെസിമെൻസ് പ്രയർ ടു പ്രോസസിങ്. ദാറ്റ് ഇസ് ദ നമ്മൾ ഫ്ലൂയിഡ്സ് സ്പെസിമെൻസ് ഒക്കെ പ്രിസർവ് ചെയ്ത് വെച്ചു. ദെൻ പ്രിപ്പറേഷൻ ഓഫ് മെറ്റീരിയൽ, മൈക്രോസ്കോപ്പിക് അല്ലെ വ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയിനിങ്ങും ആൻഡ് മൗണ്ടിങ്ങും ചെയ്യുന്നത് അല്ലെ. സാമ്പിൾ നമുക്ക് സെൽസ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി സ്റ്റെയിനിങ്ങും മൗണ്ടിങ്ങും, എയർ ബബിൾസ് ഒക്കെ ഒഴിവായിട്ട് സ്റ്റെയിനിങ് ആൻഡ് മൗണ്ടിങ്, ദെൻ മൈക്രോസ്കോപ്പിക് വ്യൂ, ദെൻ റിപ്പോർട്ടിങ്. ഇനിയിപ്പോ മൈക്രോടോം ചെയ്യുകയാണെങ്കിൽ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ മൈക്രോടോമിലേക്ക് ലാസ്റ്റ് വരിക അല്ലെ. നല്ല രീതിയിൽ കട്ട് ചെയ്ത് ആ ഒരു തിൻ സെക്ഷൻ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കും. കുറെ കാലത്തിന് നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, സോ അതൊരു ചെറിയ ഒരു ടോപ്പിക് ആണ്. സോ ആ ഒരു ഫിക്സേറ്റീവ്സും കാര്യങ്ങളൊക്കെ നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഷെൽഫ് ലൈഫ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഈസ് ഓപ്ഷൻ എ 1 day ആണോ, ബി 3 days ആണോ, സി 5 to 7 days ആണോ, ഡി നൺ ആണോ? ഏതാ വരുക? യെസ്, സോ കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ ഏതായിരിക്കും ആൻസർ വരിക? പ്ലേറ്റ്ലെറ്റ്സിന്റെ ഷെൽഫ് ലൈഫ് ചോദിക്കുന്നത് അല്ലേ. അത് 5 to 7 days ആണ്. ദാറ്റ് ഇസ് സ്റ്റോർഡ് അണ്ടർ 20 to 24 degrees Celsius വിത്ത് കണ്ടിന്യൂസ് അജിറ്റേഷൻ. ഓക്കെ, സ്റ്റേബിൾ ആയിട്ടല്ല, അജിറ്റേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കണം. സോ ഈ ഒരു ഷോർട്ട് ലൈഫ് ആണ് 5 to 7 days. സോ അവരുടെ ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ ഒക്കെ ഡൊണേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും അറിയാവോ? ഡൊണേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യാവോ? എത്ര ദിവസം, എത്ര മാസം കൂടിയിട്ടാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുക? ബ്ലഡ് എത്ര മാസം അല്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക? അറിയാവോ? ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക്. ബ്ലഡ് ഡൊണേഷൻ ആൻഡ് പ്ലേറ്റ്ലെറ്റ്. സോ പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ ഒക്കെ ഒരു 2 weeks ഒക്കെ ആവുമ്പോൾ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, പ്ലേറ്റ്ലെറ്റും പ്ലാസ്മയും ഒക്കെ. ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് 3 months ആണ്. 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നെക്സ്റ്റ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, സോ പ്ലേറ്റ്ലെറ്റ് അത് ഒരു പോയിന്റ് പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, കോമൺലി യൂസ്ഡ് ഫിക്സേറ്റീവ് ഇൻ സൈറ്റോളജി. 95% ethyl alcohol, B isopropyl alcohol, C denatured alcohol and D ether alcohol mixture. സോ ഏതാ യൂസ് ചെയ്യുക? കോമൺലി യൂസ്ഡ് ഫിക്സേറ്റീവ് ഏതാ? നമ്മളിപ്പോ പറഞ്ഞല്ലേ കോമൺലി യൂസ് ചെയ്യുന്ന, മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഏതാന്ന്? യെസ്, ശില്പ ആൻസർ പറയുന്നുണ്ട്. ചിഞ്ചു, ഓക്കെ. ഷാനു, ഓക്കെ, വെരി ഗുഡ്. എ അല്ലെ, 95% ഈഥൈൽ ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ കോമൺലി യൂസ്ഡ് ഫിക്സേറ്റീവ് ഇൻ സൈറ്റോളജി.
So that is especially for pap smear and cytological smearing ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് 95% ethyl alcohol ആണ്. ഓക്കെ, ബാക്കിയൊക്കെ ഐസോപ്രോപ്പൈലും ഈത്തർ ആൽക്കഹോൾ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ 95% ഈത്തൈൽ ആൽക്കഹോൾ ആണ്. ഓക്കെ, ഓട്ടോലൈസിസും ഡീഗ്രഡേഷനും ഒക്കെ അത് പ്രിവെന്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, the oil red or stain is used for the demonstration of option A DNA, option B fat, option C glycogen and option D iron. So ഏതായിരിക്കും വരുക? The oil red or stain, oil red എന്ന് പറയുന്ന stain ഏത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാ യൂസ് ചെയ്യുന്നത്? DNA ആണോ, ഫാറ്റ് ആണോ, ഗ്ലൈക്കോജൻ ആണോ, അയൺ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ആൻസർ പറയാം. ഓക്കെ, ചിഞ്ചു പറഞ്ഞിട്ടുണ്ട്, ശില്പ ബി പറയുന്നുണ്ട്. ബാക്കിയുള്ളവര് ഒന്ന് ചാറ്റ് ചെയ്യൂ, ആൻസർ പറയാം. യെസ്, ശില്പ ചിഞ്ചു പറഞ്ഞൊക്കെ കറക്റ്റ് ആണ്. ബി ആണ് ആൻസർ. ദാറ്റ് ഇസ് ദ ഫാറ്റ്. ഓക്കെ, സോ ഓയിൽ റെഡ് എന്ന് പറയുന്നത് ഫാറ്റ് soluble ഡൈ ആണ്. That is used for the neutral lipids and triglycerides, especially for the frozen tissue section. Okay, so metabolic disorders, liver biopsies ഒക്കെ ഐഡന്റിഫൈ ചെയ്യാം, എത്ര ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തു എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ റെഡോ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ. ഓക്കെ, ബാക്കിയുള്ളതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് DNA എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ ഏതാ സ്റ്റെയിൻ യൂസ് ചെയ്യാ? ഹെമറ്റോക്സിലും ഫ്യൂൾജനും ഡാപ്പിയും അല്ലെ, അതൊക്കെയാണ് യൂസ് ചെയ്യുക. നമ്മളെ DNA എന്ന് പറയുന്നത് എന്താ? അസിഡിക് ആണോ, ബേസിക് ആണോ? DNA ഏതാ? അസിഡിക് ആണോ, ബേസിക് ആണോ? കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക്. അസിഡിക് ആണോ, ബേസിക് ആണോ DNA? സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂൾജൻസ്, ഹെമറ്റോക്സിലിൻ, സ്റ്റെയിൻ ആൻഡ് ഡാപ്പ് അല്ലെ. ഓയിൽ റെഡോ എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡും കാര്യങ്ങളും ഒന്നും സ്റ്റെയിൻ ചെയ്യില്ല അല്ലെ, ബൈൻഡ് ചെയ്യില്ല അത്. Then next is the glycogen that is used for the pass staining അല്ലെ. ഏത് സ്റ്റെയിനിങ് ആണ്? പാസ് സ്റ്റെയിനിങ് ആണ് യൂസ് ചെയ്യുക. പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിനിങ് ആണ് യൂസ് ചെയ്യുക. റെഡോ അല്ലെങ്കിൽ ഓയിൽ റെഡോ ആയിട്ടൊന്നും കണക്ഷൻ ഇല്ല. Then iron, പേൾ സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുക അല്ലെ. Fe2+, Fe3+ ഒക്കെ ടിഷ്യൂന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ഫെറിക് അയൺ, Fe3+ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം അല്ലെ, പേൾ സ്റ്റെയിൻ ഒക്കെ. ഓക്കെ, ദെൻ ഓയിൽ റെഡോ ഒന്നും അതായിട്ട് കണക്റ്റഡ് അല്ല. സോ ബേസ് ഏതാണ്? DNA ഏതാണ്? അസിഡിക് ആണോ, ബേസിക് ആണോ? യെസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലേ, സോ അസിഡിക് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഫാദർ ഓഫ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി ഏതാ? നമ്മുടെ ക്ലാസിന്റെ സ്റ്റാർട്ടിംഗിൽ നമ്മൾ പറഞ്ഞല്ലേ, ഏതാണ്? ഓപ്ഷൻസ് പറയാം. ലൂയിസ് പാസ്റ്റർ ആണോ, ബി ആന്റോൺ വാൻ ലീവൻ ഹോക്ക് ആണോ, സി ഗ്രിഗർ ആൻഡ് പാപ്പനിക്കുലെ ആണോ, ഡി റോബർട്ട് ഹുക്ക് ആണോ? കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ പറയാം. യെസ്, കുറെ ആൾക്കാർ ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഗ്രിഗർ ആൻഡ് പെപ്പാനിക്കുലെ ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും സി തന്നെയാന്ന് പറഞ്ഞിട്ടില്ല. സോ ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത് പാസ്റ്ററൈസേഷൻ, വാക്സിൻ ഒക്കെ ഡെവലപ്പ് ചെയ്ത ആളാണ് അല്ലെ, ലൂയിസ് പാസ്റ്റർ. ആൻഡ് ഹിസ് കോൺട്രിബ്യൂഷൻ എന്താണ്? മൈക്രോബയോളജിയിലും ഇമ്മ്യൂണോളജിയിലും ഒക്കെ ഇല്ലേ കോൺട്രിബ്യൂഷൻ. അയാൾക്ക് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജിയിൽ കോൺട്രിബ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെ. ദെൻ ആന്റൺ വാൻ ലിവൻ ഹോക്ക് എന്ന് പറയുന്നത് ഹി ഇൻവെന്റഡ് ദ മൈക്രോസ്കോപ്പ് അല്ലെ, ഒബ്സർവ് ചെയ്ത് മൈക്രോ ഓർഗാനിസത്തിനൊക്കെ ഒബ്സർവ് ചെയ്ത ആളാണ്. നമ്മുടെ മൈക്രോബയോളജിക്ക് ഒരു ഫൗണ്ടേഷൻ കൊടുത്ത ആളാണ്. ദെൻ ഗ്രിഗർ ആൻഡ് പപ്പാനിക്കുലെ ഈസ് ദ കറക്റ്റ് ആൻസർ, ഫാദർ ഓഫ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് പറയുന്നത് അല്ലെ. ദെൻ ഡെവലപ്മെന്റ് ഓഫ് പാപ് സ്മിയർ അല്ലെ, നമ്മൾ സൈറ്റോളജി എന്ന് പറയുന്ന ആ ഒരു വേൾഡ് തന്നെ ഓപ്പൺ ആക്കിയ ഇയാളാന്ന് പറയാം അല്ലെ. ദെൻ റോബർട്ട് ഹുക്ക്, നെക്സ്റ്റ് വൺ. റോബർട്ട് ഹുക്ക് എന്താണ്? സെൽസ് അല്ലെ, കോയിനിങ് ദ ടേം സെൽസ് ആഫ്റ്റർ ഒബ്സർവിങ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. സോ സെൽഫായിട്ട് ഉണ്ടാക്കിയ ഒരു മൈക്രോസ്കോപ്പിലെ കൂടെ സെല്ലിനെ കണ്ടുപിടിച്ചു അല്ലെ. കുറെ എന്താണ് ഡെഡ് ആയിട്ടുള്ള സെൽസ് ആണ്, കോർക്ക് എന്നാണ് ഒബ്സർവ് ചെയ്തത് അല്ലെ. ഡെഡ് ആയിട്ടുള്ള കുറെ സെൽസ് ഇങ്ങനെ ഒരു ഹണി കോംബ് പോലെയാണ് കണ്ടത് റോബർട്ട് ഹുക്ക്. സോ ഇമ്പോർട്ടന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി ബട്ട് നോട്ട് ഇൻ സൈറ്റോളജി. സോ സൈറ്റോളജിയിൽ ഇല്ല, എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി ഒക്കെ പപ്പാനിക്കുലയാണ്. നെക്സ്റ്റ് വൺ, ഇനാക്ടിവേറ്റഡ് എക്സ് ക്രോമസോം ഇൻ എപ്പിത്തീലിയൽ സെൽ ഇസ് കോൾഡ്. എന്താണ് ഇനാക്ടിവേറ്റഡ് എക്സ് ക്രോമസോം? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.
ഓക്കെ, ആൻസർ വായിക്കുന്നതിന്റെ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, എ ഡ്രം സ്റ്റിക്ക് ആണോ, ബി ബാർ ബോഡി ആണോ, സി എല്ലി ബോഡി ആണോ, ഡി നൺ ഓഫ് ദി അബവ് ആണോ? സോ ഏതാന്ന് വരുക? ഇനാക്ടിവേറ്റഡ് എക്സ് ക്രോമസോം. സോ ഇവിടെ ഡ്രം സ്റ്റിക്ക് ഉണ്ട്, ബാർ ബോഡി ഉണ്ട്, എല്ലി ഉണ്ട് അല്ലേ? സോ ഏതാന്ന് വരുക? അല്ലെങ്കിൽ ഇതൊന്നും അല്ല, നൺ ഓഫ് ദി അബവ് എന്നാ പറയാം. ഓക്കെ, എ ബി ഇതൊക്കെ പറയുന്നുണ്ട്. സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാര്യമുണ്ട്. എപ്പിത്തീലിയൽ സെൽസ് എന്ന് ചോദിച്ചിട്ടില്ലേ? ഓക്കെ, എപ്പിത്തീലിയൽ സെൽസ്. സോ എക്സ് ക്രോമസോം ഇൻ എപ്പിത്തീലിയൽ സെൽസ് ആണ്. സോ ഇൻ എപ്പിത്തീലിയൽ സെൽസ് ആണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, സോ ഇൻ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതായിരിക്കും ആൻസർ? ആൻസർ ഏതായിരിക്കും? ബാർ ബോഡി അല്ലേ? ബാർ ബോഡി ആണ് ആൻസർ ആയിട്ട് വരുക. ഇൻ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ബാർ ബോഡി ആണ് ആൻസർ വരുക. ഇനി ഇൻ ന്യൂട്രോഫിൽസ് ഒക്കെ ആണെങ്കിൽ ഏതായിരിക്കും ആൻസർ വരുക? ഇൻ ന്യൂട്രോഫിൽ, ഇനാക്ടിവേറ്റഡ് എക്സ് ക്രോമസോംസ് ഇൻ ന്യൂട്രോഫിൽസ് ആണെങ്കിൽ ഡ്രം സ്റ്റിക്ക് ആയിരിക്കും വരുക അല്ലെ? സോ അതൊന്ന് ശ്രദ്ധിക്കണം. ഏതാണ് എപ്പിത്തീലിയൽ ആണോ അല്ലെങ്കിൽ ന്യൂട്രോഫിൽ ആണോ ഏതാണ് പറയുന്നത് എന്നൊന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. എപ്പിത്തീലിയൽ ആണെങ്കിൽ ഇറ്റ് ഇസ് കറക്റ്റ്, ബാർ ബോഡി ആണ്. സോ ബാർ ബോഡി എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള എക്സ് ക്രോമസോം ആണ്. ദാറ്റ് ഇസ് സീൻ ഇൻ ഫീമെയിൽസ്. ഫീമെയിൽസിന് മാത്രമേ അത് കാണുള്ളൂ അല്ലെ? ബക്കൽ, നമ്മൾ ഈ ചീക്ക് സെൽസ് എന്നൊക്കെ എടുക്കുന്നതാണ് നമ്മുടെ ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള എക്സ് ക്രോമസോം. ഫീമെയിൽസിൽ മാത്രം കാണുന്നതാണ്. സോ അതില് പറയുന്നത് ഒരു എക്സ് മതി അല്ലെ ആക്ടിവേറ്റ് ആവാൻ. അതായത് ആ ഒരു ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഒരു എക്സിന്റെ ആവശ്യം മതി. 2x അല്ലെ, രണ്ടും ആക്റ്റീവ് ആവണമെന്നില്ല. Okay, so they appears as a dense dark staining spot of the nuclear membrane present in the females XX but not usually seen in males. Okay, males നമുക്കറിയാം XY ആണ്. സോ അവരിൽ കാണുന്നില്ല. ഫീമെയിൽസിൽ 2x ആയതുകൊണ്ട് അതിലാണ് കൂടുതൽ കാണുന്നത്. യൂസ്ഡ് ഇൻ സെക്സ് ക്രോമാറ്റിൻ അനാലിസിസ് ആൻഡ് ജെൻഡർ ഡിറ്റർമിനേഷൻ അല്ലെ? ആണാന്നോ പെണ്ണാന്നോ എന്നൊക്കെ നോക്കുന്നത് നമ്മൾ ബാർ ബോഡി വെച്ച് നോക്കിയാലും മതി. ദെൻ ഡ്രം സ്റ്റിക്ക്, ബാക്കിയുള്ള ആൻസർ അല്ലാത്ത കാര്യത്തിന്റെ പറയുന്നത് ഡ്രം സ്റ്റിക്ക് എന്ന് പറയുന്നത് ന്യൂട്രോഫിൽസിൽ കാണുന്നതാണ്. സ്മോൾ ന്യൂക്ലിയർ പ്രൊജക്ഷൻ ആണ്. ഫീമെയിൽസിൽ കാണുന്നതാണ് ദാറ്റ് ഈസ് ദ ഇനാക്ടിവേറ്റഡ് എക്സ് ക്രോമസോം തന്നെയാണത്. ബട്ട് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ന്യൂട്രോഫിൽ. സോ അത് പഠിച്ചു വെക്കണം. ന്യൂട്രോഫിൽസിൽ കാണുന്നതാണ്, എപ്പിത്തീലിയൽ സെൽസിൽ അല്ലേ അല്ല. ഓക്കെ, ദെൻ എല്ലി ബോഡി എന്ന് പറയുന്ന ലൂപ്പസ് എറിത്രോമാറ്റോസിസ് സെൽസ് ദാറ്റ് ഈസ് സീൻ ഇൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്ഡ് ആയിട്ടുള്ള നമ്മളെ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ് അല്ലെ? SLE അസുഖമൊക്കെ വന്നാല് നമ്മള് പണ്ട് കാലത്ത് നമ്മൾ ആ ഒരു ഡയഗ്നോസിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലി ബോഡി നോക്കലാണ്. ഓക്കെ, സോ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് പോസിറ്റീവ് ആന്ന് പറയാറ്. ഇപ്പം അതൊക്കെ മാറി ANA അങ്ങനെ കൂടുതൽ പുതിയ ടെക്നിക്സും കാര്യങ്ങളൊക്കെ വന്നു. സോ ഇതില് ന്യൂട്രോഫിൽസ് അല്ലെ, നമ്മുടെ ഡീനേച്ചേർഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെറ്റീരിയൽ അതിനെ എൻഗൾഫ് ചെയ്ത്, നമ്മൾ ന്യൂട്രോഫിൽ എൻഗൾഫ് ചെയ്തിട്ട് സ്വന്തമായിട്ടുള്ള ന്യൂക്ലിയസിനെ ഒരു സൈഡിലേക്ക് അല്ലെ, ഒരു പെരിഫറിയിലേക്ക് അങ്ങ് തട്ടിയിട്ട് അങ്ങ് മാറ്റും. സോ അത് ബാക്കി ഡോമിനേറ്റിംഗ് ആയിട്ട് ആര് നിൽക്കും? നമ്മുടെ ഡീനേച്ചേർഡ് ആയി പോയ ന്യൂക്ലിയർ മെറ്റീരിയൽ നിൽക്കും. സോ അതാണ് നമ്മുടെ എന്ത് പറയുന്നത്? എല്ലി ബോഡി പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ വന്നത് നൺ ഓഫ് ദി അബവ്, അത് ബാക്കിയുള്ളതൊന്നും അല്ല എന്നാ പറയുന്നത്. ഓക്കെ, സോ നമ്മളെ ആൻസർ ബാർ ബോഡി ആണ്. നെക്സ്റ്റ് വൺ ഇസ് FNAC, ദാറ്റ് ഇസ് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. സോ FNAC ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? എക്സ്ഫോളിയേറ്റീവ് ആണോ അല്ലെങ്കിൽ ഇന്റർവെൻസീവ് സൈറ്റോളജിയിലാണോ? ഏതിലാ വരുന്നത്? നമ്മൾ സൂചി വെച്ച് ചെയ്യുന്നതാണല്ലേ. സോ എക്സ്ഫോളിയേറ്റീവില് വരില്ല. സോ FNAC is minimally invasive diagnostic technique that involves, yes, very good, ചിഞ്ചും ശില്പയും ഒക്കെ ആൻസർ പറയുന്നുണ്ട്. യെസ്, ഇന്റർവെൻസീവ് സൈറ്റോളജി ആണ്. വെരി ഗുഡ്. ദാറ്റ് ഈസ് ദ ടെക്നിക് യൂസ്ഡ് വിത്ത് ഫൈൻ നീഡിൽ അല്ലെ? ഫൈൻ നീഡിൽ വെച്ചിട്ടാണ് നമ്മളെ സസ്പീഷ്യസ് ആയിട്ടുള്ള മാസസ് ഓഫ് സെൽസിൽ നമ്മൾ ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്നത്. So the principle is based on the collection of cellular material from a lesion using a negative pressure via a syringe. So ആ നീഡിലിന്റെ എത്രയാണ് അത് എടുക്കുന്നത് നോക്കി വെക്കണം. 22 to 27 ഗൗട്ട് നീഡിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 22 to 27 ഗൗട്ട് നീഡിൽസ്. സോ കോമൺ സൈറ്റ്സ് ഫോർ FNAC ആണ് ബ്രസ്റ്റ് ലംസ്, തൈറോയ്ഡ് നോഡ്യൂൾസ്, then lymph nodules, salivary glands, liver lesions, lung lesions ഒക്കെയാണ് നമ്മൾ FNAC മോസ്റ്റ്ലി സജസ്റ്റ് ചെയ്യാറ്. ദെൻ ചെറിയ സ്റ്റെയിനിങ് മെത്തേഡ് ചെറിയൊരു ബോക്സിൽ കാണാം നിങ്ങൾക്ക്.
pap stains, that is for the nuclear details അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പാപ് സ്റ്റെയിൻ വെച്ചിട്ടാണ്. ദെൻ ജിംസ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് സൈറ്റോപ്ലാസ്മിക് ഡീറ്റെയിൽസ് ക്ലിയർ ആവാൻ. ദെൻ H&E സ്റ്റെയിൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഹെമറ്റോക്സിലിൻ ആൻഡ് യോസിൻ അല്ലെ. H&E സ്റ്റെയിൻസ് ദാറ്റ് ഈസ് ഫോർ ദ ടിഷ്യൂ എക്സാമിനേഷൻ, നമ്മുടെ സൈറ്റോപ്ലാസും ന്യൂക്ലിയസ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ സീൽ നീൽസൺ സ്റ്റെയിൻ TB diagnosis, ആസിഡ് ഫാസ്റ്റ് ബാസിലിന്റെ അല്ലെ TB ഡയഗ്നോസിസിനെ ചെയ്യാൻ. Then FNAC is most useful in diagnosing which of the following breast condition? So ഇതിനൊക്കെ പറ്റും അല്ലേ, ഫൈബ്രോഅഡിനോമ, then fat necrosis, ductal carcinoma ഒക്കെ പറ്റും. അതൊക്കെയാണ് നമ്മൾ FNAC ചെയ്യുന്നത്. Okay. So most widely used in breast lesions. നമ്മൾ എന്താണ് ബെനൈൻ ആണോ അല്ലെ, ട്യൂമർ ഏത് സ്റ്റേജിലാണ് നമ്മളെ ക്യാൻസർ എന്ന് പറയുന്ന, ഏത് പ്രോഗ്രസീവ് സ്റ്റേജിലാണ്, ബെനൈനിലാണോ, ചിലപ്പോൾ ചെറിയ മാസ് അതായത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ചെറിയ മാസ് ഫാറ്റ് ഡെപ്പോസിഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അത് കണ്ട് നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി പറഞ്ഞാല് അവരെന്തായാലും FNAC സജസ്റ്റ് ചെയ്യും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For deep-seated lesions like liver, FNAC is usually guided by. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യൂഷ്വലി ഗൈഡഡ് ബൈ ഏതാ വരുക? ഓപ്ഷൻ എ എക്സ്റേ ആണോ, ഓപ്ഷൻ ബി MRI ആണോ, ഓപ്ഷൻ സി CT ഓർ അൾട്രാസൗണ്ട് ആണോ, അല്ലെങ്കിൽ ഡി എൻഡോസ്കോപ്പി ആണോ? ഏതാ വരുക ആൻസർ? യെസ്, ചിഞ്ചു പറയുന്നുണ്ട് എ. ഓക്കെ, വേറെ ആൻസേഴ്സ് ഒന്നും ഇല്ലേ? ഓക്കെ, ഒരു മിക്സഡ് ആൻസേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ലിവർ ലീഷൻസ് ഒക്കെ ആണെങ്കിൽ ഏതാ ചെയ്യാ? അൾട്രാസൗണ്ട് അല്ലെ, CT അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഒക്കെയാണ് ചെയ്യുക. കാരണം അത് എവിടെയാണ്, ഏത് ഡക്റ്റ് ആണ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവണം. സോ നമ്മൾ CT അല്ലെങ്കിൽ അൾട്രാസൗണ്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റെയിൻ is commonly used in FNAC for nuclear details? സീൽ നീൽസൺ ആണോ, ഓപ്ഷൻ ബി ഗ്രാം സ്റ്റെയിൻ ആണോ, ഓപ്ഷൻ സി പെപ്പാനിക്കുലേ സ്റ്റെയിൻ ആണോ, ആൻഡ് ഓപ്ഷൻ ഡി സുഡാൻ സ്റ്റെയിൻ ആണോ? സോ ഞാൻ ഓപ്ഷൻസ് വായിക്കാൻ കാത്തു നിൽക്കണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പെട്ടെന്ന് തന്നെ നോക്കാം. യെസ്, ആർനിഷാൻ സി പറയുന്നുണ്ട്, ചിഞ്ചു സി, ഷാനു ആമി സി. ഓക്കെ, സോ നമുക്കറിയാം അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് സ്റ്റെയിൻ ആണ്? ന്യൂക്ലിയർ ഡീറ്റെയിൽസിന് പെപ്പാനിക്കുലേ അല്ലെ, അത് സിമ്പിൾ ആണ്. നീഷ്മ സി പറയുന്നുണ്ട്, വെരി ഗുഡ്. Next one of the major limitation of FNAC is, options are requires general anesthesia, option B causes severe infection, option C cannot study tissue architecture, and option D cannot be performed in outpatient. So ഏതായിരിക്കും? നമ്മളെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് അതിന്റെ ഒരു ഡിമെറിറ്റ് അല്ലെങ്കിൽ എന്താണ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു. സോ ഏതാ വരുക? യെസ്, ശില്പ, സ്നേഹിത, ചിഞ്ചു ഒക്കെ സി പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ്, സി അല്ലെ. സി ആണ് വി കനോട്ട് സ്റ്റഡി ദ ആർക്കിടെക്ചർ അല്ലെ. എന്താണ് ബയോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് ആ ഒരു ലിംഫോമാസ് ഡീറ്റെയിൽസ്, ആർക്കിടെക്ചർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യെസ് യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. FNAC is mainly used for the diagnosis of, options are nutritional deficiency, B malignancy, option C genetic disorders, and option D viral infections. So ഏതാണ് FNAC മോസ്റ്റ്ലി ഏത് ഡയഗ്നോസിസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, ചിഞ്ചു, ശില്പ, കാർത്തിക, അർനിഷാൻ, ഷാനു ഇവരെല്ലാം ബി പറയുന്നുണ്ട്. ഭവ്യ ബി പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ആൻസർ വരുക? മാലിഗ്നൻസി അല്ലെ. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും, ബെനൈൻ ആണോ അല്ലെങ്കിൽ എന്താണ് മാലിഗ്നന്റ് ആണോ എന്ന് നോക്കാൻ പറ്റും അല്ലെ. മാലിഗ്നന്റ് ട്യൂമർ, ഇനി ഇൻ കേസ് ബെനൈൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. യെസ്, ശ്രീലക്ഷ്മി, വെരി ഗുഡ്. സോ നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റും അല്ലെ, ഏത് സ്റ്റേജിലാന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ മാലിഗ്നന്റ് ആണെങ്കിൽ അതിൻ്റെതായ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. സോ അതിനാണ് നമ്മൾ മാലിഗ്നൻസി നോക്കുക ചെയ്യുന്നത്.
Then next topic, concentration technique അല്ലേ? നമ്മൾ സൈറ്റോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ ടെക്നിക്, നമ്മൾ അതിനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലെ, ലൈക്ക് യൂറിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലൂറൽ ഫ്ലൂയിഡ് CSF ഒക്കെ പോലത്തെ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യും അല്ലെ. So centrifugation is a technique used in the cytology to concentrate cellular material. ഏത് പോലത്തത്? യൂറിൻ, CSF അല്ലെങ്കിൽ പ്ലൂറൽ ഫ്ലൂയിഡ്സ് പോലത്തത് അല്ലെ, ജസ്റ്റ് ബൈ സ്പിന്നിങ് അറ്റ് ഹൈ സ്പീഡ്. ഏത് RPM എന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം അല്ലെ. പിന്നെ അത് എന്താണ്, നല്ല സ്പീഡിൽ ഇങ്ങനെ സ്പിൻ ചെയ്തിട്ട് ബോട്ടത്തിൽ സെറ്റിൽ ഡൗൺ ചെയ്യും. സോ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക? യൂറിൻ, CSF, acidic fluids, then pleural fluids, then pericardial fluids, bronchial washings ഒക്കെ യൂസ് ചെയ്യും. So steps involved എന്ന് പറയുകയാണെങ്കിൽ, collect the fluid sample in the sterile container. മോസ്റ്റ്ലി നമ്മൾ നല്ല സ്റ്റെറൈൽ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ വെച്ചു സൈറ്റോസെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. ദെൻ ഒരു 1000 to 2000 RPM മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സാമ്പിൾ അല്ലെ, ഏതാണോ സാമ്പിൾ നമ്മൾ എടുക്കുന്നത് അതായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ദെൻ എത്ര സ്പീഡില് 1000 to 2000 RPM വെക്കുന്ന 5 to 10 minutes. That varies by the protocols അല്ലെ, നമ്മൾ എടുക്കുന്ന രീതിയിൽ അത് മാറ്റം വരും. Then ഇത് നല്ല രീതിയിൽ നല്ല സ്പീഡിൽ സ്പിൻ ചെയ്യുമ്പോൾ കനത്തിലുള്ളത് സെറ്റിൽ ഡൗൺ ചെയ്യും. ആൻഡ് മേളിലുള്ളത് നമ്മൾ പെല്ലറ്റ് എന്ന് പറയും അല്ലെ, സൂപ്പർനേറ്റന്റ് പറയും. താഴെ സെറ്റിൽ ഡൗൺ ചെയ്തത് പെല്ലറ്റ് പറയും. സോ നമ്മൾ സൂപ്പർനേറ്റന്റ് ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് ബാക്കിയിൽ എന്താണോ നമുക്ക് വേണ്ടത് അതിനെ നമ്മൾ എടുത്തിട്ട് ഫിക്സിങ്ങും സ്മിയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ നോക്കും. സോ അതാണ് നമ്മൾ സൈറ്റോസെൻട്രിഫ്യൂഗേഷനിൽ ചെയ്യുന്നത്. ജസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലൂയിഡ്, സൈറ്റോളജിക്കൽ സ്റ്റഡിന് വേണ്ടിയിട്ട് ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാം, ഇവിടെയും പിക്ചർ ഉണ്ട്. സോ ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അല്ലെ നമ്മൾ, പക്ഷെ നമ്മൾ സ്കൂളിലും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. സോ നമുക്ക് ഫെമിലിയർ ആണ് ഇത്, ഈ ഒരു ഇൻസ്ട്രുമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് centrifugation in cytology? Options are, what is the main purpose na ചോദിച്ചിട്ടുള്ളത്? Option A, to stain cells. Option B, to destroy bacteria. Option C, to concentrate cells from fluid samples. And option D, to preserve tissue architecture. So ഏതായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ളതാണല്ലേ? യെസ്, മജീദ്, നീഷ്മ, ചിപ്പി, ഷാനു എല്ലാവരും ഓപ്ഷൻ സി, ഭവ്യ ഒക്കെ ഓപ്ഷൻ സി ആ പറയുന്നത്. വെരി ഗുഡ്. സോ എന്താണ്, നമ്മൾ ആ ഒരു സെൽസിനൊക്കെ ഒന്ന് സൂപ്പർനേറ്റന്റ് പെല്ലറ്റ് ഒക്കെ ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെ, സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺലി യൂസ്ഡ് സ്പെസിമെൻ ഫോർ സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ? സോ ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യാത്ത സ്പെസിമെൻ? ഓപ്ഷൻസ് ആർ, യൂറിൻ ആണോ? ഓപ്ഷൻ ബി, ബ്ലഡ് കൾച്ചർ ആണോ? ഓപ്ഷൻ സി, CSF ആണോ? ഓപ്ഷൻ ഡി, പ്ലൂറൽ ഫ്ലൂയിഡ് ആണോ? യെസ്, അർനിഷാൻ, ചിഞ്ചു, കാർത്തിക, ശില്പ, ചിപ്പി, യെസ്, മജീദ് എല്ലാവരും ബി ആ പറയുന്നു, ബ്ലഡ് കൾച്ചർ അല്ലേ? യെസ്, വെരി ഗുഡ്. ബ്ലഡ് കൾച്ചർ. എന്തുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് കൾച്ചർ യൂസ് ചെയ്യാത്തത്? നോട്ട് എ കോമൺലി യൂസ് സ്പെസിമെൻ. എന്തുകൊണ്ടാണ്? ബിക്കോസ് മൈക്രോബയോളജിക്കൽ ഡയഗ്നോസിസിനല്ലേ ഇത് ഈ ഒരു സെൻട്രിഫിഗേഷൻ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഈ കൾച്ചർ മീഡിയ അല്ലെ, കൾച്ചേഴ്സ്, ബ്ലഡ് കൾച്ചേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ആ ഒരു പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഐഡിയൽ RPM റേഞ്ച് ഫോർ സൈറ്റോസെൻട്രിഫിഗേഷൻ? ഏതാണ്? 100 to 500 RPM ആണോ? ബി, 5000 to 7000 RPM ആണോ? സി, 1000 to 2000 RPM ആണോ? അല്ലെങ്കിൽ ഡി, 7000 to 9000 RPM ആണോ? സോ ഏതാ വരുക? യെസ്, കാർത്തിക, ചിപ്പി, നീഷ്മ എല്ലാവരും സി പറയുന്നുണ്ട്. യെസ്, നമ്മൾ പറഞ്ഞു അല്ലേ, 1000 to 2000 ആണ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ പ്രിഫർ ചെയ്യുന്ന ആ ഒരു RPM റേഞ്ച്. സൈറ്റോസെൻട്രിഫിഗേഷൻ ചെയ്യാൻ വേണ്ടി മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് അതാണ്. Then next question, which of the following is an advantage of cytocentrifugation? Options are, complete bacterial removal. Option B, rapid histological diagnosis. Option C, enhanced cellular concentration. And option D, prevention of viral infections. So ഏതാ വരുക? യെസ്, ആൻസർ സി എന്ന് പറയുന്നുണ്ട്. ശില്പ, ചിഞ്ചു, ഭവ്യ, മജീദ്, അശ്വാക്,
Okay. See, enhanced cellular concentration, diagnosis sensitivity by എന്താ ചെയ്യാ അത് diagnosis improve ചെയ്യല്ലേ. Okay, next question. What is the possible disadvantage of centrifugation in cytology? Options are: option A, reduced image clarity; option B, increased sample volume; option C, cell damage due to high speed; and option D, overstaining of smears. So ഇതായിരിക്കും എന്താണ് പോസിബിൾ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. സോ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ നിൽക്കുവാന്നല്ലേ. അപ്പൊ എന്തായിരിക്കും വരുക? ഇമേജ് ക്ലാരിറ്റി ആണോ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സാമ്പിൾ വോളിയം ആണോ, ഓവർ സ്റ്റെയിനിങ് ഒന്നും ഒരിക്കലും വരാത്തതാണല്ലേ. യെസ്, വെരി ഗുഡ്. കുറെ ആൾക്കാർ ആൻസർ പറയുന്നുണ്ട് സെൽ ഡാമേജ് വരുക അല്ലേ. ആ ഒരു ഹൈ സ്പീഡിൽ ചെയ്യുമ്പോൾ നമുക്ക് സെൽ ഡാമേജ് ആണ്. ഫരീദ, ശിൽപ, ചിഞ്ചു ഒക്കെ വെരി ഗുഡ്. സി, ഭവ്യ ഒക്കെ പറയുന്നുണ്ട് ആൻസർ സി ആണ്. Next one, cytocentrifugation is most preferred for which of the following? Options are stool samples, option B, CSF samples, option C, sputum samples, and option D, pus samples. So mostly നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? പ്രിഫേർഡ് ഏത് സാമ്പിൾ ആണ് മോസ്റ്റ്ലി? യെസ്, നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? യെസ്, ഭവ്യ, ചിപ്പി, ഷാനു, തസ്നി, അഷ്വാൽ, ഓക്കെ, ബി പറയുന്നുണ്ട്. വെരി ഗുഡ്. ബി, CSF ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. ലോ സെല്ലുലാരിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CSF. ഓക്കെ, വെരി ഗുഡ്. സോ നെക്സ്റ്റ് ഒരു ചെറിയ ടോപ്പിക് ആണ് അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. സോ നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മളെ പ്രോട്ടീൻസ് പറഞ്ഞാല് എന്താണ്? പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് അല്ലെ. കുറെ അമിനോ ആസിഡ്സ് ഇങ്ങനെ കോർത്താണ് നമ്മൾ ഒരു പോളിമർ അല്ലെ, ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത്. സോ അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാല് അമിനോ ആസിഡ് ആണ്. സോ നമുക്ക് പറയാം ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ് പറയാം അല്ലെ. ഈ ഒരു അമിനോ ആസിഡിന് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ എന്ന് പറയാം. സോ നമുക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഏതൊക്കെയുണ്ട്? ഒരു അമിനോ ആസിഡിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു NH2 ഉണ്ടാവും അല്ലെ, ഒരു H ഉണ്ടാവും, CH, ദെൻ എന്താണ്? യെസ്, എന്താ ഉള്ളത്? ഒരു R ഗ്രൂപ്പ് ഉണ്ടാവും. അതിനെ നമ്മൾ സൈഡ് ചെയിൻ എന്ന് പറയുന്നത്. Okay, so there is a basic amino group, that is the NH2 group, and acidic ആയിട്ടുള്ള കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട്, COOH പറയുന്ന ഒരു കാർബോക്സിലിക് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം. ദെൻ ഒരു സൈഡ് ചെയിൻ ഉണ്ട്. സോ അവിടത്തേക്കാണ് നമ്മുടെ അമിനോ ആസിഡ്സ്, ഓരോരോ അമിനോ ആസിഡ്സ് വന്ന് ജോയിൻ ചെയ്യുന്നത് അല്ലെ. ആ ഒരു സൈഡ് ചെയിൻ R എന്ന് പറയും. അതിന്റെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും അല്ലെ, ആ ഒരു പ്രോട്ടീൻസിന്റെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ നിശ്ചയിക്കുന്നത് ആ ഒരു R ഗ്രൂപ്പ് ആണ്. സോ ദ കാർബൺ ആറ്റം ടു വിച്ച് COH ഗ്രൂപ്പ് is attached is the alpha carbon. COH ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് കാർബൺ is the alpha carbon എന്ന് പറയും. ഓക്കെ, സോ അതാണ് നമ്മുടെ അമിനോ ആസിഡിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. സോ യു ക്യാൻ സീ ദ പ്രോട്ടീൻസ്. സോ ഈ പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് ഫോൾഡിങ്സും അല്ല, അവർക്ക് കുറച്ച് എന്താണ്, അവര് ജസ്റ്റ് ഈ ഒരു ഞാനിപ്പോ പറഞ്ഞു അല്ലെ, ഈ മാല കോർത്ത പോലെ നിന്നിട്ട് കാര്യമില്ല അല്ല. അവർക്ക് എന്തെങ്കിലും കൈൻഡ്സ് ഓഫ് എഡിഷൻസോ അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ ഫോസ്ഫോറൈലേഷൻ എന്ന് പറയാറുണ്ട്, ഡീഫോസ്ഫോറൈലേഷൻ എന്ന് പറയാറുണ്ട്, ലിപ്പിഡൈസേഷൻസ് പറയാറുണ്ട് അല്ലെ. ഈ ഓരോരോ ടേംസ് ഒക്കെ കൊടുത്ത് ഈ ചിലതിന് ചില പ്രോട്ടീൻസിന് വെറുതെ നിന്നിട്ട് അല്ലെ, എന്തായാലും അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാല് പ്രോട്ടീൻസ് ഉണ്ടാക്കൽ തന്നെയാണ്. ബട്ട് അവരില് എന്തെങ്കിലും കൈൻഡ് ഓഫ് മോഡിഫിക്കേഷൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവർ ആക്റ്റീവ് ആവുന്നത്. ക്ലിയർ അല്ലേ? സോ അവരെ ആക്റ്റീവ് ആക്കലാണ് അല്ലെ. ആക്റ്റീവ് ആയാലേ കാര്യമില്ല, നമ്മൾ സിഗ്നലിങ്ങും അല്ലെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പ്രോട്ടീൻസ് വെറുതെ നിന്നാ മതിയാ, പാസീവ് ആയിട്ട് നിന്നാ മതിയാ? പോരാ. സോ ദേ നീഡ് ടു ബി ആക്ടിവേറ്റഡ്. സോ ഫോസ്ഫോറൈലേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു R ഗ്രൂപ്പിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു R ഗ്രൂപ്പാണ് അവരുടെ ക്യാരക്ടർ അല്ലെ. R ഗ്രൂപ്പിന് ഓർമ്മയില്ലേ? ഇതാണ് നമ്മുടെ R ഗ്രൂപ്പ്. സോ ഈ ഒരു R ഗ്രൂപ്പിലേക്കാണ് നമ്മൾ നമ്മുടെ അമിനോ ആസിഡ്സിനൊക്കെ കൊടുക്കുന്നത്. അവരുടെ ചെയിൻസ് സംടൈംസ് ബ്രാഞ്ച്ഡ് ചെയിൻ ആവാം, സംടൈംസ് അവർക്ക് അസിഡിക് അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ്സ് ഓഫ് പൊളാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെയാണ് അവരുടെ ആ ഒരു ക്യാരക്ടർ നിശ്ചയിക്കുന്നത്. ഓക്കെ, ആ പ്രോട്ടീന്റെ ക്യാരക്ടർ ഒക്കെ പറയുന്നത്. സോ ഈ ഇതൊക്കെ ഒരു നമ്മുടെ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. കുറെ അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ് ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. സോ അതിനെ ഒന്നും കൂടി നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ കാണുന്നത്? ദർ ഇസ് മെനി അമിനോ ആസിഡ്സ് അല്ലേ. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം എന്താണ്? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ട്. സോ ഈ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? വാട്ടർ എലിമിനേഷൻ വഴിയാണ് ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. H2O എന്ന് പറയുന്നത്
അങ്ങ് എലിമിനേറ്റ് ചെയ്തു പോകണം. സോ അങ്ങനെയാണ് നമ്മുടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, സോ NH2 ഉണ്ടല്ലേ, ആ ഒരു 2ഉം കാർബോക്സിലിക് COOH ആണ്. സോ ഒരു H ഇവിടുന്നും ഒരു H ഈ ഒരു ഭാഗത്തുനിന്നും കൂടിയിട്ടുള്ള Hഉം കൂടി ആവുമ്പോ എന്താവും? H2O അല്ലെ, വാട്ടർ എലിമിനേറ്റ് ആവില്ലേ? സോ അങ്ങനെ വരുന്നതാണ് എന്ത്? നമ്മുടെ പെപ്റ്റൈഡ് ബോണ്ട്. സോ അതിന്റെ ഇടയിലുള്ള ബോണ്ടിന്റെ പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. സോ പ്രോട്ടീൻസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് പഠിക്കണം? പെപ്റ്റൈഡ് ബോണ്ട്സ് ഉണ്ട് എന്നും പഠിക്കണം. ഓക്കെ, സോ വാട്ടർ എലിമിനേഷൻ വഴിയാണ് പെപ്റ്റൈഡ് ബോണ്ട്സ് ഫോം ചെയ്യുന്നത്. സോ നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, എന്താണ് ഫോസ്ഫോറൈലേഷനും ഡിഫോസ്ഫോറൈലേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ പ്രോട്ടീൻസ് അല്ലെ, നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇവൻ നമ്മളെ ക്യാരക്ടേഴ്സ് വരെ പറയുന്നത് പ്രോട്ടീൻസിലാണ് അല്ലെ. പ്രോട്ടീൻസ് ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ, ഒരു അസുഖം വന്നാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസും അല്ലെ, IgG, IgA, IgG ഒക്കെ എന്താണ് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. സോ ഇതൊക്കെ ഒരു പ്രോട്ടീൻസ് ആണ്. ദെൻ സിഗ്നലിംഗ് പ്രോട്ടീൻസ് ഉണ്ട് അല്ലെ, നമ്മുടെ സെൽസിൽ സിഗ്നലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനും പ്രോട്ടീൻസ് ആണ് അല്ലെ. എല്ലാവിടെയും പ്രോട്ടീൻസിന്റെ റോൾ ഉണ്ട്. പ്രോട്ടീൻസ് ഇൻ ദ മസിൽസ് അല്ലെ, മയോസിൻ, ആക്ടിൻ, ഇവരും പ്രോട്ടീൻസ് ആണ്. ദെൻ സൈറ്റോസ്കെൽറ്റൻ, കെരാറ്റിൻ, കൊളാജൻ ഒക്കെ പ്രോട്ടീനാണ്. നമ്മളെ എന്താണ് നമ്മുടെ ഹീമോഗ്ലോബിൻ അല്ലെ, ഇതൊക്കെ പ്രോട്ടീൻ. സെൽ മെംബ്രെയിൻസ് പ്രോട്ടീൻസ് ആണ്. എൻസൈംസ് പ്രോട്ടീൻസ് ആണ്. ദെൻ പ്രോട്ടീൻസ് ഇൻ ദ ബ്ലഡ്, ഹിമോഗ്ലോബിൻ പറഞ്ഞു, ഫൈബ്രിനോജൻ, ദെൻ ആൽബുമിൻസ്, ഇതൊക്കെയാണ് ആ ഒരു ലിക്വിഡ് എമൗണ്ട്, ആ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ കൊടുക്കുന്നതൊക്കെ നമ്മുടെ പ്രോട്ടീൻ. സോ പ്രോട്ടീൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ബോഡിക്ക്. ഓക്കെ, ദെൻ ദർ ഫങ്ഷൻസ് പറഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, എന്താണ് കൺട്രാക്ടൈൽ, ആക്ടിൻ, മയോസിൻ അല്ലെ, നമ്മുടെ മസിൽസിലെ കൺട്രാക്ടൈൽ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ. ദെൻ ഇൻസുലിൻ ഉണ്ട് ഹോർമോൺസില്. ദെൻ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ. ദെൻ ട്രാൻസ്പോർട്ട് അല്ലെ, ഹിമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ, ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും. ദെൻ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ട് അല്ലെ. ദെൻ സ്റ്റോറേജ്, ഫെറിറ്റിൻ ഒക്കെ പറയുന്നതെല്ലാം നമ്മുടെ പ്രോട്ടീൻസ് ആണ്. ദെൻ റിസപ്റ്റർ മോളിക്യൂൾസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ലൈക്ക് റോഡോപ്സിൻസ്. ദെൻ സ്പൈഡർ സിൽക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്? അവരുടെ കോർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ആണ്. സോ ഈ പ്രോട്ടീൻസ് ഒക്കെ എങ്ങനെയാണ്? ഈ അമിനോ ആസിഡ്സ് അല്ലെ, ഈ അമിനോ ആസിഡ്സ് ഒക്കെ ഇങ്ങനെ എന്താണ് ബേസിക് യൂണിറ്റ് ആയി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഓരോരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, സോ ആ അമിനോ ആസിഡ്സിനെ ഒന്ന് നോക്കാം. സോ ദർ ഈസ് 20 നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് പറഞ്ഞാൽ 20 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, കുറെ ഉണ്ട്, ബട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അമിനോ ആസിഡ് പറഞ്ഞാൽ 20 അമിനോ ആസിഡ്സ് ആണ്. സോ ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ 3 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 1 ലെറ്റർ ആയിട്ടാണ് റെപ്രസെന്റേഷൻ വരുന്നത്. സോ ഇത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. ഗ്ലൈസിൻ അല്ലെ, 3 ലെറ്റേഴ്സ് പറയുമ്പോൾ GLY, then 1G, then അലാനിൻ ഉണ്ട് ALA, വാലിൻ VAL, ലൂസിൻ, ഐസോലൂസിൻ, ഫീനൈൽ അലാനിൻ, മെത്തിയോണിൻ, പ്രോലിൻ, ട്രിപ്റ്റോഫാൻ, സിസ്റ്റീൻ. സോ ഇതൊക്കെയാണ് നമ്മുടെ അമിനോ ആസിഡ്സ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും അല്ലേ. സെറീൻ, ത്രിയോണിൻ, ആസ്പെർജിൻ, ഗ്ലൂട്ടാമിൻ, ടൈറോസിൻ, ദെൻ ഗ്ലൂട്ടാമിക് ആസിഡ്, ലൈസിൻ, ലൂസിൻ, ആർജിനിൻ, ഹിസ്റ്റഡിൻസ് ഒക്കെ വരുന്നതൊക്കെ നമ്മുടെ അമിനോ ആസിഡ്സ് ആ. സോ അവരുടെ റെപ്രസെന്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ബേസ്ഡ് ഓൺ ദർ ന്യൂട്രീഷൻ അല്ലെ, നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. അതായത് നമുക്ക് ഡയറ്റിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡ്സ്, ദാറ്റ് ഇസ് ഹിസ്റ്റഡിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, ഇതൊക്കെയാണ്. സോ അതിന്റെ ഒരു നിമോണിക്, ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു നിമോണിക് ഇവിടെ തന്നിട്ടുണ്ട്. ഹിൽ MPTTV. ഓക്കെ, ഹിൽ MPTTV ആണ് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണ്. നാളെ എക്സാമിൽ അവർക്ക് മാത്രമല്ല, ഓക്കെ, DHS RRB ബാച്ച് കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആണ്. PSCയും കാര്യങ്ങളൊക്കെ നോക്കുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആണ്. സോ ഇത് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചോളൂ. ഓക്കെ, ഹിൽ MPTTV ആണ് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. ദെൻ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്, ദാറ്റ് ഇസ് അലനൈൻ, ആസ്പെർജിൻ, അസ്പാർട്ടേറ്റ്, ഗ്ലൂട്ടാമൈറ്റ്, സെറീൻ ഒക്കെ വരുന്നത് നോൺ എസെൻഷ്യൽ. അതായത് നമ്മുടെ ബോഡി തന്നെ സ്വന്തം തന്നെ അവര് സിന്തസൈസ് ചെയ്തോളും. സോ അതാണ് നോൺ എസെൻഷ്യൽ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും കോഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. ഓക്കെ, ദെൻ സെമി എസെൻഷ്യൽ ആയിട്ടുള്ള, അതായത് കണ്ടീഷണലി എസെൻഷ്യൽ ആയിട്ടുള്ള ആർജിനിൻ, ടൈറോസിൻ, സിസ്റ്റീൻ അല്ലെ, പ്രോലിൻ, ഗ്ലൂട്ടാമിൻ ഒക്കെ സെമി എസെൻഷ്യൽ ആണ്. സോ എസെൻഷ്യൽ ഉണ്ട്, നോൺ എസെൻഷ്യൽ ഉണ്ട്,
സെമി എസെൻഷ്യൽ ഉണ്ട്. സോ അതൊന്ന് നോക്കി വെക്കണം. നിമോണിക്സ് വെച്ച് തന്നെ പഠിച്ചോളൂ. Then based on the side chain, okay, ചാർജിനനുസരിച്ച് നോൺ പോളാർ, ദാറ്റ് ഇസ് ഹൈഡ്രോഫോബിക്. നമുക്കറിയാം അല്ലെ, ഹൈഡ്രോഫോബിക് ഉണ്ട്, ഹൈഡ്രോഫിലിക് ഉണ്ട്. സോ ഹൈഡ്രോഫോബിക് എന്ന് വെച്ചാല് അതെന്താണ്, വാട്ടർ ആയിട്ട് അങ്ങനെ ആ ഒരു അട്രാക്ഷൻ കാണിക്കില്ല, ഫോബിക് ആണ്. ദാറ്റ് ഇസ് നോൺ പോളാർ ആണ്. നോൺ പോളർ ആയിട്ടുള്ളതാണ് ഗ്ലൈസിൻ, അലാനിൻ. സോ ഇത് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ ആ ഒരു കെമിസ്ട്രി അല്ലെ, അതിന്റെ ഒരു കെമിസ്ട്രിയിലേക്ക് പോകണം. സോ അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഇത് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഗ്ലൈസിൻ ഉണ്ട്, അലാനിൻ ഉണ്ട്, ട്രിപ്റ്റോഫാൻ, ഫീനൈൽ അലാനിൻ, മെത്തിയോണിൻ, ഇതൊക്കെയാണ് നോൺ പോളാർ ആയിട്ട് വരുന്നത്. ദെൻ പോളാർ ആയിട്ടുള്ളത് സെറീൻ, ത്രിയോണിൻ, സിസ്റ്റീൻ, ടൈറോസിൻ, ആസ്പെറിജിൻ, ഗ്ലൂട്ടാമിൻ, ഇതൊക്കെ വരുന്നത് പോളാർ അമിനോ ആസിഡ്, ദാറ്റ് ഇസ് ദ അൺചാർജ്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്. ദെൻ ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഉണ്ട്, അസിഡിക് ആയിട്ടുള്ള അമിനോ ആസിഡ്. സോ ബേസിക് ആയിട്ടുള്ളതാണ് ലൈസിൻ, അർജിനിൻ, ഹിസ്റ്റഡിൻ. സോ ഇത് എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ എവിടെയാണ് നിങ്ങൾ പഠിച്ചതില്, എവിടെയാന്ന് കേട്ടിട്ട് പരിചയം? ഒന്ന് കമന്റ് ചെയ്തേ. ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ലൈസിൻ, അർജിനിൻ, ഹിസ്റ്റഡിൻ, എവിടെയാ കേട്ടിട്ടുള്ള പരിചയം? പോസിറ്റീവ് അമിനോ ആസിഡ് ആണ്, ബേസിക് ആണ്. സോ എവിടെയാണ്? നമ്മുടെ ന്യൂക്ലിയോസോം അല്ലേ? അസിഡിക് ആയിട്ടുള്ള DNA അല്ലെ, അത് ഇങ്ങനെ റാപ്പ് ചെയ്യുന്നത് അല്ലെ, ലൈസിൻ, ഹിസ്റ്റഡിൻ, ലൈസിനും അർജിനിനും ഒക്കെ ആയിട്ടാണ് അത് വൗണ്ട് ചെയ്യുന്നത് അല്ലെ, ഇങ്ങനെ ചുറ്റുന്നത്. സോ അത് അത്രയും കോമ്പാക്ട് ആവാൻ വേണ്ടിട്ട്. ദെൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളത് ആസ്പെർജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ, ദാറ്റ് ഇസ് ദ അസിഡിക് ആയിട്ടുള്ള അമിനോ ആസിഡ്. ദെൻ സ്പെഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. സോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യൽ അമിനോ ആസിഡ്സിൽ വരുന്നത് മെത്തിയോണിൻ ആൻഡ് സിസ്റ്റീൻ, ദാറ്റ് ഇസ് ദേ കണ്ടെയ്ൻ സൾഫർ ഗ്രൂപ്പ്സ് ഉണ്ട്. മെത്തിയോണിനും സിസ്റ്റീൻ അല്ലെ, എസ് ഗ്രൂപ്പ് ഉണ്ട്. സോ ദേ ആർ ഹാവിംഗ് സൾഫർ. ഓക്കെ, മെത്തിയോണിൻ ആൻഡ് സിസ്റ്റീൻ. ദെൻ അറോമാറ്റിക് അമിനോ ആസിഡ്സ് ഏതാണ്? ഫീനൈൽ അലാനിൻ, ടൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. PTT എന്ന് ആലോചിച്ച് മതി. ഫീനൈൽ അലാനിൻ, ടൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ, PTT. Then amino acids, that is the proline, secondary amino acid. So primary ഉണ്ട്, secondary ഉണ്ട്. പ്രൈമറിയിലേക്ക് നമുക്ക് വരാം. Then primary glycine ഒക്കെ പ്രൈമറിയിലേക്ക് വരുക. Then proline എന്ന് പറയുന്നത് secondary amino acid ആണ്. Then hydroxyl, OH containing ആയിട്ടുള്ളത് ടൈറോസിൻ, then ത്രിയോണിൻ, സെറിൻ ഒക്കെ OH containing ആണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നന്നായി പഠിച്ചു വെക്കുക. Then ടൈറോസിൻ, ഏതൊക്കെയാണ്? തൈറോയിഡ് ഹോർമോൺസ് അല്ലേ. ടൈറോസിൻ നമ്മൾ ഹോർമോൺ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈറോസിൻ, ദാറ്റ് ഈസ് കാറ്റക്കോളമൈൻസ്, മെലാനിൻ ഒക്കെ സിന്തസൈസ് ചെയ്ത് വരുന്നത് ടൈറോസിൻ എന്ന് പറയുന്നതില്ല. ദെൻ ട്രിപ്റ്റോഫാൻ ഉണ്ട് അല്ലെ, മെലാറ്റോണിൻ, നിയാസിൻ, സെറോട്ടോണിൻ ഒക്കെ. ദെൻ ഗ്ലൂട്ടാമേറ്റ്, ദാറ്റ് ഈസ് ദ ഗാബ, ന്യൂറോ ട്രാൻസ്മിറ്റർ. ഗ്ലൂട്ടാമേറ്റ് പറയുമ്പോൾ ഗാബ, ദാറ്റ് ഈസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ. ദെൻ ഗ്ലൈസിൻ, ഹീം, പ്യൂറിൻ, ക്രിയാറ്റിൻ ഒക്കെ ഗ്ലൈസിൻ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which is the simplest amino acid? ഏതാണ് simplest ആയിട്ടുള്ള amino acid? ഏതാണ്? Options are glycine, option B alanine, option C serine and option D proline. ഏതാ വരുക? Yes, answer ഒന്ന് പറയൂ. Yes, ചിഞ്ചു B പറയുന്നുണ്ട്. Okay. Yes, glycine, alanine, serine, proline. So ഏതാ വരുക? ഗ്ലൈസിൻ ആണ്. ഓക്കെ, ഗ്ലൈസിൻ ആണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള. അലൈനിൻ ഒക്കെ എന്താണ്? സെക്കൻഡറി ആണ്. സോ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് പറഞ്ഞാൽ ഗ്ലൈസിൻ ആണ്. ദാറ്റ് ഈസ് ഒരു H. ഓക്കെ, സൈഡ് ചെയിനിൽ ഒരു H മാത്രമേ അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ഇസ് എസെൻഷ്യൽ? സോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. എസെൻഷ്യൽ അമിനോ ആസിഡ്. സോ അലാനിൻ ആണോ, ഗ്ലൈസിൻ ആണോ, ലൈസിൻ ആണോ, സെറീൻ ആണോ? ഏതാ വരുക? എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ്? സോ ആ ഒരു കോഡ് ഓർത്ത് വെക്കണം. എസെൻഷ്യൽ അമിനോ ആസിഡിൽ വരുന്നത് ലൈസിൻ ആണ്. ഓക്കെ, ലൈസിൻ ഇസ് ദ എസെൻഷ്യൽ അമിനോ ആസിഡ്. അതായത് നമുക്ക് എന്തായാലും എന്താണ് ഫുഡ് വഴിയോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് കിട്ടണം. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ബോഡിയിൽ സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്തോളും. നെക്സ്റ്റ് വൺ, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ഏതാ? മെത്തിയോണിൻ ആണോ, സിസ്റ്റീൻ ആണോ, അല്ലെങ്കിൽ B ഫീനൈൽ അലാനിൻ ആണോ, ടൈറോസിൻ ആണോ, C സെറീൻ ആണോ, ത്രിയോണിൻ ആണോ, ആൻഡ് D അസ്പാർട്ടേറ്റ് ആണോ, ഗ്ലൂട്ടാമേറ്റ് ആണോ? ഏതാ വരുക? സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്. യെസ്, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. സോ ഏതാണ്?
യെസ്, കുറെ ആൾക്കാർ ബി സി എന്നാ പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് പഠിക്കണം ആൻസർ ചെയ്യാൻ. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സൾഫർ കണ്ടെയ്നിങ് പറയുമ്പോൾ മെത്തിയോണിനും സിസ്റ്റീനാണ് സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമിനോ ആസിഡ് ഇസ് അറോമാറ്റിക്? അറോമാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാ? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ വാലിൻ, ഓപ്ഷൻ ബി ഫീനൈലലാനിൻ, ഓപ്ഷൻ സി സെറീൻ ആൻഡ് ഓപ്ഷൻ ഡി അലാനിൻ. Which amino acid is aromatic? Yes, aromatic ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്? യെസ്, കുറെ ആൾക്കാർ ആൻസർ പറയുന്നുണ്ട് ബി. വെരി ഗുഡ്, വെരി ഗുഡ്. ബി ആണ്, ഫീനൈൽ അലാനിൻ ആണ് അല്ലെ. ഫീനൈൽ അലാനിനും ടൈറോസിനും ട്രിപ്റ്റോഫാനും. ഞാൻ പറഞ്ഞു പി ടി ടി എന്ന് ആലോചിച്ചാൽ മതി അല്ലെ. നെക്സ്റ്റ് വൺ, ക്വാഷിയോർ occurs due to the deficiency of carbohydrate ആണോ, ബി ഫാറ്റ്സ് ആണോ, സി പ്രോട്ടീൻസ് ആണോ ആൻഡ് ഡി വൈറ്റമിൻസ് ആണോ? Kwashior occurs due to the deficiency of, yes, ചിഞ്ചു, ഭവ്യ, ശില്പ, ചിപ്പി. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഡി എന്നാ പറയുന്നത്. യെസ്, ദാറ്റ് ഇസ് എ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, സി ആണ് ആൻസർ. ദാറ്റ് ഇസ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ ഓക്കെ, അപ്പോ നമ്മളെ പാത്തോളജിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് മൈക്രോബയോളജി ആണ്. സോ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു 1 അവർ അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 4 അവർ ബേസ്ഡ് ആയിട്ടുള്ള സെഷൻ ആണ് ഇത്. സോ നെക്സ്റ്റ് നമുക്ക് മൈക്രോബയോളജി നോക്കാം. നെക്സ്റ്റ് ക്ലാസ് എടുക്കുന്നത് ശ്രീലക്ഷ്മി മാം ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പൊ നമ്മൾ മൈക്രോബയോളജിയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ മൈക്രോബയോളജി ഹിസ്റ്ററി നോക്കാം. ഓക്കെ, അപ്പോൾ ആരാണ് മൈക്രോസ്കോപ്പി? ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി ആരാണ്? ആന്റണി വാൻ ലിവൻഹോക്ക് ആണ് ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി. ആന്റണി വാൻ ലിവൻഹോക്ക് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഡിസ്കവറി ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ 1600-കളിൽ ഫസ്റ്റ്, ഏറ്റവും ആദ്യമായിട്ട്. അപ്പോ ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആന്റണി വാൻ ലിവൻഹോക്ക് ആണ്, തെറ്റിക്കരുത്. ഓക്കെ, എനിമൽക്യൂൾസ് എന്നൊരു ടേമും കോയിൻ ചെയ്തത് അദ്ദേഹമാണ്. നെക്സ്റ്റ് ലൂയിസ് പാസ്റ്റർ ആണ്. ലൂയിസ് പാസ്റ്റർ വർക്ക് ഓൺ ജേം തിയറി. ദെൻ വാക്സിൻ ഫോർ റാബിസ് ആൻഡ് ആന്ത്രാക്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആന്ത്രാക്സ് വാക്സിനും റാബിസ് വാക്സിനും കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. അതുപോലെ തന്നെ വാക്സിൻ ആ ഒരു ടേം കോയിൻ ചെയ്തതും ഇദ്ദേഹമാണ്. നമുക്കറിയാം ഫാദർ ഓഫ് വാക്സിനേഷൻ എഡ്വാർഡ് ജെന്നർ ആണ്. നമുക്കറിയാം അല്ലെ, ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി ഒക്കെ എഡ്വാർഡ് ജെന്നർ ആണ്. അദ്ദേഹമാണ് ഫസ്റ്റ് വാക്സിൻ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. പക്ഷെ ആ വാക്സിൻ ഒരു പേരുണ്ടല്ലോ, ആ പേര് കോയിൻ ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണ്. അപ്പം തെറ്റിക്കരുത്, ആ പേര് കോയിൻ ചെയ്തത് ആരാന്ന് ചോദിക്കുമ്പോൾ ലൂയിസ് പാസ്റ്റർ ആണ്. നമ്മൾ പെട്ടെന്ന് വാക്സിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫാദർ ഓഫ് വാക്സിനേഷൻ എഡ്വാർഡ് ജെന്നർ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ ആ ടേം വാക്സിൻ എന്ന ടേം കോയിൻ ചെയ്ത് ലൂയിസ് പാസ്റ്റർ ആണ്. ഇത് തെറ്റിക്കരുത്. ദെൻ നെക്സ്റ്റ്, റോബർട്ട് കോച്ച് ഡെവലപ്ഡ് കോച്ച് പോസ്റ്റ്ലേറ്റ്സ്, ദെൻ ആന്ത്രാക്സ്, ട്യൂബർക്യുലോസിസ് ആൻഡ് കോളറ. അദ്ദേഹത്തിന് ഫാദർ ഓഫ് മോഡേൺ ബാക്ടീരിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹം ഇത്രയും കോസേറ്റീവ് ഏജന്റിനെ കണ്ടുപിടിച്ചു: ആന്ത്രാക്സ്, ട്യൂബർക്യുലോസിസ് ആൻഡ് കോളറ. ഇതിൽ ട്യൂബർക്യുലോസിന്റെ ഡിസ്കവറിക്ക് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. 1905-ലാണ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ട്യൂബർക്യുലോസിസ് ആ കോസേറ്റീവ് ഏജന്റിനെ കണ്ടുപിടിച്ചതിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഒന്ന് നോട്ട് ചെയ്യണേ, 1905. ഓക്കെ, ദെൻ ദ ഡിസ്കവറി ഓഫ് പെൻസിലിൻ ബൈ അലക്സാണ്ടർ ഫ്ലെമിംഗ്. നമുക്കറിയാം ഫസ്റ്റ് ഫാദർ ഓഫ് ആന്റിബയോട്ടിക് എന്നൊക്കെ പറയുന്നത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. 1928-ലാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് 1945-ലാണ്. ഓക്കെ, 1928-29 കാലഘട്ടത്തിലാണ് ആ ഒരു പെൻസിലിൻ ഡിസ്കവറി ഒക്കെ നടക്കുന്നത്. പക്ഷെ നോബൽ പ്രൈസ് കിട്ടുന്നത് 1945-ലാണ്. ദെൻ ജോസഫ് ലിസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് ആന്റിസെപ്റ്റിക് ടെക്നിക് പ്രിവെന്റ് ഇൻഫെക്ഷൻ ഡ്യൂറിങ് സർജറി. നമുക്കറിയാം ഒരു സർജറി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ അതിൽ വലിയൊരു മാറ്റം കാഴ്ചവെച്ചത് ജോസഫ് ലിസ്റ്റർ ആണ്. അദ്ദേഹം ആന്റിസെപ്റ്റിക്സ് കണ്ടുപിടിച്ചു. അപ്പൊ സർജറിക്ക് ശേഷമുള്ള ആ ഒരു ഇൻഫെക്ഷന്റെ ആ ഒരു അളവൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം സഹായിച്ചു. അപ്പോൾ ഇത്രയും സയന്റിസ്റ്റുകളെ ആരും മറന്നു പോകരുത്. ആന്റണി വാൻ ലിവൻഹോക്ക്, അതുപോലെ ലൂയിസ് പാസ്റ്റർ, അദ്ദേഹം കണ്ടുപിടിച്ച വാക്സിൻസ് ഒന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് ഒന്ന് കമന്റ് ചെയ്തേ. റാബിസ് വാക്സിനും
ആന്ത്രാക്സ് വാസിനും. അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്നൊക്കെ അറിയപ്പെടുന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. ഫാദർ ഓഫ് സ്റ്റെറിലൈസേഷൻ, പാസ്റ്ററൈസേഷൻ, അതൊക്കെ ലൂയിസ് പാസ്റ്ററിന്റെ മാത്രം കോൺട്രിബ്യൂഷൻസ് ആണ്. ദെൻ റോബർട്ട് കോച്ച്, നമുക്കറിയാം കോച്ച് പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോസേറ്റീവ് ഏജന്റ് ആയ ആന്ത്രാക്സ്, ട്യൂബർക്കുലോസിസ്, കോളറ ഒക്കെ കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ ബാക്ടീരിയോളജി എന്ന് ആലോചിച്ചാൽ മതി, ഇത്രയധികം ബാക്ടീരിയ അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പൊ ഫാദർ ഓഫ് മോഡേൺ ബാക്ടീരിയോളജി എന്നറിയപ്പെടുന്നത് റോബർട്ട് കോച്ച് ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ പെൻസിലിൻ, അലക്സാണ്ടർ ഫ്ലെമിങ്ങും, അതുപോലെ ആ ഇയറും ഒന്ന് ഓർത്തിരിക്കുക, 1945 ദെൻ ജോസഫ് ലിസ്റ്റർ, ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി ഒക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും സയന്റിസ്റ്റിനെ മറന്നു പോരുത്. ദെൻ എഡ്വേർഡ് ജെന്നർ, നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു അല്ലെ, ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് വാക്സിനേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പൊ ഫസ്റ്റ് വാക്സിൻ, അതായത് സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. 1796 ഫസ്റ്റ് വാക്സിൻ കണ്ടുപിടിച്ചത്. ദെൻ റോബർട്ട് ഹുക്ക്, ഇദ്ദേഹം സെൽ എന്ന് നമ്മളിപ്പോ നേരത്തെ വാക്സിൻ ആ ഒരു ടേം കോയിൻ ചെയ്ത കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ സെൽ എന്നൊരു ടേം കോയിൻ ചെയ്തത് ഇദ്ദേഹമാണ്. ദെൻ ഹീസ് പബ്ലിഷ്ഡ് മൈക്രോഗ്രാഫിയ. ഓക്കെ, ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, നമുക്കറിയാം വൈറോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. നമുക്കറിയാം ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത് ഏണസ്റ്റ് റസ്കാൻ മാക്സ്നോൾ ആണ്. ആരാണ്? ഏണസ്റ്റ് റസ്കാൻ മാക്സ്നോൾ 1931 കണ്ടുപിടിച്ചത്. ദെൻ പോൾ എലിച്ച് സാൽവാർസൺ, ഫസ്റ്റ് കീമോതെറാപ്യൂട്ടിക് ഏജന്റ് ആണ് ടു ട്രീറ്റ് സിഫിൽസ്. എന്താണ് സിഫിൽസ്? നമുക്കറിയാം ട്രിപ്പോണിമ പാലിഡം കോസ് ചെയ്യുന്നതാണ് അല്ലെ, സിഫിൽസ് സ്പൈറോജിറ്റ്സ് ഒക്കെ കോസ് ചെയ്യുന്നതാണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അതിനായിട്ടുള്ള ഫസ്റ്റ് കീമോതെറാപ്യൂട്ടിക് ഏജന്റ് കണ്ടുപിടിച്ചത് പോൾ എർലിച്ച് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും പോൾ എർലിച്ചിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഒന്ന് ഓർത്തിരിക്കാം, നമ്മൾ ഒരുപാട് സയന്റിസ്റ്റിലായി പഠിക്കുന്നു, അപ്പൊ അങ്ങോട്ട് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്സൺ ആൻഡ് ക്രിക്ക്, he discovered the double helix structure of DNA. DNA നമുക്കറിയാം ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ് DNA നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് കണ്ടുപിടിച്ചത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് കണ്ടുപിടിച്ചത് 1953. ദെൻ ദ ഇൻവെൻഷൻ ഓഫ് അഗാർ നമുക്കറിയാം, നമ്മൾ കൾച്ചർ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലെ ലാബിലെല്ലാം. അപ്പൊ അതിൽ അഗാർ സോളിഡ് മീഡിയക്ക് നമ്മൾ കൾച്ചർ മീഡിയ സോളിഡ് മീഡിയ ഉണ്ടാക്കുമ്പോൾ അഗാർ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അപ്പൊ ഫസ്റ്റ് അഗാർ ഇൻവെന്റ് ചെയ്തത് ഫാനി ഹെസെ ആണ് 1882. ഈ ലേഡി നമ്മൾ റോബർട്ട് കോച്ചിന്റെ കൊളീഗിന്റെ വൈഫാണ്. അപ്പൊ ഫസ്റ്റ് ഇൻവെന്റ് ചെയ്തത് ഫാനി ഹെസെ ആണ്, പക്ഷെ ഫസ്റ്റ് അഗാർ യൂസ് ചെയ്തത് റോബർട്ട് കോച്ച് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിമിട്രി ഇവാനോവ്സ്കി ഡിസ്കവേർഡ് ഫസ്റ്റ് വൈറസ്, ദ ടുബാക്കോ മൊസൈക് വൈറസ് ഇൻ 1892. അപ്പൊ ഫസ്റ്റ് വൈറസ് ഡിസ്കവർ ചെയ്ത്, വൈറസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ അല്ലാതെ ഒരു കോസേറ്റീവ് ഏജന്റ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഡിമിട്രി ഇവാനോവ്സ്കി ആണ്. പക്ഷെ അത് വൈറസ് ആണ്, ആ ഒരു പേര് വൈറസ് എന്നൊരു പേര് ഇട്ടത് മാർട്ടിനസ് ബേജറിൻകാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ഫസ്റ്റ് വൈറസ് ഡിസ്കവർ ചെയ്തത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇദ്ദേഹമാണ്, ഡിമിട്രി ഇവാനോവ്സ്കി ആണ്. പക്ഷെ വൈറസ് എന്നൊരു ടേം ആരാണ്, ആ ഒരു പേര് ആരാണ് ഇട്ടത് അല്ലെങ്കിൽ ആ നെയിം കോയിൻ ചെയ്തത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാർട്ടിനസ് ബേജറിൻകാണ്. ഓക്കെ, ദെൻ നമുക്ക് മൈക്രോബയോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ, സ്റ്റെറിലൈസേഷൻ. നമുക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റെറൈൽ ആയിരിക്കണം. മൈക്രോബയോളജി ലാബ് പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു പാത്വേ നമ്മൾ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ ഡിസ്കവേർഡ് ലൂയിസ് പാസർ 1882, ദെൻ 1895 ഹീസ് ക്രെഡിറ്റഡ് വിത്ത് പിയറിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ലൂയിസ് പാസർ ആണ്. ഇപ്പൊ ഫാദർ ഓഫ് സ്റ്റെറിലൈസേഷൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ലൂയിസ് പാസർ ആണ്. ദെൻ ഹിസ് വർക്ക് ഓൺ പാസ്റ്ററൈസേഷൻ, ഫോം ഓഫ് പാർഷ്യൽ സ്റ്റെറിലൈസേഷൻ. നമുക്കറിയാം പാസ്റ്ററൈസേഷൻ നമ്മൾ ബാച്ച്, ലോങ് ടൈം അല്ലെങ്കിൽ ഷോർട്ട് ടൈം, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം, അങ്ങനെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ലോങ് ടൈം ഒക്കെ നമ്മൾ പഠിച്ചു, ലോ ടെമ്പറേച്ചർ ലോങ് ടൈം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, LT ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്റ്ററൈസേഷൻ, ഇപ്പൊ ഫാദർ ഓഫ് പാസ്റ്ററൈസേഷൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് സ്റ്റെറിലൈസേഷൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇദ്ദേഹമാണ്. ദെൻ മെത്തേഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മോയിസ്റ്റ് ഹീറ്റ് ഉണ്ട്, ഡ്രൈ ഹീറ്റ് ഉണ്ട്. അതിൽ മോയിസ്റ്റ് ഹീറ്റിലാണ് ഓട്ടോ ക്ലേവിംഗ് ഒക്കെ വരുന്നത്, മോയിസ്റ്റ് ഹീറ്റ് ആണ്. അപ്പൊ അതിൽ മോയിസ്റ്റ് ഹീറ്റിൽ തന്നെ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ എബവ് 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ബോയിലിംഗ്, അതുപോലെ തന്നെ ടിൻഡലൈസേഷൻ, ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ ഒക്കെ പറയും. നമ്മളിപ്പോ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മീഡിയസ് ഒക്കെ ഉണ്ടല്ലോ, ലോവൻസ് ജെൻസ് മീഡിയം അല്ലെ, ലോഫ്ലസ് സെറം സ്ലോപ്പ് ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഈ ടിൻഡലൈസേഷൻ അല്ലെങ്കിൽ ഇൻസിപ്പിസേഷൻ ഒക്കെ വെച്ചിട്ടാണ്. ഇൻസിപ്പിസേഷൻ ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി ആണ്, ഒരു 80 to 85 ആ ഒരു റേഞ്ചിലാണ് ടെമ്പറേച്ചർ വരിക. അപ്പൊ അതൊക്കെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. ബോയിലിംഗ് ആയാലും അത് നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ, നോർമൽ ബോയിലിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എബവ് 100 ഡിഗ്രി ആണെങ്കിലാണ് ഓട്ടോക്ലേവ് വരിക. ഓക്കെ, ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ എത്രയാ? ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ ഒന്ന് കമന്റ് ചെയ്തേ, എത്രയാ ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ? അതുപോലെ തന്നെ ഓട്ടോക്ലേവ് ആരാണ് ഡിസ്കവർ ചെയ്തതെന്ന് അറിയാമോ? ഇപ്പൊ നമുക്കറിയാം സ്റ്റെറിലൈസേഷൻ ഒക്കെ ലൂയിസ് പാസർ ആണ്, പക്ഷെ ഓട്ടോക്ലേവ് ഡിസ്കവർ ചെയ്തത് ചാർലിസ് ചേംബർലാൻഡ് ആണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യുക, ചാർലിസ് ചേംബർലാൻഡ് ആണ് ഓട്ടോക്ലേവ് ഡിസ്കവർ ചെയ്തത്. നമുക്കറിയാം 121 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ.
യെസ് 121 ഡിഗ്രി സെൽഷ്യസ് ആണ് ചാർലീസ് ചേംബർലൻ. ഓക്കെ, ചാർലീസ് ചേംബർലാൻ ആണ് ഓട്ടോക്ലേവ് ഡിസ്കവർ ചെയ്തത്. ദെൻ ഹോട്ട് എയർ ഓവൻ നമുക്കറിയാം, ഗ്ലാസ് വെയ്സ്. നമ്മളിപ്പോ ഓട്ടോക്ലേവ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ മീഡിയ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ യൂസ് ചെയ്യാൻ, നമ്മൾ ടിപ്പ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഹോട്ട് എയർ ഓവൻ നമ്മൾ ഗ്ലാസ് വെയ്സ്, നമ്മൾ പിപ്പറ്റ്, മെറ്റൽ ടൂൾസ് ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഹോട്ട് എയർ ഓവൻ വെച്ചിട്ടാണ്. ഫിൽട്രേഷൻ, നമുക്ക് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലിക്വിഡ്സ്, നമ്മൾ വാക്സിൻസ് ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഫിൽട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ റേഡിയേഷൻ, ഗാമ റേസ്, നമ്മൾ മെഡിക്കൽ സപ്ലൈസസ്, അതുപോലെ UV ലൈറ്റ്, സർഫസ്, ആ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് പോരുന്നുണ്ട്. ദെൻ ടിൻഡലൈസേഷൻ, ജോൺ ടിൻഡൽ ആണ് ടിൻഡലൈസേഷൻ ഡിസ്കവർ ചെയ്ത്. നമുക്കറിയാം മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ തന്നെയാണ് ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ബിലോയിൽ വരുന്നതാണ് ഇൻസിപ്പിസേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മീഡിയ, ഇപ്പോൾ ലോഫ്ലർ സെറം ബേസ്ഡ് മീഡിയ, അതുപോലെ തന്നെ എഗ് ബേസ്ഡ് മീഡിയ ഒക്കെ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യാന്ന് ചോദിക്കുകയാണെങ്കിൽ ടിൻഡലൈസേഷൻ ഉണ്ടാവും, ഇൻസിപ്പിസേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിൽ ഫസ്റ്റ് ഇൻസിപ്പിസേഷൻ ആണ് മെയിൻ ആയിട്ട് എടുക്കാറ്. ഇനിയിപ്പോൾ ഓപ്ഷൻസിൽ അതില്ല, ടിൻഡലൈസേഷൻ ആണെങ്കിൽ ടിൻഡലൈസേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഒരിക്കലും ഓട്ടോക്ലേവ് എടുക്കരുത്, ചൂസ് ചെയ്യരുത് കേട്ടോ. ഓപ്ഷൻസിൽ ഓട്ടോക്ലേവ് ഉണ്ടെങ്കിൽ അതല്ല, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മീഡിയ നമ്മൾ അത് ഉപയോഗിക്കില്ല. അതായത് സെറം ബേസ്ഡ്, എഗ് ബേസ്ഡ് മീഡിയസ് ഒക്കെ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് വേണം സ്റ്റെറിലൈസ് ചെയ്യാൻ. ഡിസ്ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിൽ ആരാണ് ഡിസ്ഇൻഫെക്ഷൻ? ഹിസ് ഡിസ്കവേർഡ് ജോസഫ് ലിസ്റ്റർ ആണ്. കൺസിഡർ ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി. ഡിസ്ഇൻഫെക്ഷൻ, കാർബോളിക് ആസിഡ്, ഫീനോൾ ഒക്കെയാണ് നമുക്കറിയാം. മെത്തേഡ് നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾ, ക്ലോറിൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, അതുപോലെ തന്നെ ബോയിലിംഗ് ഒക്കെ വരും, കിച്ചൺ യൂട്ടൻസിൽസ് കാര്യങ്ങളൊക്കെ വരും. ദെൻ ആൽക്കഹോൾ നമ്മൾ സ്കിൻ ആന്റിസെപ്റ്റിക്സ്, അതുപോലെ സർഫസ് ക്ലീനിങ് ഒക്കെ. ക്ലോറിൻ ആണെങ്കിൽ നമുക്ക് വാട്ടർ ഡിസ്ഇൻഫെക്ഷൻ, സർഫസ് ക്ലീനിങ് ഒക്കെ ഉണ്ടാവും. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ മെയിൻ ആയിട്ട് വുണ്ട് ക്ലീനിങ്ങിനൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ സർഫസ് ഡിസ്ഇൻഫെക്ഷൻ ആണ്. ബോയിലിംഗ്, നോർമൽ കിച്ചൺ യൂട്ടൻസിൽസ്, വാട്ടർ ഒക്കെ, അതൊരു സ്റ്റെറിലൈസേഷൻ പ്രക്രിയയല്ല. ഓക്കെ, ദെൻ കെമിക്കൽ മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ എഥിലിൻ ഓക്സൈഡ്, ETO, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള, മോയ്സ്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് പ്ലാസ്റ്റിക്സ്, കാത്തറ്റേഴ്സ്, സ്യൂട്ടേഴ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ETO ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, നമ്മുടെ ലാബിലൊക്കെ, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ. ദെൻ ഗ്ലൂട്രാൽഡിഹൈഡ്, അത് സ്റ്റെറിലൈസേഷൻ ഓഫ് എൻഡോസ്കോപ്സ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി തെറാപ്പി ഇക്വിപ്മെന്റ്. ഓക്കെ, അതൊന്നും നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫോർമാൽഡിഹൈഡ്, അതും നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലെ. എവിടെയാണ്? ഫ്യൂമിഗേഷൻ, നമ്മുടെ ലാബിൽ ഫ്യൂമിഗേഷൻ, നമ്മൾ എപ്പോഴും നമുക്ക് ഒരു ലാബിൽ വൺസ് നമ്മൾ ഫ്യൂമിഗേഷൻ ചെയ്തിരിക്കണം അല്ലെ. സോ യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസിംഗ് റൂംസ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, അതുപോലെ തന്നെ ബയോ സേഫ്റ്റി ക്യാബിനറ്റ്സ്, ഫ്യൂമിഗേഷൻ. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഫോർമാൽഡിഹൈഡ്. അപ്പൊ ഈ കെമിക്കൽസ് ഒന്ന് ഓർത്തിരിക്കുക, എഥിലിൻ ഓക്സൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്. ഇനി ഉണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഓക്കെ, ശരി. പക്ഷേ ഈ ഡിസ്ഇൻഫെക്ഷൻ നമ്മൾ അതിന്റെ എഫക്റ്റീവ്നെസ്സും കൂടി ചെക്ക് ചെയ്യണ്ടേ. നമ്മൾ ചുമ്മാ ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓട്ടോക്ലേവ് തന്നെ നമ്മൾ അതിന്റെ എഫിഷ്യൻസി നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഏതാ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ? നമ്മൾ ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഏതാ? ഒന്ന് കമന്റ് ചെയ്തേ. നമ്മൾ ഓട്ടോക്ലേവില് നമ്മളൊരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ, നമുക്കിപ്പോൾ ഓട്ടോക്ലേവും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ, നമ്മൾ മീഡിയ സ്റ്റെറിലൈസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് ഉറപ്പുവരുത്തണം, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് സ്റ്റെറൈൽ ആവുന്നുണ്ട്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം കിൽ ആവുന്നുണ്ട്, നമുക്ക് ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലെ, അതിന്റെ എഫിഷ്യൻസി നമ്മൾ ചെക്ക് ചെയ്യണം. കാലിബ്രേഷൻ ഒക്കെ നമ്മൾ എല്ലാ എക്യുപ്മെന്റ്സ് ഒക്കെ കാലിബ്രേഷൻ ചെയ്യുന്ന പോലെ തന്നെ. യെസ്, ജിയോബാസിലസ് സ്റ്റീരിയോ തെർമോഫിൽസ് ആണ് അല്ലെ. ജിയോബാസിലസ് സ്റ്റീരിയോ തെർമോഫിൽസ് ആണ് നമ്മൾ ഓട്ടോക്ലേവില് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഓർഗാനിസം കില്ലാവുന്നുണ്ടെന്നൊക്കെ നമുക്കൊരു ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഡിസ്ഇൻഫെക്റ്റന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെസ്റ്റിംഗ് ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ്. അതിൽ വരുന്നതാണ് റേഡിയൽ വാക്കർ, അതുപോലെ തന്നെ ഫീനോൾ കോഎഫിഷ്യന്റ്, ചിക് മാർട്ടിൻ, കെൽസേ സൈക്കസ് ടെസ്റ്റ്, ഇൻ യൂസ് ടെസ്റ്റ് ഒക്കെ. അതിൽ റേഡിയൽ വാക്കർ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ഇൻഫെക്ഷന്റെ എഫിഷ്യൻസി ഫീനോളിന്റെ എഫിഷ്യൻസി വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്. ഫീനോൾ കോഎഫിഷ്യന്റ് ആ റേഷ്യോ എടുക്കുക. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് കോൺസെൻട്രേഷൻ ടു ഫീനോൾ. ആ ഡിസ്ഇൻഫെക്ഷന്റെ കോൺസെൻട്രേഷൻ ഫീനോൾ വെച്ചുള്ള ആ റേഷ്യോ നോക്കിയിട്ട് സാൽമോണല്ല ടൈഫി 10 മിനിറ്റിനുള്ളിൽ കിൽ ചെയ്യുന്ന ആ ഒരു എഫിഷ്യൻസി അവിടെ നോക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫീനോൾ വെച്ചുള്ള കമ്പാരിസൺ. ഓക്കെ, ദെൻ ചിക് മാർട്ടിൻ ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസിൽ അതിന്റെ എഫക്റ്റീവ്നെസ്, ആ ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആക്ടിവിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ചിക് മാർട്ടിൻ ടെസ്റ്റ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസിൽ ആ ഒരു ഡിസ്ഇൻഫെക്റ്റന്റിന്റെ ആക്ടിവിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ദെൻ കെൽസേ സൈക്കസ് ടെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാലം കഴിഞ്ഞ് പോകുമ്പോൾ അതിന്റെ എഫിഷ്യൻസി കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു സസ്പെൻഷൻ ടെസ്റ്റ് ആണിത്. അത് ഡിസ്ഇൻഫെക്റ്റന്റ് എഫിഷ്യൻസി ഓവർ ടൈം കാലക്രമേണ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓവർ ടൈം കഴിയുമ്പോഴുള്ള ആ ഒരു എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നതാണ്. ദെൻ ഇൻ യൂസ് ടെസ്റ്റ്. ഇൻ യൂസ് ഒരു
ആ ഒരു കറക്റ്റ് ഇൻ യൂസ് ആ ഒരു ടൈമിൽ ചെക്ക് ദ ആക്ച്വൽ എഫക്റ്റീവ്നെസ് ഓഫ് എ ഡിസ്ഇൻഫെക്റ്റൻ അണ്ടർ വർക്കിംഗ് കണ്ടീഷൻ. അറ്റ് എ ടൈമിൽ അതിൻ്റെ ഒരു എഫിഷ്യൻസി ആ ഒരു എഫക്റ്റീവ്നെസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഈ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് റിപ്പീറ്റ് ആദ്യം ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റിംഗ് ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് ഒന്ന് ഓർത്തിരിക്കുക. റേഡൽ വാക്ക്, അതുപോലെ തന്നെ ഫീനോൾ കോഎഫിഷ്യൻ, ചിക് മാർട്ടിൻ ടെസ്റ്റ്, കെൽസേ സൈക്കസ് ടെസ്റ്റ്, ഇൻ യൂസ് ടെസ്റ്റ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റും നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ ഓരോ ബാഗിലും എന്തൊക്കെയാണ് വരിക എന്നൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണിത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം യെല്ലോ ബാഗ്. യെല്ലോ ബാഗ് ഈസ് യൂസ്ഡ് ഫോർ ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്. അതുപോലെ തന്നെ സോയിൽഡ് വേസ്റ്റ്, എക്സ്പയർഡ് മെഡിസിൻ, സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഒക്കെ യെല്ലോ ബാഗിലാണ് നിക്ഷേപിക്കേണ്ടത്. ദെൻ റെഡ് ബാഗ്. റെഡ് ബാഗ് എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ലൈക്ക് IV ട്യൂബ്സ്, കാത്തറ്റേഴ്സ് ഒക്കെ റെഡ് ബാഗിലാണ്. ദെൻ വൈറ്റ്, അതായത് ട്രാൻസ്ലൂസൻ, നമ്മൾ ഷാർപ്പ് നീഡിൽസ് ഉണ്ടാവില്ലേ, നീഡിൽസ്, സ്കാർപ്പിൽസ്, അതൊക്കെ വൈറ്റ് ബാഗിലാണ്, വൈറ്റ് കണ്ടെയ്നറിലാണ്. അത്രയും അടച്ചുറപ്പുള്ള കാരണം ബ്ലേഡ്, നീഡിൽസ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് വളരെ കെയർഫുൾ ആയിരിക്കണം. അതുപോലെ ബ്ലൂ ബാഗിലാണെങ്കിൽ നമ്മൾ ബ്രോക്കൺ ആയിട്ടുള്ള വയൽസ്, ആംപ്യൂൾസ്, ഇംപ്ലാന്റ്സ്, നമ്മുടെ സ്ലൈഡ്സ്, ഗ്ലാസ്, ആ ഐറ്റംസ് ഒക്കെയാണ് ബ്ലൂ ബാഗിൽ ഇടാം. ഓക്കെ, അപ്പൊ യെല്ലോ ബാഗിൽ എന്തൊക്കെയാ വരിക? ഇൻഫെക്ഷസ് വേസ്റ്റ്, നമ്മൾ ബാൻഡേജസ്, ഗോസ്, കോട്ടൺ ആൻഡ് അതർ ഒബ്ജക്ട് ഇൻ കോൺടാക്ട് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ്, ഹ്യൂമൻ ബോഡി പാർട്സ് ലൈക്ക് പ്ലാസന്റ ഒക്കെ വരുന്നത് യെല്ലോയിലാണ്. ദെൻ റെഡിൽ ഏതൊക്കെ വരിക? പ്ലാസ്റ്റിക് ആണ്. ശ്രദ്ധിക്കുക, റെഡ് പ്ലാസ്റ്റിക് ആണ്. വേസ്റ്റ് സച്ചസ് കാത്തറ്റേഴ്സ്, ഇഞ്ചക്ഷൻസ്, നീഡിൽ ഉണ്ടാവില്ല, ആ ഒരു സിറിഞ്ചിന്റെ അത് മാത്രം, പ്ലാസ്റ്റിക് ബോഡി മാത്രം. ദെൻ ട്യൂബിങ്സ്, IV ബോട്ടിൽസ് ഒക്കെ വരും. ബ്ലൂ ബാഗിൽ ഓൾ ടൈപ്പ് ഓഫ് ഗ്ലാസ് ബോട്ടിൽസ് ആൻഡ് ബ്രോക്കൺ ഗ്ലാസ് ഒക്കെയാണ് വരിക. ഓക്കെ, ദെൻ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ളത് വരുന്നതാണ്. നമ്മൾ നീഡിൽസ്, വിത്തൗട്ട് സിറിഞ്ച്, ബ്ലേഡ്സ് അങ്ങനെയൊക്കെ വരുന്നതാണ്. ഓക്കെ, വൈറ്റ് ആണ്. വൈറ്റിലാണ് ഈ സിറിഞ്ച്, ബ്ലേഡ്സ് നമ്മളൊക്കെ വരിക. ദെൻ ഗ്രാം സ്റ്റെയിനിങ്. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കഴിഞ്ഞു, നമ്മൾ ഹിസ്റ്ററി കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ സ്റ്റെറിലൈസേഷൻ, അങ്ങനെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി കുറച്ച് നമുക്കൂടി കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്ടീരിയോളജി, വൈറോളജി, പാരസൈറ്റോളജി അങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്ടീരിയോളജിയിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഗ്രാം സ്റ്റെയിനിങ് ആണ് അല്ലെ. നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് ഉണ്ട്, അതുപോലെ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ ഏതൊക്കെ വരിക? ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും ഒക്കെയാണ് വരിക. അപ്പൊ ഗ്രാം സ്റ്റെയിനിങ്, ആരാണ് ഗ്രാം സ്റ്റെയിനിങ് കണ്ടുപിടിച്ചേ? ഒന്ന് കമന്റ് ചെയ്യോ, ആരാ ഗ്രാം സ്റ്റെയിനിങ് കണ്ടുപിടിച്ചത്? ഗ്രാം സ്റ്റെയിനിങ് നമ്മൾ ബാക്ടീരിയോളജി അല്ലെങ്കിൽ നമ്മൾ ലാബ്, മൈക്രോബയോളജി ലാബ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്തിട്ടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് മൈക്രോബയോളജിയിൽ ലാബ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ യെസ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം ആണ്. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ് എന്ന് വെച്ചാൽ ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഗ്രാം പോസിറ്റീവ് ഏത് കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് ഏത് കളർ ആയിരിക്കും? പർപ്പിൾ കളറും. ബാക്കി റിമൈനിങ് ബാക്ടീരിയക്ക് ഗ്രാം നെഗറ്റീവിന് കൗണ്ടർ സ്റ്റെയിന്റെ കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഏതാണ് മോർഡന്റ്? ഗ്രാം സ്റ്റെയിനിൽ ഏത് മോർഡന്റ് ആണ് ആഡ് ചെയ്യുന്നത്? ഏത് മോർഡന്റ് ആണ് ഗ്രാം സ്റ്റെയിനിൽ ആഡ് ചെയ്യുന്നത്? ഏത് മോർഡന്റ് ആണ്? മോർഡന്റ് നമ്മൾ മോർഡന്റ് ആഡ് ചെയ്യുമല്ലോ, നമ്മൾ പ്രൈമറി സ്റ്റെയിനും ആ ഒരു ബാക്ടീരിയ സെല്ലും തമ്മിൽ ഇന്ററാക്ഷൻ. യെസ്, ഗ്രാം സൈഡിൻ. യെസ്, വെരി ഗുഡ്, ഗ്രാം സൈഡിൻ ആണ് അല്ലെ. ദെൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് നമ്മൾ പറഞ്ഞു, പോളേലിച്ചാണ് ഫസ്റ്റ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ദെൻ സിഎൽ നീൽസൺ ഒരു മോഡിഫൈഡ് ചെയ്തു. ആസിഡ് ഫാസ്റ്റ് ബാസിലെ ഏതാണ് നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാസിലെ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. കാർബോൾ ഫ്യൂഷൻ, നമ്മൾ ആസിഡ് ആൽക്കഹോൾ ഒക്കെ വെച്ച് ഡിക്ലറൈസ് ചെയ്ത് ഹീറ്റ് ചെയ്ത് നമ്മൾ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാസിലിനെ കണ്ടുപിടിക്കുന്നത് അല്ലെ. ദെൻ ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് അല്ലെ, ഇന്ത്യ ഇങ്ക്, നിഗ്രോസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ നെഗറ്റീവ് സ്റ്റെയിനിങ് ആണ്. ഈ ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് നെഗറ്റീവ് സ്റ്റെയിനിങ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റണീസ് മെത്തേഡ്, ഹിസ് മെത്തേഡ്, മാനവൽസ് മെത്തേഡ് ഒക്കെ സ്റ്റെയിൻ മെത്തേഡ് ഒക്കെ ഈ ക്യാപ്സൂൾ സ്റ്റെയിനിങ് ആണ് വരിക. അപ്പൊ ഈ പേരൊന്ന് ഓർത്തിരിക്കുക. നെഗറ്റീവ് സ്റ്റെയിനിങ് നമ്മൾ ഇന്ത്യ നിഗ്രോസിന് വെച്ചിട്ടുള്ളതാണ്. ആന്റണീസ് മെത്തേഡ്, ഹിസ് മെത്തേഡ്, മാനവൽസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഒരുപാട് തവണ എക്സാമിന് ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇതിൽ ഏതാണ് ക്യാപ്സൂൾ സ്റ്റെയിനിങ് അല്ലാത്തത്, ഏതാണ് ക്യാപ്സൂൾ സ്റ്റെയിനിങ് ആയത്, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 4 ഓപ്ഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് സ്റ്റെയിനിങ് മാത്രമായിരിക്കും, ചിലപ്പോൾ ക്യാപ്സൂൾ നമ്മളൊരു ക്ലിയർ ഹാലോ ഒക്കെ പോലെ കാണാറുണ്ട് അല്ലെ, ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഡാർക്ക് ആയിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? എന്താ ക്ലിയർ ഹാലോ ഈ ബാക്ടീരിയ എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് സ്റ്റെയിനിങ് ഈ ഇന്ത്യ ഇങ്ക് അല്ലെങ്കിൽ നിഗ്രോസിന് എന്തുകൊണ്ട് എടുക്കാത്തെ? അതുകൊണ്ട് സ്റ്റെയിൻ അതിനെന്താ എടുക്കാത്തെ? അത് ക്ലിയർ ഹാലോയിട്ട് ചുറ്റുമാണ് ഫുള്ള് ബ്ലാക്ക് കളർ അല്ലെ. അത് എന്തുകൊണ്ടാ ബാക്ടീരിയ ഈ ഇന്ത്യ ഇങ്ക് അല്ലെങ്കിൽ നിഗ്രോസിന് എന്തുകൊണ്ട് എടുക്കാത്തത്? എന്താ ചാർജ്? ഇത് ഏത് സ്റ്റെയിനാ? ഈ ഇന്ത്യ ഇങ്ക് നിഗ്രോസ് എന്നൊക്കെ പറഞ്ഞ ഏത് സ്റ്റെയിനാണ്? ഏത് ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ആണ്? ആസിഡ് ആണോ ബേസിക് ആണോ? യെസ്, റിപ്പൽ ചെയ്യും. എന്തുകൊണ്ടാണ് റിപ്പൽ ചെയ്യുന്നത്? ബാക്ടീരിയയ്ക്കും നെഗറ്റീവ് ചാർജ് ആണ്. ഈ ഇന്ത്യ ഇങ്ക് നിഗ്രോസ് എന്നൊക്കെ പറയുന്ന ഈ സ്റ്റെയിനും നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? നെഗറ്റീവ് വരുമ്പോൾ റിപ്പൽ ചെയ്യും. അതുകൊണ്ടാണ്. അപ്പൊ ഈ ബാക്കി പേരൊന്നും ഓർത്തിരിക്കുക. നെഗറ്റീവ് സ്റ്റെയിനിങ്, ആന്റണീസ് മെത്തേഡ്, ഹിസ് മെത്തേഡ്, മാനവൽ സ്റ്റെയിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം.
മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾ. ഏത് ബാക്ടീരിയയിലെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾ ഉള്ള? കോർണി ബാക്ടീരിയ ഡിഫ്തീരിയൽ ആണ് അല്ലെ. നമ്മൾ ആൽബർട്ട് സ്റ്റെയിൻ, നീസർ സ്റ്റെയിൻ, പോണ്ടർ സ്റ്റെയിൻ ഒക്കെ ഈ മെറ്റാക്രോമാറ്റിക് ഗ്രാനുളിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. ദെൻ ഫ്ലജല്ല സ്റ്റെയിൻ. ഫ്ലജല്ല സ്റ്റെയിനിൽ വരുന്നതാണ്, അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്ന് വെറ്റ് മൗണ്ട് മെത്തേഡും ഒന്ന് ഡ്രൈഡ് സ്മിയറും. വെറ്റ് മൗണ്ട് വരുന്നതാണ് റൈ മെത്തേഡ്. ദെൻ ലീസൺസ് അല്ലെങ്കിൽ ഗ്രേ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഡ്രൈ സ്മിയർ. ഓക്കെ, പ്രോട്ടിയസ്, സുഡോമോണാസ്, ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലജല ഒക്കെ അറിയാലോ അല്ലെ, നമ്മളിപ്പോൾ നോക്കുമൊന്നൂടെ. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റെയിനിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മോർഫോളജി പരമായിട്ട് എന്തൊക്കെയുണ്ട്? കോക്കെ, ബാസിലെ, അതുപോലെ തന്നെ വിബ്രിയോ അല്ലെങ്കിൽ സ്പൈറല, സ്പൈറോചീറ്റ്സ്, കൊക്കോ ബാസിലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലെ മോർഫോളജിയുടെ ബേസിൽ. ഇനി നമുക്ക് ഓക്സിജൻ റിക്വയർമെന്റ് ബേസിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? ഒബ്ലിഗേറ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാക്കൾട്ടേറ്റീവ് എയറോബ്, അനിറോബ്, എയറോബിക് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ എയറോഫിൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്നതാണ് ഒബ്ലിഗേറ്റ് എയറോബ്. ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ലിഗേറ്റ് എന്ന് വെച്ചാൽ ഓക്സിജൻ കൂടിയേ തരൂ. റിക്വയർ ഓക്സിജൻ, അതിന് ഓക്സിജൻ കൂടിയേ തരുള്ളൂ. ഓക്കെ, cannot grow without oxygen. ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ചാൽ മതി, അതിനകത്ത് മസ്റ്റ് ആയിട്ട് അതിന് വേണം. ഓക്കെ, നമ്മൾ മൈക്രോബാക്ടീരിയം, ട്യൂബർക്കുലോസിസ്, സ്യൂഡോമോണാസ്, എയറോജിനസ് ഒക്കെയാണ് ഒബ്ലിഗേറ്റ് എയറോബിന് എക്സാമ്പിൾ. ദെൻ ഫാക്കൾട്ടേറ്റീവ് എനറോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോ വിത്ത് ഓർ വിത്തൗട്ട് ഓക്സിജൻ ആണ്. ഓക്കെ, ഫാക്കൾട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രോ വിത്ത് ഓർ വിത്തൗട്ട് ആണ്. സോ പ്രിഫർ ഓക്സിജൻ ബട്ട് ക്യാൻ സ്വിച്ച് ടു എനറോബിക് റെസ്പിറേഷൻ ഓർ ഫെർമെന്റേഷൻ. ഓക്കെ, ഇതിൽ എക്സാമ്പിൾ പറയുന്നത് ഇക്കോളെ, സ്റ്റാഫോറേസ് ഒക്കെയാണ് ഫാക്കൾട്ടേറ്റീവ് എനറോബിന് എക്സാമ്പിൾ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഒബ്ലിഗേറ്റ് അനറോബ്. അപ്പൊ നമ്മൾ ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് അവർക്ക് ഓക്സിജൻ കൂടിയേ തീരുള്ളൂ, അല്ലാതെ പറ്റില്ല. അപ്പൊ ഒബ്ലിഗേറ്റ് അനറോബ് എന്തായിരിക്കും? അതിന് പറ്റില്ല അല്ലെ, ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് കില്ലാവും. ഓക്കെ, സെലാക് എൻസൈം, സെഡിറ്റോക്സ് ഓക്സിജൻ ബൈ പ്രൊഡക്റ്റ്, ക്ലോസ്ട്രീഡിയം ബോട്ട്ലിനം, അതുപോലെ ബാക്ടീരിയോഡസ് ഫ്രജിലിസ് ഒക്കെയാണ് നമ്മൾ ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള എനറോബിന് എക്സാമ്പിൾ. ഇനി എയറോ ടോളറന്റ്. എയറോ ടോളറന്റ് എന്ന് വെച്ചാൽ എന്താ? ആ പേരിലുണ്ട് എയറോ ടോളറന്റ്. അത് ഓക്സിജൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ടോളറേറ്റ് ദ പ്രസൻസ്. എയറോ ടോളറന്റ്, എയറിന് ആ ഒരു ഓക്സിജൻ ആവശ്യമൊന്നുമില്ലെങ്കിലും അവർക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൈക്രോ എയറോഫിൽസ്. കുറച്ച് ഓക്സിജൻ മതി, റിക്വയർ ലോ ഓക്സിജൻ ലെവൽ, ഒരു 2 to 10% ഓക്സിജൻ ലെവൽ മതിയാവും അവർക്ക്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഫാക്കൾട്ടേറ്റീവും ഒബ്ലിഗേറ്റും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കൂടിയേ തരുള്ളൂ. ഒബ്ലിഗേറ്റ് അനറോബ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ വേണ്ട, ഓക്സിജൻ ഉണ്ടായ അവർക്ക് ഇല്ലാവും. ഓക്കെ, ഇനി എയറോ ടോളറന്റും അതുപോലെ തന്നെ മൈക്രോ എയറോഫിൽസ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം, നമുക്ക് ടെമ്പറേച്ചറിന്റെ ബേസിൽ സൈക്ലോഫൈൽസ്, അതായത് 0 to 15 ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ വരുന്നതാണ്. ദെൻ സൈക്ലോട്രോപ്സ് ആണെങ്കിൽ 20 to 30. ഓക്കെ, മീസോഫിൽ പറയുമ്പോൾ 25 to 40 ആണ്. ഇതാണ് മോസ്റ്റ് ഓഫ് ഹ്യൂമൻ പാത്തോജൻസ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ പാത്തോജൻസ് വരുന്നത് ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ്. നമ്മുടെ ഒരു നിയർ ബോഡി ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ്. തെർമോഫൈൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 45 to 70. ഹൈപ്പർ തെർമോഫൈൽസ് എബവ് 70 ആണ്, ഒരു 80 എബവ് ഒക്കെ വരും. അപ്പൊ സൈക്ലോഫൈൽസ്, സൈക്ലോട്രോപ്സ്, മീസോഫൈൽസ്, തെർമോഫൈൽസ്, ഹൈപ്പർ തെർമോഫൈൽസ്. അപ്പൊ ഇതിൽ നമ്മൾ ഹ്യൂമൻ പാത്തോജൻസ് വരുന്നത് ഈ മീസോഫൈൽസിലാണ്. 25 to 40 ആ ഒരു റേഞ്ചിലാണ് വരിക, അതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, മീസോഫൈൽസിലാണ് മോസ്റ്റ് ഓഫ് ഹ്യൂമൻ പാത്തോജൻസ് വരിക. ഇനി നമ്മുടെ ഫ്ലജല്ല. അപ്പൊ ഫസ്റ്റ് ഇതേതാണ്? ഏത് ഫ്ലജല്ല ടൈപ്പ് ആണിത്? മോണോട്രൈക്കസ് ആണ് അല്ലെ, മോണോട്രൈക്കസ് ആണ്, സിംഗിൾ ഫ്ലജലറ്റ് വൺ സൈഡ്. ഇനി രണ്ടാമത്തെ ലോഫോട്രൈക്കസ് ആണ്, കഫ്റ്റോ ഫ്ലജലറ്റ് വൺ എൻഡ്. ലൈക്ക് നമുക്ക് എന്താ പറയാ, ഒരു ചൂലിന്റെ ഒക്കെ പോലെ ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ ഫ്ലജല. സൂഡോമോണാസ് ഫ്ലൂറസൻസ് ആണ് എക്സാമ്പിൾ വരുന്നത്. മോണോട്രൈക്കസിൽ വരുന്നതാണ് വിബ്രിയോ കോളറ. ഇതെന്ന് പറഞ്ഞാൽ ആംഫിട്രൈക്കസ് ആണ്, രണ്ട് സൈഡിലും ഓരോന്ന് വീതം. നമ്മൾ മിഠായിന്റെ ഒക്കെ പോലെ, മിഠായിന്റെ രണ്ട് സൈഡിൽ ഇങ്ങനെയുള്ള പോലെയാണ് ഈ ആംഫിട്രൈക്കസ് വരുന്നത്. അക്വാ സ്പൈറലും സെർപ്പൻസ് ആണ് ഇതിന് എക്സാമ്പിൾ. ദെൻ പെരിട്രൈക്കസ് ഫ്ലജല, ചുറ്റും ഫ്ലജല ത്രോട്ട് സെല്ലാണ്. സാൽമോണല, ടൈഫി, ഇക്കോളെ ഒക്കെ ഈ പെരിട്രൈക്കസ് ഫ്ലജലക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ്, ദെൻ പെരിട്രൈക്കസ്. ഓക്കെ, അപ്പോ ഇത് ഒന്നും കൂടി ഇമേജ് കാണിച്ചതാണ്. അപ്പൊ ഇത് ഏതായിരുന്നു? എട്രൈക്കസ് ആണ്, നോ ഫ്ലജല. ഏതൊക്കെയാണ് ഫ്ലജൽ ഇല്ലാത്ത ബാക്ടീരിയക്ക് എക്സാമ്പിൾ? ഏതൊക്കെയാണ്? ഒരു 2 എക്സാമ്പിൾ പറഞ്ഞേ. അപ്പൊ മോണോട്രൈക്കസ് നമ്മൾ പറഞ്ഞു വിബ്രിയോ കോളറ, ലോഫോട്രൈക്കസ് പറഞ്ഞു, അതുപോലെ തന്നെ ആംഫിട്രൈക്കസ് പറഞ്ഞു അക്വാസ്പൈറലം, പെരിട്രൈക്കസ് നമ്മൾ പറഞ്ഞു സാൽമോണല്ല, ടൈഫി, ഇക്കോളെ ഒക്കെ പറഞ്ഞു. എട്രൈക്കസ് എന്ന് വെച്ചാൽ ഫ്ലജൽ ഇല്ല, നോൺ മോട്ടൈൽ ആണ് അവര്. ഏതാണ് എട്രൈക്കസ് ഫ്ലജലക്ക് എക്സാമ്പിൾ? ഏതാണ് എട്രൈക്കസ് ഫ്ലജലക്ക് എക്സാമ്പിൾ? മോട്ടൈൽ, നോൺ മോട്ടൈൽ ആയിട്ടുള്ള ബാക്ടീരിയ ഏതൊക്കെയാ? ക്ലെപ്സീലിയ ഉണ്ട്, കോർണി ബാക്ടീരിയ, ഡിഫ്തീരിയ അല്ലെ, ഷിഗല്ല ഒക്കെ എട്രൈക്കസ് ഫ്ലജലക്ക് എക്സാമ്പിൾ ആണ്. ഒന്ന് നോട്ട് ചെയ്യുക, എട്രൈക്കസ് അതായത് നോൺ മോട്ടൈൽ, മോട്ടിലിറ്റി ഇല്ല. ഓക്കെ, കോർണി ബാക്ടീരിയ ഒക്കെ വരും. നെക്സ്റ്റ് കൾച്ചർ മീഡിയ.
കൾച്ചറൽ മീഡിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മീഡിയ ഒക്കെ കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം സിമ്പിൾ മീഡിയ. എക്സാമ്പിൾ വരുന്നത് ന്യൂട്രിയൻ ബ്രോത്ത്, ന്യൂട്രിയൻ അഗാർ ആണ്. അതിൽ പർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബേസിൽ ആയിട്ടുള്ള ഒരു നോൺ ഫാസ്റ്റിഡീസ് അല്ല, നോർമലി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മീഡിയ. എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുമ്പോൾ സെലനേറ്റ് എഫ് ബ്രോത്ത്, സാൽമോണലയ്ക്കാണ്. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ, വിബ്രിയോ കൊളറയ്ക്കാണ്. അതുപോലെ ടെട്രാ തയോണേറ്റ് ബ്രോത്ത്, അത് സാൽമോണല ഷിഗല്ലയ്ക്കാണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യണേ. സെലനേറ്റ് എഫ് ബ്രോത്ത്, അതുപോലെ തന്നെ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ വിബ്രിയോ കൊളറയ്ക്കാണ്. അതുപോലെ തന്നെ ടെട്രാ തയോണേറ്റ് ബ്രോത്ത് സാൽമോണലയ്ക്കും ഷിഗല്ലയ്ക്കുമാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ എൻഹാൻസ് ചെയ്യാം എൻറിച്ച്മെന്റ്. നമ്മൾ ഒരു നേരത്തെ ബേസൽ മീഡിയ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, സിമ്പിൾ മീഡിയ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ ഇവിടെ എന്താ പറയുക, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള കുറച്ച് ഓർഗാൻസ്, നമുക്ക് ഇന്ന ഓർഗാൻസ് വളർത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ ഒന്ന് ഇൻഹിബിറ്റ് ചെയ്ത് ആ രീതിക്ക് വളർത്താനാണ്. ദെൻ എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുമ്പോൾ സോളിഡ് മീഡിയ ആണ്. എൻറിച്ച്മെന്റ് ലിക്വിഡ് മീഡിയ ആണ്. അപ്പൊ ഇതില് ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ഫാസ്റ്റിഡിയസ് ആയിട്ടുള്ള ഓർഗാൻസ് കുറച്ച് എക്സ്ട്രാ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ അത് എൻറിച്ച്മെന്റിലാണ് വരിക. ബ്ലഡ് അഗാർ ഹീറ്റ് ചെയ്താണ്, ചോക്ലേറ്റ് അഗാർ. ദെൻ അതുപോലെ തന്നെ ഡോർസെറ്റ് എഗ് മീഡിയം, ലൊഫ്ലർ സെറം സ്ലോപ്പ്. ഏത് ബാക്ടീരിയക്കാ ലൊഫ്ലർ സെറം സ്ലോപ്പ്? ലൊഫ്ലർ സെറം സ്ലോപ്പ് നമ്മൾ ഇൻസിപ്പിസേഷൻ വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഏത് ബാക്ടീരിയക്കാ ലൊഫ്ലർ സെറം സ്ലോപ്പ് ഉപയോഗിച്ച് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്? ഏത് ബാക്ടീരിയക്കാ ലൊഫ്ലർ സെറം സ്ലോപ്പ്? കോർണി ബാക്ടീരിയം. ദെൻ ലോവൻസൺ ജെൻസൺ മീഡിയം, എൽ ജെ മീഡിയം എന്തിനായിരുന്നു? യെസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസ് ആണ് അല്ലെ. അതുപോലെ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ, ഇതൊക്കെ എൻറിച്ച്മെന്റ് മീഡിയക്ക് എക്സാമ്പിൾ ആണ്. നമുക്ക് ഫാസ്റ്റിഡിയസ് ആയിട്ടുള്ള ഓർഗാൻസ് വളർത്തണം. അതപ്പോൾ നമ്മൾ എക്സ്ട്രാ കുറച്ച് സെറം, അതുപോലെ എഗ്, അങ്ങനെയൊക്കെ ബ്ലഡ് ഒക്കെ കൊടുത്ത് അങ്ങനെ എക്സ്ട്രാ കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്ത് ഫാസ്റ്റിഡിയസ് ആയിട്ടുള്ള ഓർഗാൻസ് അങ്ങ് വളർത്തിയെടുക്കുന്നു. ഓക്കെ, ഇനി സെലക്റ്റീവ് മീഡിയ TCBS ഏതിനായിരുന്നു? വിബ്രിയോ കോളറെ. അതുപോലെ തയർ മാർട്ടിൻ മീഡിയം നീസേരിയ ഗൊണറയ്ക്കാണ്. മെക്കോങ്കി ഗ്രാം നെഗറ്റീവ് എൻട്രിക്കസ് ആണ്. അതുപോലെ തന്നെ ഇയോസിൻ മെഥിലിബ്ലു EMB. അതുപോലെ സ്ട്രിക്രോസ് മീഡിയം കാമ്പൈലോ ബാക്ടർ ആണ്. അതുപോലെ ഫ്ലെച്ചേഴ്സ് മീഡിയം ലെപ്റ്റോസ്പൈറക്കാണ്. അതൊരു റാബിറ്റ് സെറം ഒക്കെ ഉള്ള ഒരു മീഡിയ ആണ്. സെമി സോളിഡ് മീഡിയ ആണ് ഈ ഫ്ലെച്ചേഴ്സ് മീഡിയ എന്ന് പറഞ്ഞാൽ. അത് സെലക്റ്റീവ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഇന്ന ബാക്ടീരിയനെ വേണ്ടുള്ളൂ, അപ്പൊ അവരെ മാത്രം വളർത്തി ബാക്കിയുള്ളതിനൊക്കെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ രണ്ടും വളരും, അവിടെ അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആണോ നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആണോ നോക്കും. അപ്പൊ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആയിട്ടുള്ളത് മെക്കോങ്കി കളറിൽ പിങ്ക് കളറും ബാക്കി ഒരു പിങ്ക് കളറിലും കാണപ്പെടുന്നു. EMB ആണെങ്കിൽ ഇക്കോളയ്ക്ക് ഗ്രീൻ, ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ മെറ്റാലിക് ഷെയ്ൻ ഒക്കെ കാണപ്പെടും. ബ്ലഡ് അഗർ നമ്മളൊരു ഹീമോലൈസിസ് പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതാണ് ഡിഫറൻഷ്യൽ മീഡിയ. ദെൻ നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് മീഡിയ. നമുക്ക് ഒരു മൈക്രോബ്സിന്റെ വയബിലിറ്റി അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് നമുക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലെ. അത് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും നടക്കാതെ, അത് കില്ലാവാതെ ഇരുന്ന് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയ ഉപയോഗിക്കുന്നത്. കാരി ബ്ലെയർ മീഡിയ സാൽമോണല ഷിഗല്ലയ്ക്കാണ്. ഈ സാൽമോണലയ്ക്കുള്ള നേരത്തെ നമ്മൾ പറഞ്ഞൊരു എൻറിച്ച്മെന്റ് മീഡിയ ഉണ്ടായിരുന്നല്ലോ, അതേതായിരുന്നു? ഒരു ബ്രോത്ത്. സാൽമോണലയ്ക്കുള്ള എൻറിച്ച്മെന്റ് ഏതായിരുന്നു? ഏത് ബ്രോത്ത് ആയിരുന്നു? ഒരു എൻറിച്ച്മെന്റ് ബ്രോത്ത് നമ്മൾ പറഞ്ഞിരുന്നു സാൽമോണലയ്ക്ക്. ഏതായിരുന്നു? നമ്മൾ വിബ്രിയോയ്ക്കും സാൽമോണലയ്ക്കും ഒക്കെ നമ്മളൊരു ബ്രോത്ത് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? സെലനേറ്റ് എഫ് ബ്രോത്ത്, യെസ്. അതുപോലെ തന്നെ വിബ്രിയോ കൊളറയ്ക്ക് ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ അല്ലെ, ഒന്ന് ഓർത്തിരിക്കാം. സ്റ്റുവർട്ട് മീഡിയം നീസേരിയ ഗൊണറയ്ക്കാണ്. നീസേരിയ ഗൊണറയ്ക്കുള്ള സെലക്റ്റീവ് മീഡിയ ഏതായിരുന്നു? നീസേരിയ ഗൊണറയ്ക്കുള്ള സെലക്റ്റീവ് മീഡിയ നമ്മൾ ഇപ്പൊ തന്നെ കണ്ടു, ഒരു T വെച്ച് തുടങ്ങുന്ന. ഏതായിരുന്നു നീസേരിയ ഗൊണറയ്ക്കുള്ള സെലക്റ്റീവ് മീഡിയ? ഏത് മീഡിയ ആയിരുന്നു? നീസേരിയ ഗൊണറയ്ക്കുള്ള ട്രാൻസ്പോർട്ട് മീഡിയ ആണ് സ്റ്റുവർട്ട് മീഡിയ. നമ്മളൊരു സെലക്റ്റീവ് മീഡിയ പറഞ്ഞിരുന്നു നീസേരിയ ഗൊണറയ്ക്ക്, തയർ മാർട്ടിൻ മീഡിയ അല്ലെ. ഈ സ്റ്റുവർട്ട് മീഡിയ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ആമീസ് മീഡിയം. ദെൻ TCBS അല്ല, TCBS നമ്മൾ വിബ്രിയോ കോളറയ്ക്കാണ്. ഓക്കെ, തെറ്റിക്കരുത്. TCBS നമ്മൾ വിബ്രിയോ കോളറയ്ക്കാണ്. നീസേരിയക്ക് നമ്മൾ തയർ മാർട്ടിൻ മീഡിയ ആണ്, ഒന്ന് ഓർത്തിരിക്കുക. VR വെങ്കട്ടരാമൻ രാമകൃഷ്ണ മീഡിയം, അത് വിബ്രിയോ കോളറയ്ക്കുള്ളതാണ്. ഇനി അനറോബിക് മീഡിയ RCM റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് ബ്രോത്ത്, അതുപോലെ തന്നെ തയോഗ്ലൈക്കോലേറ്റ് ബ്രോത്ത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ മീഡിയ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ഷുഗർ TSI നമുക്കറിയാം. അതിൽ എന്തൊക്കെയുണ്ട്? ഗ്ലൂക്കോസ്, ലാക്ടോസ്, സൂക്രോസ് ഉണ്ട്. ഗ്ലൂക്കോസ് 0.1% ആണ്, ബാക്കി ലാക്ടോസും സൂക്രോസും 1% വീതമാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഏതാ? ഈ TSIയിലും യൂറിയസ് അഗാറിലും ഒരു സെയിം ഇൻഡിക്കേറ്റർ ആണ്. ഏതായിരുന്നു ഇൻഡിക്കേറ്റർ? TSIയിലും യൂറിയസ് അഗാറിലും ഫീനോൾ റെഡ് ആണ് ഇൻഡിക്കേറ്റർ. യൂറിയസ് അഗാറിലാണെങ്കിൽ അവിടെ യൂറിയസ് പ്രൊഡക്ഷൻ അനുസരിച്ച് അമോണിയ ഉണ്ടാവുമ്പോൾ pH കൂടി ഫീനോൾ റെഡിന്റെ കളർ മാറുന്നു അല്ലേ. നമ്മൾ TSIയിൽ നമുക്കറിയാം ആസിഡ് സ്ലാൻഡ്, ആൽക്കലൈൻ ബഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ഇൻഡിക്കേറ്റർ ആ ഒരു ചേഞ്ച് pH ചേഞ്ച് അനുസരിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ മാനിറ്റോൾ സോൾട്ട് അഗർ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ മീഡിയ പഠിച്ചു? ഫസ്റ്റ് നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള മീഡിയ, അതുപോലെ തന്നെ എൻറിച്ച്ഡ് മീഡിയ, അതുപോലെ എൻറിച്ച്മെന്റ് മീഡിയ, സെലക്റ്റീവ് മീഡിയ,
അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ബ്രോമോതൈമോൾ ബ്ലൂ അല്ല, നമ്മൾ ഫിനോൾ റെഡ് ആണ്. ഓക്കെ, ഫിനോൾ റെഡ് ആണ് ഇൻഡിക്കേറ്റർ. ബ്രോമോതൈമോൾ ബ്ലൂ ഏതിലായിരുന്നു? അത് സിമൻ സിട്രേറ്റ് അല്ലേ? നമ്മൾ ഇംബിക് പഠിച്ചപ്പോൾ നമ്മൾ സിമൻ സിട്രേറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് മൈക്രോസ്കോപ്സ് നോക്കുവാണെങ്കിൽ റെസൊല്യൂഷൻ എന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഡിപ്പെൻഡ് ഓൺ ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. ദെൻ ഓയിൽ ഇമേർഷൻ 100x ഇൻക്രീസസ് റെസൊല്യൂഷൻ ബൈ റിഡ്യൂസിങ് ലൈറ്റ് റിഫ്രാക്ഷൻ. ഇനി മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ടോട്ടൽ ഒബ്ജക്റ്റീവ് ലെൻസ് ഇൻറ്റു ഐ പീസ് ലെൻസ് ആണ് മാഗ്നിഫിക്കേഷൻ. ബ്രൈറ്റ് ഫീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ്. അതിന്റെ പ്രിൻസിപ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. ബ്രൈറ്റ് ഫീൽഡിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ്, ഡാർക്ക് ഫീൽഡിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്. ഒന്ന് ശ്രദ്ധിക്കുക, ബ്രൈറ്റ് ഫീൽഡിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ്, ഡാർക്ക് ഫീൽഡിൽ എന്താണ്? റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്. അതായത് സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ് അതിന് മാത്രമാണ് ഫ്രം സ്പെസിമെൻ ആ ലെൻസിലോട്ട് എൻ്റർ ചെയ്യുന്നത് സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ് ആണ്. ബ്രൈറ്റ് ഫീൽഡിൽ നേരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡാർക്ക് ഫീൽഡിൽ ഒരു ബ്രൈറ്റിൽ നമ്മൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഓർഗാനിസം ബ്രൈറ്റ് ആയിട്ട് കാണും. നേരത്തെ അങ്ങനെയല്ല, നമ്മൾ ഡാർക്ക് കളർ ആയിരിക്കും കാണപ്പെടുക അല്ലേ? ഓക്കെ, ഇനി ഫേസ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഇതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് തിക്നെസ് ഉള്ളതുണ്ടാവും അല്ലെ? അപ്പൊ അതിൽ തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ ഒരു ഫേസ് ഷിഫ്റ്റ് ഒക്കെ അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും. കൺവേർട്ട് ഫേസ് ഷിഫ്റ്റ് ഇൻ ടു ലൈറ്റ് ബ്രൈറ്റ്നസ് ടു കോൺട്രാക്ട്. നമ്മൾ വിഷ്വലൈസിങ് നമ്മൾ സ്റ്റെയിൻ ചെയ്യാതെ തന്നെ നമുക്ക് ലൈവ് ആയിട്ട് തന്നെ നമുക്ക് സെൽസിനെ കാണാൻ വേണ്ടി പറ്റും. ദെൻ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി ആണ് ഫ്ലൂറോക്രോം സ്ട്രെയിൻ സ്പെസിമെൻ എമിറ്റ് ലൈറ്റ് ആൻഡ് എക്സൈറ്റഡ് ബൈ UV അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ്. നമ്മൾ ആ ഒരു എമിഷൻ അതിന്റെ ഒരു പ്രോപ്പർട്ടി അനുസരിച്ചാണ് നമ്മൾ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി ഉപയോഗിക്കുന്നത്. ദെൻ സ്പെസിമെൻ അപ്പിയേഴ്സ് ബ്രൈറ്റ് അഗൈൻസ്റ്റ് ദ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. അതിപ്പോ ഒരു സെല്ലിൽ തന്നെ നമുക്ക് നമ്മളിപ്പോൾ ഒരു ഫ്ലൂറോക്രോം സ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ ഒരു സെല്ലിനെ നമുക്ക് ഇപ്പോൾ ക്രിസ്റ്റൽ വൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ബ്രൈറ്റ് ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഒറ്റ സ്റ്റെയിൻ അങ്ങ് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ അല്ലേ? പക്ഷേ ഫ്ലൂറസെൻസിൽ നമുക്ക് ഒരു ഫ്ലൂറോക്രോം സ്റ്റെയിൻ ചെയ്താണെങ്കിൽ നമുക്ക് ഒരു സെല്ലിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു കുഞ്ഞു പാർട്സ് ഒക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ആരായിരുന്നു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി കണ്ടുപിടിച്ചേ? നമ്മൾ ഫസ്റ്റ് ബാക്കിലോട്ട് ഹിസ്റ്ററി പഠിച്ചപ്പോൾ പറഞ്ഞു. നമ്മൾ മൈക്രോസ്കോപ്പിയുടെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആരാ കണ്ടുപിടിച്ചത്? 1931 കണ്ടുപിടിച്ചത്. ആരായിരുന്നു കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി? 2 ടൈപ്പ് ഉണ്ട് അല്ലേ? ട്രാൻസ്മിഷൻ ഉണ്ട്, അതുപോലെ സ്കാനിങ് ഉണ്ട്. യെസ്, ഏണസ്റ്റ് റസ്കാൻ മാക്സ്നോൾ ആണ്. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി കണ്ടുപിടിച്ചത് നമ്മളൊരു ഇന്റേണൽ അതായത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ TEM അതായത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. അതല്ല സർഫസ് ഒരു 3D സർഫസ് ഇമേജിംഗ് ആണ് വേണ്ടതെങ്കിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്റേണൽ അൾട്രാ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെങ്കിൽ ട്രാൻസ്മിഷനും നമ്മൾ 3D ബാക്കി ഇമേജ് ഒക്കെ ആണെങ്കിൽ സ്കാനിങ്ങും ആണ് ഉപയോഗിക്കുന്നത്. ഇനി ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ്, അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഏത് മീഡിയ നമ്മൾ എന്താ ഉപയോഗിക്കാറ്? ആ ഒരു മെത്തേഡ് കിർബി ബോർസ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ മുള്ളർ ഹിൻഡൻ അഗാറാണ്. അതിന്റെ pH വരുന്നത് 7.2 to 7.4 ആണ്. അപ്പൊ മുള്ളർ ഹിൻഡൻ അഗാറാണ്, ഓർത്തിരിക്കുക. കിർബി ബോർസ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. ഇനി നമ്മളൊരു ഡിസ്ക് ഉപയോഗിക്കല്ലോ, നമ്മൾ ആന്റിബയോട്ടിക് ഡിസ്ക് ഉപയോഗിക്കല്ലോ. അതിന്റെ ഡയമീറ്റർ വന്നിട്ട് 6 mm ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, അതിന്റെ ഡയമീറ്റർ 6 mm ആണ്. നമ്മൾ ആ ഒരു സോൺ നമ്മൾ മെഷർ ചെയ്യും അല്ലെ? നമ്മൾ ഒരു ലോൺ കൾച്ചർ ഉണ്ടാക്കി, നമ്മൾ മുള്ളർ ഹിൻഡൻ അഗാർ ലോൺ കൾച്ചർ ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഡിസ്ക് വെക്കുന്നു, ഇൻക്യുബേറ്റ് ചെയ്യുന്നു. നമ്മളൊരു 35 to 37 ഡിഗ്രിയിലാണ് നമ്മൾ 16 to 18 hours കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഡയമീറ്റർ അളക്കും. ഡയമീറ്റർ അളന്നിട്ടാണ് നമ്മളത് റെസിസ്റ്റന്റ് ആണോ, സസെപ്റ്റബിൾ ആണോ, അതോ ഇന്റർമീഡിയറ്റ് റെസ്പോൺസ് ഒക്കെയാണോ നോക്കുന്നത്. അപ്പൊ അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്, ക്ലിനിക്കൽ ആൻഡ് ലബോറട്ടറി സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് CLSI. ആ ഒരു അതിന്റെ ബേസിലാണ് നമ്മൾക്ക് റിസൾട്ട് കിട്ടി. അപ്പൊ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ അത് അളന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ റെസിസ്റ്റന്റ് ആണോ അതോ സസെപ്റ്റബിൾ ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് വെക്കുക, ഡിസ്കിന്റെ ആ ഒരു ഡയമീറ്റർ വരുന്നത് 6 mm ആണ്. മുള്ളർ ഹിൻഡൻ അഗാർ ആണ് യൂസ് ചെയ്യുന്നത്. കിർബി ബോറസ് മെത്തേഡ് അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇംബിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഇംബിക് എന്തിനാ, ഏത് ബാക്ടീരിയക്കാ, ഏത് ടൈപ്പ് ഓഫ് ഫാമിലിക്കാ നമ്മൾ ഇംബിക് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്? ഏത് ടൈപ്പ് ഓഫ് ആ ഒരു ഫാമിലി, ഏത് ഫാമിലിക്ക് വേണ്ടിയിട്ടാ ഇംബിക് യൂസ് ചെയ്യുന്നത്? എൻട്രോബാക്ടീരിയസൊക്കെയാണ് അല്ലെ? ഇൻഡോൾ, മീഥിലിഡ്, വോഗോസ് പ്രൊസ്കസ് സിട്രേറ്റ്. അതിൽ ഇൻഡോളിൽ യൂസ് ചെയ്യുന്ന മീഡിയ ഏതാണ്? പെപ്റ്റോൺ വാട്ടർ അല്ലെങ്കിൽ ട്രിപ്റ്റോൺ ബ്രോത്ത് ആണ്. അതിൽ വരുന്ന ബയോകെമിക്കൽ റിയാക്ഷൻ നമ്മൾ ഈ ട്രിപ്റ്റോഫാൻ, ഇവിടെ ട്രിപ്റ്റോൺ ബ്രോത്ത് ആണല്ലോ, നമ്മൾ ഈ ട്രിപ്റ്റോഫാനേസ് എൻസൈം ഉപയോഗിച്ചിട്ട് ഇൻഡോൾ പൈറുവേറ്റ് അമോണിയ ആക്കുന്നു. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? കോവാക്സ് റിയേജന്റ് ആഡ് ചെയ്യുന്നു. പാരാ ഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് ആണ്. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? അത് നമ്മൾ റിയേജന്റ് ഒഴിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ റെഡ് കളർ ഉണ്ടാവുന്നു അല്ലെ? ഇനി മീഥൈൽ റെഡിലും വോഗസ് പ്രൊസ്കസിലും സെയിം മീഡിയ ആണ്, MRVP ബ്രോത്ത് ആണ്. മീഥൈൽ റെഡിൽ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ മിക്സഡ് ആസിഡ് അവിടെ ഒരു ഫെർമെന്റേഷൻ നടക്കും. ആസിഡ് ഫെർമെന്റേഷൻ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്?
ആസിഡ് ഫെർമെന്റേഷൻ നടക്കുന്ന pH കുറയും അല്ലേ, pH കുറയുമ്പോൾ മിഥിലേറ്റ് ഒഴിക്കുമ്പോൾ ബ്രൈറ്റ് റെഡ് കളർ വരും. ഇനി വോഗസ് പ്രൊസ്കേഴ്സ് ആണെങ്കിൽ MRVP സെയിം ബ്രോത്ത് തന്നെയാണ്. അവിടെ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ അവിടെ ഒരു ബ്യൂട്ടിലൈൻ ഗ്ലൈക്കോൾ പാത്വേ, അവിടെ അസറ്റോയിൻ പ്രൊഡക്ഷൻ അവിടെ അതാണ് അവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ദെൻ റിയേജൻ നമ്മൾ ബാരിഡ്സ് റിയേജൻ എയും ബിയും ഉണ്ട്, ആൽഫ നാഫ്തോളും KOH എത്ര പെർസെന്റേജ് ആണ്? 40% KOH ആണ്. അപ്പൊ അതിനുശേഷം ആ ഒരു റിയേജൻ ഒഴിച്ച് നമ്മളൊരു 30 മിനിറ്റ്സ് നമ്മൾ ഓക്സിജൻ നമ്മൾ ആയിട്ടൊരു സർക്കുലേഷന് വേണ്ടി വെച്ച് അതിനുശേഷമാണ് ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളറായിട്ട് കാണപ്പെടുന്നത്. ഇനി സിട്രേറ്റ് പ്രത്യേകിച്ച് റിയേജൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല, നമ്മൾ സിമൺ സിട്രേറ്റ് അഗാറാണ്, ബ്രോമോ തൈമോൾ ബ്ലൂ ആണ് ഇൻഡിക്കേറ്റർ. അവിടെ സിട്രേറ്റിനെ അവിടെ ഒരു കാർബൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഓക്സലാസിറ്റേറ്റ് അവിടെ ഒരു ആൽക്കലൈൻ പ്രൊഡക്ട്സ് ഉണ്ടാക്കും. ആൽക്കലൈൻ പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഈ ബ്രോമോ തൈമോൾ ബ്ലൂ അവിടെ ആ ഒരു pH കൂടുകയാണ് അല്ലെ, അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു പേർഷ്യൻ ബ്ലൂ കളറിലാണ് കാണപ്പെടുക. സിട്രേറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ആ ഒരു ബ്ലൂ കളറിലാണ് കാണപ്പെടുക. സാധാരണ സിമൺ സിട്രേറ്റ് അഗാറിന്റെ ഒരു ഗ്രീൻ കളറാണ്. ഈ റിസൾട്ട് കിട്ടി സിട്രേറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു നീല കളറിൽ കാണപ്പെടും. ഓക്കെ, അപ്പൊ ഇംബിക്കിന്റെ മീഡിയ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നും ബയോകെമിക്കൽ റിയാക്ഷനും ഏത് റിയേജന്റ് ആണ്? ഇപ്പൊ ഇൻഡോളില് കോവാക്സ് റിയേജന്റ് ആണ്. ബാരിഡ്സ് റിയേജന്റ് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഏതിലാണ് യൂസ് ചെയ്യുന്നത്? വോഗസ് പ്രൊസ്കേഴ്സ് ടെസ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിമൺ സിട്രേറ്റ് ടെസ്റ്റിലെ ഇൻഡിക്കേറ്റർ ഏതാണ്? ബ്രോമോ തൈമോൾ ബ്ലൂ ആണ്. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇനി കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയയുടെ ഇംബിക് റിയാക്ഷൻ ആണ്. ഇക്കോളെ ++- ആണ്. ഇക്കോളയ്ക്ക് എന്താണ്? ++- ആണ്. ഇക്കോളെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള റിസൾട്ട് ഉള്ള ഒരു 2-3 ബാക്ടീരിയ പഠിച്ചു വെക്കാം. എൻട്രോബാക്ടർ ക്ലോയ്ക്ക്, അതുപോലെ ക്ലെപ്സിലിയ ന്യൂമോണിയ, സെറേഷ്യക്കൊക്കെ ഇക്കോളയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇക്കോളയ്ക്ക് എന്തായിരുന്നു? ++- ആണ്. ഈ ക്ലെപ്സിലിയ സെറേഷ്യക്കൊക്കെ -++ ആണ്. പ്രോട്ടിയസ് വൾഗാരിസിന് എല്ലാം പ്ലസ് ആണ്. പ്രോട്ടിയസ് മിറാബിലിസിന് ആദ്യത്തെ ഇൻഡോൾ നെഗറ്റീവും ബാക്കിയെല്ലാം പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ സാൽമോണല്ല ഷിഗല്ലയും ഒന്നിച്ച് പഠിച്ചേക്കുക. സാൽമോണലയ്ക്ക് -+- ആണ്, ഷിഗല്ലയ്ക്ക് -+- ആണ്. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക, കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയയുടെ മാത്രമാണ്. ഇക്കോളെ ++ എന്ന് ആലോചിച്ച് വെക്കാം. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ക്ലെപ്സിലിയുടെയും സെറേഷ്യയുടെയും പഠിക്കുക. ഷിഗല്ലയ്ക്ക് -+- ആണെന്ന് ആലോചിക്കുക. അതിന്റെ കൂടെ തന്നെ ഷിഗല്ല. സാൽമോണലയ്ക്ക് -+- ആണ്, അതോടൊപ്പം തന്നെ ഷിഗല്ലയ്ക്ക് -+- ആണെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയ നോക്കാം. ഓക്കെ, അപ്പോൾ മെഡിസ ഹെഡ് അപ്പിയറൻസ്, അപ്പോൾ കുറച്ച് ടേംസ് ആണ്. അപ്പൊ മെഡിസ ഹെഡ് അപ്പിയറൻസ് ഉള്ളത് ഏതാണ്? ബാസിലസ് ആൻഡ്രാക്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻവെർട്ടർ ഫിട്രി, നമ്മൾ ജെലാറ്റിൻ സ്വാബിലൊക്കെ ഒരു ഇൻവെർട്ടർ ഫിട്രി പോലെ കാണും. അതുപോലെ സ്ട്രിങ് ഓഫ് പേൾസ് എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഒന്നും നോക്കണ്ട, ബാസിലസ് ആൻഡ്രാക്സ് ആണ്. അതുപോലെ സ്വാമിംഗ് മോട്ടിലിറ്റി, ഏതാണ് സ്വാമിംഗ് മോട്ടിലിറ്റി? പ്രോട്ടിയസ് സ്പീഷീസ് ആണ്, എക്സ്പെഷ്യലി പ്രോട്ടിയസ് മിറാബിലിസ് ആണ് സ്വാമിംഗ് മോട്ടിലിറ്റി കാണിക്കുന്നത്. അതുപോലെ ടംബ്ലിംഗ് മോട്ടിലിറ്റി, ലിസ്ട്രിയ മോണോസൈറ്റോജീൻസ് ആണ് ടംബ്ലിംഗ് മോട്ടിലിറ്റി. അപ്പോൾ ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. മെഡിസ ഹെഡ് അപ്പിയറൻസ്, അതുപോലെ തന്നെ ഇൻവെർട്ടർ ഫിട്രി, സ്ട്രിങ് ഓഫ് പേൾസ്, ബാസിലസ് ആൻഡ്രാക്സ് ആണ്. അതുപോലെ സ്വാമിംഗ് മോട്ടിലിറ്റി ആലോചിക്കുക, ടംബ്ലിംഗ് മോട്ടിലിറ്റി ആലോചിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ലൈം ഡിസീസ്. അത് ബൊറീലിയ ബർഗ്ഡോഫെറി ആണ് ലൈം ഡിസീസ്. അതുപോലെ തന്നെ റിലാപ്സിംഗ് ഫീവർ, ബൊറീലിയ റീകറൻറ്റിസ്. അപ്പോൾ റിലാപ്സിംഗ് ഫീവർ 6 എന്നൊന്ന് ആലോചിക്കുക, റീകറൻറ്റിസിലും 6 ഉണ്ട് അല്ലെ. അപ്പൊ റിലാപ്സിംഗ് ഫീവർ ബൊറീലിയ റീകറൻറ്റിസ് ആണ്, ബൊറീലിയ ബർഗ്ഡോഫെറി ലൈം ഡിസീസ്. ഓക്കെ, അപ്പൊ മറക്കരുത്, സ്വാമിംഗ് മോട്ടിലിറ്റിയും ടംബ്ലിംഗ് മോട്ടിലിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. സ്വാമിംഗ് മോട്ടിലിറ്റി പ്രോട്ടിയസ് ആണ്, ടംബ്ലിംഗ് മോട്ടിലിറ്റി ലിസ്ട്രിയ മോണോസൈറ്റോജീൻസ് ആണ്. അതുപോലെ തന്നെ ലൈം ഡിസീസും റിലാപ്സിംഗ് ഫീവറും തെറ്റിക്കരുത്. ബൊറീലിയ ബർഗ്ഡോഫെറി ആണ് ലൈം ഡിസീസ്, റിലാപ്സിംഗ് ഫീവർ ബൊറീലിയ റീകറൻറ്റിസ് റിലാപ്സിംഗ് ഫീവർ. രണ്ടിലും R അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വെയിൽസ് ഡിസീസ്. വെയിൽസ് ഡിസീസ് ഇസ് എ സിവിയർ ഫോം ഓഫ് ലെപ്റ്റോസ്പൈറോസിസ് ആണ്, കോസ്ഡ് ബൈ ലെപ്റ്റോസ്പൈറ ഇൻട്രോഗൻസ് ആണ് വെയിൽസ് ഡിസീസ്. ഇനി ട്രെഞ്ച് ഫീവർ, അത് ബാറ്റോനെല്ല ക്വിൻറ്റാന ആണ്, ട്രാൻസ്മിറ്റഡ് ബൈ ബോഡി ലൈസ് ആണ്. ഇനി അണ്ടുലൻ ഫീവർ, അപ്പൊ നേരത്തെ നമ്മൾ റിലാപ്സിംഗ് ഫീവർ അങ്ങനെ കുറെ പഠിച്ചു അല്ലേ, ഇതുപോലെ ട്രെഞ്ച് ഫീവർ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആവരുത്, ഇതൊക്കെ ഒരു കുഞ്ഞു നോട്ടാക്കിയിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന രീതിക്കൊക്കെ ഒന്ന് വെക്കുക, കാരണം എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അണ്ടുലൻ ഫീവർ, അപ്പൊ നേരത്തെ ബൊറീലിയ ബർഗ്ഡോഫെറി ആയിരുന്നു, അപ്പൊ വീണ്ടും ഇവിടെ റിലാപ്സിംഗ് ഫീവർ ബൊറീലിയ റീകറൻറ്റീസ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ അണ്ടുലൻ ഫീവർ ബ്രൂസലോസിസ്, സൂണോട്ടിക് ഡിസീസ് ആണ്, ബ്രൂസല സ്പീഷീസ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ഒരു കുഞ്ഞു നോട്ടൊക്കെ ആയിട്ടൊന്ന് വെക്കുക. ട്രെഞ്ച് ഫീവർ ആയിരുന്നു, ബോട്ടനെല്ല ക്വിൻറ്റാന ആണ്. ഇനി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആണ് സാറ്റലൈറ്റ് ഓർഗാൻസ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇറ്റ് ഗ്രോ അറൌണ്ട് സ്റ്റഫിലോകോക്കസ് ഓറിയസ് ഓൺ ബ്ലഡ് അഗാർ ഡ്യൂ ടു its requirement for factor V NAD and is released by hemolysis caused by S aureus. അതിന് സാറ്റലൈറ്റ് ഫിനോമിനൻ കാണിക്കുന്ന ഓർഗാനിസം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആണ്.
Hemophilus influenza requires factor X hemine and factor V NAD. Okay. അതുപോലെ തന്നെ റൈസ് വാട്ടർ സ്റ്റൂൾ വിബ്രിയോ കോളറയാണ്. അപ്പോൾ നമ്മൾ വെയിൽസ് ഡിസീസ് ആരായിരുന്നു? ലെപ്റ്റോസ്പൈറോസിസ് ആണ്. റൈസ് വാട്ടർ സ്റ്റൂൾ വിബ്രിയോ കോളറ. അതുപോലെ സാറ്റലൈറ്റ് ഓർഗാൻസും ചോദിക്കുകയാണെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആണ്. അണ്ടുലൻ ഫീവർ ബ്രൂസലോസിസ്. റിലാപ്സിംഗ് ഫീവർ ആരായിരുന്നു? റിലാപ്സിംഗ് ഫീവർ ഒന്ന് കമന്റ് ചെയ്തേ. റിലാപ്സിംഗ് ഫീവർ ആരായിരുന്നു? റിലാപ്സിംഗ് ഫീവർ? ബൊറീലിയ റിക്കറന്റിസ് അല്ലെ? ബൊറീലിയ റിക്കറന്റിസ് ആണ്. ട്രെഞ്ച് ഫീവർ ബാറ്റോണില ക്വിൻറ്റാന ആണ്. ലൈം ഡിസീസ് ബൊറീലിയ ബർഗ്ഡോഫെറി ആണ്. ഓക്കെ. അതുപോലെ ടംബ്ലിംഗ് മോട്ടിലിറ്റി, അതുപോലെ സ്വാമിംഗ് മോട്ടിലിറ്റി, മെഡിസ ഹെഡ് അപ്പിയറൻസ്, സ്ട്രിംഗ് ഓഫ് പേൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ഇനി കുറച്ച് എലിമെന്റ്സ് നമുക്ക് കോമൺ നെയിംസ് നോക്കാം. ലാർജസ്റ്റ് റൗണ്ട് ഓഫ് ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണ്. ഹുക്ക് വർം എന്ന് പറഞ്ഞാൽ ആൻസലോസ്റ്റോമ ഡ്യൂഡനൽ ആണ്. അല്ലെങ്കിൽ നെക്കറ്റർ അമേരിക്കൻസ്. പിൻ വർം എൻഡ്രോബിയസ് വെർമിക്കുലസ് ആണ്. പെരിയാനൽ ഇച്ചിങ് ഉണ്ടാക്കും. സെല്ലോഫിയൻ ടേപ്പ് ടെസ്റ്റ് അത് ഇമ്പോർട്ടന്റ് ആണ്. വിപ്പ് വർം ട്രിച്ചുര ആണ്. ഒരു വിപ്പ് ലൈക്ക് ഷേപ്പ് ആണ്. നമ്മൾ ബാരൽ ഷേപ്ഡ് എഗ് അല്ലെങ്കിൽ ബൈപോളർ പ്ലെക്സ്, നമ്മൾ ജപ്പാനീസ് ലാൻഡേർഡ് എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ വിപ്പ് വർം ആണ്. ട്രിച്ചുര ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രേറ്റഡ് സിസ് കോസ്ഡ് ബൈ എച്ചിനോകോക്കസ് ഗ്രാനുലോസ് ആണ്. ഡോഗ് ടൈപ്പ് വർം. അപ്പോൾ ലാർജസ്റ്റ് റൗണ്ട് വർം ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. അതുപോലെ തന്നെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് ഈ ഹുക്ക് വർമും പിൻ വർമും വിപ്പ് വർമും. ഓക്കെ. അപ്പൊ അങ്ങോട്ട് കൺഫ്യൂഷൻ ആവരുത്. പിന്നെ എക്സാമിന് റിപ്പീറ്റഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ജപ്പാനീസ് ലാൻഡേർഡ് അത് വിപ്പ് വർം ആണ്. ട്രിച്ചുര ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സെല്ലോഫിയൻ ടേപ്പ് ടെസ്റ്റ്. അത് എൻഡ്രോബിയസ് വെർമിക്കുലാരിസ് ആണ്. പിൻ വർം ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിക്കരുത്. ഈ ഹുക്ക് വർമും ഈ റൗണ്ട് വർംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് പോർക്ക് ടൈപ്പ് വർം അത് ടെനിയ സോളി ആണ്. ടെനിയ സാഗനേറ്റ് ആണ് ബീഫ് ടൈപ്പ് വർം വരുന്നത്. ഇനി ഡ്രാക്കുലിക്കൽസ് മെഡിനിസൻസ് ആണ് ഗിനി വർം. ദെൻ ഫിഷ് ടൈപ്പ് വർം ആണ് ഡൈഫലോബോത്രിയം ലാറ്റം വരുന്നത്. അത് നമ്മൾ ഈ B12 ഡെഫിഷ്യൻസി ഒക്കെ കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ജപ്പാനീസ് ലാൻഡേൺ ബാരൽ ഷേപ്ഡ് അത് ഏതായിരുന്നു? ഏത് വർമായിരുന്നു? ജപ്പാനീസ് ലാൻഡേൺ ബാരൽ ഷേപ്ഡ് അല്ലെങ്കിൽ ബൈപോളാർ പ്ലെക്സ് ഏതായിരുന്നു? ജപ്പാനീസ് ലാൻഡേൺ അല്ലെങ്കിൽ ബാരൽ ഷേപ്ഡ് എഗ് ട്രിച്ചുര ആണ് അല്ലെ? വിപ്പ് വർം ആണ് അല്ലെ? ഓക്കെ. ദെൻ നമുക്ക് ഇനി കുറച്ച് നെയിംസ് നോക്കാം. കാലാസർ ലിഷ്മാനിയ ഡോണോവണി ആണ്. അതുപോലെ സ്ലീപ്പിംഗ് സിക്നസ് ആഫ്രിക്കൻ ട്രിപ്പണോസോമിയാസിസ് ആണ്. ട്രിപ്പണോസോമ ബ്രൂസി ആണ്. ഓക്കെ. അപ്പോൾ ട്രിപ്പണോസോമ ഇവിടെയും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ട്രിപ്പണോസോമ ബ്രൂസി ഉണ്ട്, ട്രിപ്പണോസോമ ക്രൂസി ഉണ്ട്. അപ്പോൾ സ്ലീപ്പിംഗ് സിക്നസ് ട്രിപ്പണോസോമ ബ്രൂസി ആണ്. കാഗസ് ഡിസീസ് ആണ് ക്രൂസി. അപ്പൊ രണ്ടിലും സി എന്നൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. കാഗസ് ഡിസീസ് ട്രിപ്പണോസോമ ക്രൂസി. ദ ട്രാവലേഴ്സ് ഡയറിയ ജിയാഡിയ ലാംബ്ലിയ. റൈസ് വാട്ടർ സ്റ്റൂൾ അത് ഏതായിരുന്നു? റൈസ് വാട്ടർ സ്റ്റൂൾ ഏത് ബാക്ടീരിയ ആയിരുന്നു? റൈസ് വാട്ടർ സ്റ്റൂൾ ഏതായിരുന്നു? ഒന്ന് കമന്റ് ചെയ്തേ. റൈസ് വാട്ടർ സ്റ്റൂൾ നമ്മൾ പഠിച്ചിരുന്നു. റൈസ് വാട്ടർ സ്റ്റൂൾ ഏതായിരുന്നു? റൈസ് വാട്ടർ സ്റ്റൂൾ വിബ്രിയോ കോളറയാണ് അല്ലെ? വിബ്രിയോ കോളറാണ് റൈസ് വാട്ടർ സ്റ്റൂൾ. അപ്പൊ ഒന്ന് ഓർത്തിരിക്കാം. കാലാസർ ലിഷ്മാനിയ ഡോണോവണി ആണ്. ദെൻ ഫെസിയോള ഹെപ്പറ്റിക്ക ഷീപ്പ് ലിവർ ഫ്ലൂക്ക് ആണ്. ഇൻഫെക്ട് ദ ലിവർ ആൻഡ് ബൈലറി പാസേജസ്. ദെൻ ക്ലോറോസിസ് സൈനസിസ് അത് ചൈനീസ് ലിവർ ഫ്ലൂക്ക് ആണ്. Occurred by eating raw fish. Then Paragonymous westermani. The lung fluke occurred by ingest undercooked crab or crayfish. ഇത് TB like ഒരു സിംറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. ദെൻ ഫാസിലോപ്സിസ് ബസ്കി ഇതാണ് ഇൻഡസ്ട്രൈനൽ ഫ്ലൂക്ക്, ലാർജസ്റ്റ് ഇൻഡസ്ട്രൈനൽ ഫ്ലൂക്ക്. ഓക്കെ. ഏതായിരുന്നു ലാർജസ്റ്റ് റൗണ്ട് വർം? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. എ വെച്ച് തുടങ്ങുന്ന ലാർജസ്റ്റ് റൗണ്ട് വർം ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണ് അല്ലെ? ലാർജസ്റ്റ് റൗണ്ട് വർം ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണ്. അപ്പൊ ഫാസിലോപ്സിസ് ബസ്കി ആണ് ലാർജസ്റ്റ് ഇൻഡസ്ട്രൈനൽ ഫ്ലൂക്ക് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇനി ഷിസ്റ്റോസോമ സ്പീഷീസ് ആണ് ബ്ലഡ് ഫ്ലൂക്ക്. സിസ്റ്റോസോമ ഹെമറ്റോബിയം അത് യൂറിനറി സിസ്റ്റോസോമിയാസിസ് ആണ്. ദെൻ സിസ്റ്റോസോമ മാൻസോണി അത് ഇൻഡസ്റ്റൈനൽ ആൻഡ് ലിവർ ആണ്. ഇറ്റ് ഹാവ് എ ലാറ്ററൽ സ്പൈൻ. ദെൻ സിസ്റ്റോസോമ ജപ്പോണിക്കം ഇറ്റ്സ് ഹെപ്പാറ്റിക് ആൻഡ് ഇൻഡസ്റ്റൈനൽ സിസ്റ്റോസോമിയാസിസ്. എഗ് ആർ റൗണ്ട് വിത്ത് സ്മോൾ ലാറ്ററൽ നോബ് ആണ്. കുറച്ച് ബ്ലഡ് ഫ്ലൂക്ക് ആണ്. അപ്പൊ ലങ് ഫ്ലൂക്ക് ഉണ്ട്, ഇൻഡസ്റ്റൈനൽ ഫ്ലൂക്ക് ഉണ്ട്, ലിവർ ഫ്ലൂക്ക് ഉണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. പിന്നെ ഈ പേരുകളും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഇനി ഫിലാരിയൽ വേംസ് നോക്കാം. ഫിലാരിയൽ വേംസ് നെമറ്റോഡ് ലിംഫാറ്റിക് സിസ്റ്റം സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഓർ ബോഡി cavities. Wuchereria bangophti lymphatic filariasis ആണ്. എലിഫന്റിയാസിസ് ക്യൂലസ് മോസ്കിറ്റോ ആണ് കോസ് ചെയ്യുന്നത്. ദെൻ ബ്രിഗിയ മലൈ ലിംഫാറ്റിക് ഫിലാരിയാസിസ്. അതുപോലെ ലോവ ആഫ്രിക്കൻ ഐവോബ് ആണ്. കാലബാ സ്വെല്ലിംഗ്
നമ്മൾ വേം ഇങ്ങനെ ഐക്കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ ലോവ ലവ ആഫ്രിക്കൻ ഐവോം. ദെൻ ഒച്ചറോറ വൾവുലസ് അതൊരു റിവർ ബ്ലൈൻഡ്നസ് ആണ്. ഓക്കെ, സിംനിപ്സ് റിവർ ബ്ലൈൻഡ്നസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഒച്ചറോറ വൾവുലസ് ആണ്. അതുപോലെ ആഫ്രിക്കൻ ഐവോം അല്ലെങ്കിൽ കാലബാർ സ്വെല്ലിംഗ് എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ ലോവ ലോവയാണ്. ഓക്കെ, കാലാസർ ആരായിരുന്നു കോസ് ചെയ്യുന്നത്? കാലാസർ ലിഷ്മാനിയ ഡോണോവേണിയാണ് അല്ലെ, ലിഷ്മാനിയ ഡോണോവേണിയാണ് കാലാസർ. ദെൻ മാൻസോണല സ്പീഷീസ് മൈൽഡ് സബ്ക്യൂട്ടേനിയസ് ഫിലാരിയാസിസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ പാരാസൈറ്റോളജിയിലൊക്കെ വരുന്നതാണ്. നെക്സ്റ്റ് കാറ്റോഹൈഡ്സ് അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റൂൾ എക്സാമിനേഷൻ മെത്തേഡ് ആണ്. നമ്മൾ ഹെലിമെന്റ്സ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് കേട്ടോ, എക്സ്പെഷ്യലി ഇൻ സിസ്റ്റോസോമിയാസിസ് ആൻഡ് സോയിൽ ട്രാൻസ്മിറ്റഡ് ഹെലിമെന്റ്സ്. ദെൻ ചാർക്കോട്ട് ലേഡൻ ക്രിസ്റ്റൽ അതൊരു ബൈപിരമിഡൽ ഈസ്നോഫിലിക് ക്രിസ്റ്റൽ ആണ്. സ്റ്റൂൾ സ്പ്യൂട്ടം ഒക്കെ ഉണ്ടാവുന്നതാണ്. ടിഷ്യൂ കണ്ടീഷൻ ഒക്കെ ഇൻവോൾവിംഗ് ഈസ്നോഫിലിക് ഇൻഫ്ലമേഷൻ, കോമൺലി പാരസൈറ്റിക് ഇൻഫെക്ഷൻ വരുമ്പോൾ ഉള്ളതാണ്. മെയിനായിട്ട് നമ്മൾ പ്ലാസ്മോഡിയം ഒക്കെ ഉണ്ടാവുന്നതാണ്. ഈ ചാർക്കോട്ട് ലേഡൻ ക്രിസ്റ്റൽ സ്റ്റൂളിൽ മെയിനായിട്ട് കാണുന്നതാണ്. അപ്പൊ കാറ്റോഹൈഡ്സ് ഒന്ന് ഓർത്തിരിക്കുക, ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റൂൾ എക്സാമിനേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫംഗൽ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. അതിൽ ഡൈമോർഫി ഫംഗി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സിസ്റ്റ് ആസ് എ മോൾഡ്, അതായത് ബോത്ത് 25 അതായത് മോൾഡ് കണ്ടീഷനിലും ഈസ്റ്റ് കണ്ടീഷനിലും 25 ഡിഗ്രി ആൻഡ് 37 ഡിഗ്രി സെൽഷ്യസിലാണ്. ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലറ്റം, ബ്ലാസ്റ്റോമൈസസ് ഡെർമാറ്റൈറ്റിസ്, അതുപോലെ കൊക്കിഡിയോട്സ് ഇമ്മൈറ്റിസ്, പാരാകൊക്കിഡിയോട്സ് ബ്രാസിലൻസിസ്, അതുപോലെ സ്പോറോത്രിക് സിസെനിക്കി ഒക്കെ വരുന്നത് ഈ ഡൈമോർഫിക് ആണ്. അതായത് മോൾഡും ഒരു ബോത്ത് കണ്ടീഷൻ. ഇനി സൂപ്പർഫിഷ്യൽ മൈക്കോസ് നോക്കുകയാണെങ്കിൽ മാലേസിയ ഫർഫർ ടിനിയ വെസിക്കുലർ ആണ്. കെയോയിച്ച് മൗണ്ടില് ഈ സെല്ല് സ്പാഗറ്റി മീറ്റ് ബോൾസ് ആണ്. ആ ഒരു മൈക്രോസ്കോപ്പിക് ആ ഒരു ഒബ്സർവേഷൻ നമുക്കൊരു സ്പാഗറ്റി മീറ്റ് ബോൾസ് പോലെയാണ് കാണപ്പെടുന്നത്. ദെൻ പിയാഡ്രിയ ഹോട്ടെ അത് ബ്ലാക്ക് പിയാഡ്രിയ ആണ്. വൈറ്റ് പിയാഡ്രിയ വരുന്നത് ട്രിച്ചോസ്പോറൻ സ്പീഷീസ് ആണ്. ഇനി എക്സോഫീലിയ വെർണക്കി അല്ലെങ്കിൽ എക്സോഫീലിയ അല്ലെങ്കിൽ ഹോർട്ടെ അല്ലെങ്കിൽ ക്ലാഡോസ്പോറിയം വെർണക്കി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ടിനിയ ഡിഗ്രി ആണ്. ഒന്നെങ്കിൽ എക്സോഫീലിയ എന്ന് പറയാം, അല്ലെങ്കിൽ ഹോർട്ടെ എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലാഡോസ്പോറിയം വെർണക്കി പറയാം. ഇതെല്ലാം തന്നെ ടിനിയ ഡിഗ്രി ആണ്. ഇനിയിപ്പോ ഹോർട്ടെ വെർണക്കിയും ചോദിക്കുകയാണെങ്കിൽ ഞാൻ എക്സോഫിലിയ ആണല്ലോ കണ്ടെന്ന് കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ എക്സോഫിലിയ പിന്നെ ഹോർട്ടെ അല്ലെങ്കിൽ ക്ലാഡോസ്പോറിയം ഒക്കെ വെർണക്കി ഒക്കെ വരുന്നത് ഈ ടിനിയ നിഗ്ര എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അത്ലറ്റ്സ് ഫുഡ് ടിനിയ പെഡിസ് ആണ്. അത്ലറ്റ്സ് ഫുഡ് ഓക്കെ ശ്രദ്ധിക്കുക, അതൊരു കോമൺ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഓഫ് ദ സ്കിൻ, ഓൾസോ നോൺ എസ് എ ടിനിയ പെഡിസ് ദാറ്റ് കോസ് എ ഇച്ചിങ്, ബേണിംഗ്, അതുപോലെ തന്നെ നമ്മൾ സ്കാലിംഗ് ഓഫ് ദ ഫീറ്റ്, ടോസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അത്ലറ്റ്സ് ഫുഡ് ടിനിയ പെഡിസ് ആണ്, ഓർത്തിരിക്കുക. ഇനി വാലി ഫീവർ കൊക്കിഡിയോ മൈക്കോസിസ് ആണ്. അപ്പോൾ നമ്മൾ ബാക്ടീരിയയിലും ഈ പറഞ്ഞ പോലെ ആൻഡലൻ ഫീവർ, ട്രെഞ്ച് ഫീവർ, റാപ്സിംഗ് ഫീവർ ഒക്കെ കണ്ടു. അപ്പൊ ഇവിടെ നമ്മൾ മൈക്കോളജിയിലോട്ട് എത്തി കേട്ടോ. അപ്പൊ വാലി ഫീവർ കൊക്കിഡിയോ മൈക്കോസിസ് ആണ്. അപ്പോൾ പൈലറ്റ്സ് വീൽ അത് ഈസ്റ്റ് ഫോം ഓഫ് പാരാകൊക്കിഡിയോട്സ് ബ്രാസിലൻസിസ് ആണ്. പാരാകൊക്കിഡിയോട്സ് നമ്മളിപ്പോൾ കണ്ടു ഡൈമോർഫി ഫംഗി അല്ലേ. അതുപോലെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത് മ്യൂക്കർ മൈക്കോസിസ് ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് വൈറസ്, ലാസ്റ്റ് ആയി വൈറസിലോട്ട് കടന്നു. അപ്പൊ നമ്മൾ DNA വൈറസസ് നോക്കാൻ പോകുന്നത് ഒരു ന്യൂമോണിക്സ് ഓർത്തിരിക്കുക. അപ്പൂയിസ് ഡൈഡ് ആസ് ഹി ഹാഡ് എ പോക്സ്. അതിൽ 2 P ഉണ്ട്, ഒരു A, 2 H, ഒരു P. അപ്പോ പാപ്പോവ വിരിഡെ, പാവറോ വിരിഡെ, അഡിനോ വിരിഡെ, ഹെർപ്പസ് വിരിഡെ, ഹെപ്പഡ്ന വിരിഡെ, ദ ലാസ്റ്റ് പോക്സ് വിരിഡെ. ഓക്കെ, ഈ ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ വരുന്നത് DNA വൈറസിലാണ്. ഓക്കെ, അപ്പൊ ഈ ന്യൂമോണിക്സ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് RNA വൈറസ് ആണ്. RNA വൈറസിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് അല്ലെ. അപ്പൊ പോസിറ്റീവ് സെൻസിൽ വരുന്നതാണ് കോൾ ഹെൻറി പിക് ആൻഡ് ഫ്ലോ ടു കം റൈറ്റ് വേ. അതിൽ വരുന്നതാണ് കാൽസി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് E വൈറസ്. അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസിൽ B മാത്രമാണ് D വൈറസ് DNA വരുന്നത്, ബാക്കിയൊക്കെ തന്നെ RNA വരും കേട്ടോ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് E വൈറസ്. പിക്കോർണയിൽ വരുന്നതാണ് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് A, റൈനോ, കോക്സാസാക്കി വൈറസ് ഒക്കെ വരുന്നത് പിക്കോർണ വൈറസിലാണ്. ദെൻ ഫ്ലാവി വൈറസിലാണ് ഹെപ്പറ്റൈറ്റിസ് C വരുന്നത്. ദെൻ ടോഗ വൈറസിലാണ് റുബെല്ല, അതുപോലെ തന്നെ കൊറോണ വൈറസ്, റെട്രോ വൈറസ്, HIV ഒക്കെ വരുന്നത് പോസിറ്റീവ് സെൻസ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നെഗറ്റീവ് സെൻസിൽ വരുമ്പോൾ പെയിൻ റിസൾട്ട്സ് ഫ്രം അവർ ബെനിയൻ ഓൾവേസ് നോലിരിക്കുക. അതിൽ ക്യാപിറ്റൽ ലെറ്റർ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. പാരാമിക്സോവിരിഡെ അതിലാണ് മീസിൽസ്, മംസ്, RSV റെസ്പിറേറ്ററി സൈനസൈറ്റൽ വൈറസ്, നിപ്പ ഒക്കെ വരുന്നത് പാരാമിക്സോവിരിഡയിലാണ്. ദെൻ റാബ്ഡോവിരിഡയിലാണ് റാബീസ്, അതുപോലെ തന്നെ ഫിലോവിരിഡെ എബോള, ഓർത്തോമിക്സോവിരിഡയിലാണ് ഇൻഫ്ലുവൻസ, അതുപോലെ ബെനിയാവിരിഡെ ഹാൻഡ, അറീനാവിരിഡെ ലാസ. ഇതൊക്കെ നെഗറ്റീവ് സെൻസ് ആയിട്ടുള്ള RNA വൈറസ് ആണ്. ഇനി വൈറസ് ഡിസീസിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഷോർട്ട് പോയിന്റ്സ് ഉണ്ട്. സ്ലാബ്ഡ് ചീക്ക് ഡിസീസ് പാർവോ വൈറസ് B19 ആണ്. എരിത്തിമ ഇൻഫെക്ഷൻ മാർക്ക്ഡ് ബൈ റെഡ് ചീക്ക്. സ്ലാബ്ഡ് ചീക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുഖത്ത് നല്ല അടി കിട്ടിയ പോലെ അല്ലെ. അപ്പൊ ഫുള്ളി റെഡ് കളർ ആയിരിക്കും. 5th ഡിസീസ് അതൊരു മെയിൻ അതിന്റെ ഒരു സിംറ്റം ആണ്. പാർവോ വൈറസ് B19 ആണ് കോസ് ചെയ്യുന്നത്. ദെൻ കിസിംഗ് ഡിസീസ് EBV എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ട്രാൻസ്മിറ്റഡ് വയ സലൈവയാണ്. നെഗ്രി ബോഡീസ് ഏതിലായിരുന്നു? നെഗ്രി ബോഡീസ് റാബിസിലാണ് അല്ലെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാബിസിൽ മെയിൻ ആയിട്ട്
ഒരു ഈസ്നോഫിലിക് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. അപ്പൊ റാബിസിലാണ് ഉണ്ടാവുക നെഗ്രി ബോഡീസ്. ദെൻ കൗഡ്രേറ്റ് ടൈപ്പ് എ ഇൻക്ലൂഷൻ. സോ ഇൻട്രാസെല്ലുലാർ ഇൻക്ലൂഷൻ ഹെർപ്പസ് സിംപ്ലസ് LHSV ആൻഡ് VZV വാരിസെല സോസ്റ്ററിലാണ് കൗഡ്രേറ്റ് ടൈപ്പ് എ ഇൻക്ലൂഷൻ. ദെൻ ജർമ്മൻ മീസിൽസ്. ആരാണ് ജർമ്മൻ മീസിൽസ്? റുബെല്ല വൈറസ് ആണ്. ഓക്കെ, നമ്മൾ ടോഗ വൈറസ് കണ്ടു. ഈ ടോഗ വൈറസിന് ആൽഫ ഉണ്ട്, റൂബി ഉണ്ട്. ആൽഫയിൽ വരുന്നതാണ് ഈ ചിക്കൻ ഗുനിയ, അതുപോലെ എൻസൈഫലൈറ്റിസ് ഒക്കെ വരുന്നത്. ഈ ടോഗ വൈറസ് തന്നെ റൂബിയിൽ വരുന്നതാണ് നമ്മുടെ ഈ റുബെല്ല. റുബെല്ലയില് റുബി വൈറസ് ആണ് അതിന്റെ ജീനസ് വരുന്നത്. ഓക്കെ, അതൊരു ജർമ്മൻ മീസിൽസ് എന്നൊരു പേരും കൂടി ഉണ്ട്, ഒന്ന് ഓർത്തിരിക്കുക. ടോഗ വൈറസിൽ ആൽഫ വൈറസ് ആണ് ചിക്കൻ ഗുനിയ ഒക്കെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്വിമ്മിംഗ് പൂൾ കൺജക്ടൈറ്റിസ് നോക്കാം. അല്ല ഫോളിക്കുലാർ കൺജക്ടൈറ്റിസ്, അതുപോലെ തന്നെ അത് അഡിനോ വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ഡെവിൾസ് ഗ്രിപ്പ് അല്ല ബോൺഹോളം ഡിസീസ് എന്നാണ് പറയുന്നത്. കോക്സസാക്കി ബി വൈറസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. ദെൻ ഫ്ലാവി വൈറസ്, അതിൽ ഡെങ്കു, യെല്ലോ ഫീവർ, വെസ്റ്റ് നൈൽ, അതുപോലെ സീക്ക ഒക്കെ വരുന്നത് ഫ്ലാവി വൈറസിലാണ്. പിക്കോർണയിൽ വരുന്നതാണ് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് എ, അതുപോലെ റൈനോ വൈറസ്, കോക്സാസാക്കി ബി ഒക്കെ വരുന്നത് പിക്കോർണ വൈറസിലാണ്. കൊപ്ലിക് സ്പോട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യണേ. കൊപ്ലിക് സ്പോട്ട് നമ്മൾ മീസിൽസ്, റുബിയോള, അത് വാർത്തിൻ ഫ്രാങ്ക്ലി സെൽസ് ആണ്. മീസിൽസ് നമ്മൾ ജർമ്മൻ മീസിൽസ് ആരായിരുന്നു? ജർമ്മൻ മീസിൽസ് ആരായിരുന്നു? ഏത് വൈറസ് ആയിരുന്നു? റുബെല്ല ആണ് അല്ലെ. ഏത് റുബെല്ല ആയിരുന്നു? ടോഗ വൈറസിൽ വരുന്ന റുബെല്ല ആയിരുന്നു. ഇവിടെ റുബിയോള, മീസിൽസ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്, അത് റുബെല്ല ആണ്, അത് ജർമ്മൻ മീസിൽസ്. ഇവിടെ മീസിൽസ് റുബിയോള ആണ്. കൊപ്ലിക് സ്പോട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീസിൽസിലുള്ളത് കൊപ്ലിക് സ്പോട്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. കൊപ്ലിക് സ്പോട്ട് അപ്പൊ വാർത്തിൻ ഫ്രണ്ട്ലി സെൽസ് ആണ്. ദെൻ ഔൾസ് ഐ ഡിസീസ്, ഔൾസ് ഐ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ബേസ്നോഫിലിക് ഇൻട്രാസെല്ലുലാർ വിത്ത് സൈറ്റോമെഗാലോ വൈറസ് ആണ്, അത് CMV. അത് സൈറ്റോമെഗാലോ വൈറസ് വരുന്നത് ഹെർപ്പസ് വൈറസ് ഫാമിലിയിലാണ്. ഓക്കെ, ഇനി വാർത്തിൻ ഫ്രാങ്ക്ലി സെൽസ് were first described in tonsils of children with measles and that are hallmark of measles. ആ ഒരു കൊപ്ലിക് സ്പോട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ നമ്മളിപ്പോൾ നെഗ്രി ബോഡീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെയുള്ളതാണ് മോളിസ്കം ബോഡീസ്. സോ ഓൾസോ നോൺ ആസ് ഹെൻഡേഴ്സൺ പാറ്റേഴ്സൺ ബോഡീസ് എന്ന് പറയപ്പെടും. നെഗ്രി ബോഡീസ് ഏതിലായിരുന്നു? റാബിസിലാണ് അല്ലെ. നെഗ്രി ബോഡീസ് ഇൻട്രോസൈറ്റോപ്ലാസ്മിക് നമ്മൾ പറഞ്ഞു റാബീസിലാണ്. ഇവിടെ മൊളിസ്കം ബോഡീസ് അല്ലെങ്കിൽ അതിനെ ഹെൻഡേഴ്സൺ പാറ്റേഴ്സൺ ബോഡി എന്ന് പറയും. അതൊരു ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ആണ് ഏതിന്റെ? മോളിസ്കം കണ്ടാജിനോസിന്റെ. അതൊരു കോമൺ സ്കിൻ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഓർത്തിരിക്കുക, ഹെൻഡേഴ്സൺ പാറ്റേഴ്സൺ ബോഡീസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറിലോട്ടാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൈക്രോബയോളജിയിലെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ബാക്ടീരിയോളജിയിലെ നമ്മൾ ഹിസ്റ്ററി മുതലേ കണ്ടു, അതുപോലെ തന്നെ ബാക്ടീരിയോളജിയിലെ, അതുപോലെ തന്നെ മൈക്കോളജിയിലെ, പാരസൈറ്റോളജിയിലെ, ലാസ്റ്റ് നമ്മൾ വൈറോളജിയിൽ എത്തിയിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പോൾ ഓരോ ഫീവേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ അണ്ടുലൻ ഫീവർ, ട്രെഞ്ച് ഫീവർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫീവർ ഉണ്ട്. ഏത് ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്, ഏത് വൈറസ് ആണ്, നമ്മൾ വാലി ഫീവർ, അങ്ങനെ ഒരുപാട് കണ്ടു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ഇപ്പൊ തന്നെ ഒരു കുഞ്ഞു നോട്ട് ആക്കിയിട്ട് വെക്കുക. നമ്മൾ സ്റ്റിക്കി നോട്ടായിട്ട് നിങ്ങൾ പെട്ടെന്ന് വിഷൻ കാണുന്ന രീതിക്കൊക്കെ വെക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കടക്കാം. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ. ഓക്കെ, അങ്ങനെ നമ്മൾ തേർഡ് സെഷനിലേക്ക് അല്ലെ, തേർഡ് അവർ സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് അവറിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ സൈറ്റോളജി പറഞ്ഞു അല്ലെ, സൈറ്റോപാത്തോളജി പറഞ്ഞു, പിന്നെ കുറച്ച് നോട്ട്സ് ഒക്കെ പറഞ്ഞു, പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ നോക്കി അല്ലെ. ഇനി നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഓക്കെ, ഈ ഒരു അവർ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, DNA replication is said to be, options are conservative, option B dispersive, option C semi-conservative and option D random. So ഏതായിരിക്കും ആൻസർ? DNA replication. DNA replication എന്ന് പറയുന്നത് എന്താണ്? കൺസർവേറ്റീവ് ആണോ, ഡിസ്പേഴ്സീവ് ആണോ, അല്ലെ സെമി കൺസർവേറ്റീവ് ആണോ, അല്ലെങ്കിൽ റാൻഡം ആണോ? ഏത് ആൻസർ വരുക? എല്ലാവർക്കും ഒന്ന് ചാറ്റ് ചെയ്യാം. ഏതായിരിക്കും? DNA replication. സോ റെപ്ലിക്കേഷൻ പറയുമ്പോൾ അല്ലെ നമ്മളെ സെൻട്രൽ ഡോഗ്മയൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഒക്കെ. സോ റെപ്ലിക്കേഷന്റെ ടൈമിൽ എന്താ വരുക അല്ലെ? നമ്മൾ പാരന്റൽ DNA-യും നമ്മുടെ ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള DNA-യും, അതായത് അവർ 50% പാരന്റൽ DNA ആൻഡ് 50% ന്യൂലി സിന്തസൈസ്. സോ ദാറ്റ് ഈസ് സെമി കൺസർവേറ്റീവ് ആണ്. സോ ആൻസർ സി എന്നാ വരുക,
സെമി കൺസർവേറ്റീവ് അല്ലെ. കൺസർവേറ്റീവ് ആണോ ഡിസ്പേഴ്സീവ് റാൻഡ് ഒന്നുമല്ല, സെമി കൺസർവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് വൺ പാരന്റൽ സ്ട്രാൻഡ് അല്ലെ, ഒരു പാരന്റൽ സ്ട്രാൻഡ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്ട്രാൻഡും കൂടി സിന്തസൈസ്ഡ് ആവും. സോ 50% ന്യൂ ആൻഡ് 50% അല്ലെ ആ ഒരു കൺസർവ്ഡ് ആയിട്ടുള്ളത്. സോ സെമി കൺസർവേറ്റീവ് ആണ് നമ്മുടെ DNA എന്ന് പറഞ്ഞാല്. Okay, so conservative അല്ല, that is the both parental strand remains together അല്ല അല്ലെ, ഒന്ന് പുതിയതാ വരുന്നത്, ഒന്ന് ന്യൂലി സിന്തസൈസ്ഡ് വരുന്നത്. സോ കൺസർവേറ്റീവ് അല്ല വരുക. Then dispersive എന്ന് വെച്ചാൽ DNA ബ്രോക്കൺ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് DNA ഒന്നും അല്ല, പിന്നീട് ജോയിൻ ചെയ്യുന്ന പോലെ ഒന്നും അല്ല വരുന്നത്. ഡിസ്പേഴ്സീവ് അല്ല, അത് റോങ് ആൻസർ ആണ്. റാൻഡം അല്ല, അതും ഇൻകറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് വൺ, the enzyme responsible for relieving supercoiling during replication is. So നമുക്കറിയാം അല്ലെ, റെപ്ലിക്കേഷന്റെ ടൈമില് എന്തൊക്കെ നടക്കും, അവിടെ ഒരു എന്താ വരുക, ഒരു എൻസൈം വന്നിട്ട്. ഓക്കെ, സോ ആ എൻസൈമിന്റെ പേരാണ് ഇവിടെ ചോദിക്കുന്നത്. സോ വാട്ട് ഈസ് ദ എൻസൈം? സൂപ്പർ കോയിലിംഗ് ഒക്കെ റിവീൽ ചെയ്യുന്ന എൻസൈമിന്റെ പേര് എന്തെന്നാ ചോദിക്കുന്നത്. സോ ആ ഒരു ടൈമില് അവിടെ എൻസൈംസ് വന്നിട്ട് അല്ലെ സൂപ്പർ കോയിലിംഗും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യും. അവിടെ ഒരു കിങ്ക് ഫോം ചെയ്ത് അല്ലെ, അവിടെ എന്താണ് രണ്ട് സ്ട്രാൻഡ്സിനെയും കൂടി സെപ്പറേറ്റ് ചെയ്ത് പിന്നെയാണ് ന്യൂലി DNA ഒക്കെ സ്ട്രാൻഡ്സ് ഒക്കെ ആഡ് ചെയ്ത് പോകുന്നത്. സോ ഓപ്ഷൻസ് ആർ, ഏതാണ് ആ സൂപ്പർ കോയിലിംഗ് റിവീൽ ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ആർ, ഹെലിക്കേസ് ആണോ, ഓപ്ഷൻ ബി DNA ലൈഗേസ് ആണോ, ഓപ്ഷൻ സി ടോപ്പോ ഐസോമറേസ് ആണോ, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി പ്രൈമേസ് ആണോ. സോ ഏതാ വരുക? ആൻസർ പറയാം. ചിഞ്ചു ആൻസർ പറഞ്ഞിട്ടുണ്ട്, സി എന്ന് പറയുന്നുണ്ട്. യെസ്, സോ ആൻസർ സി ആണല്ലേ. യെസ്, ചിഞ്ചു പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ടോപ്പോ ഐസോമറേസ് ആണ് വരുക. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, the anticodon is present in. Anticodon എവിടെയാണ് പ്രസന്റ് ആയിട്ടുണ്ടാവുക? സോ ആന്റികോഡോൺ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ലേഷൻ ഇവന്റിലേക്ക് എത്തി അല്ലേ, ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ അല്ലെ, ആ ഒരു പ്രോസസ്സിലേക്ക് എത്തി, ആ ഒരു ലാസ്റ്റ് എന്താണ്, ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. സോ ദ ആന്റികോഡോൺ എന്ന് പറയുന്നത് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ mRNA ആണോ, ഓപ്ഷൻ ബി rRNA ആണോ, ഓപ്ഷൻ സി tRNA ആണോ, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി snRNA ആണോ. യെസ്, എല്ലാവരും ആക്റ്റീവ് ആയിട്ടൊന്ന് ചാറ്റ് ചെയ്യണം. ഏതായിരിക്കും ആൻസർ? ആന്റികോഡോൺ. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ആന്റികോഡോണ പറഞ്ഞിട്ടില്ല. സോ ആൻസർ ഏതാ വരുക? tRNA അല്ലേ. tRNA, നമ്മുടെ tRNA സ്ട്രക്ചർ ഓർമ്മയില്ലേ? സോ ആ tRNA-യിലായിരിക്കും ആന്റികോഡോൺ ഇല്ലേ. നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കറക്റ്റ് ആയിട്ട് കാണാം അല്ലെ. ഈ tRNA ഇത് നമ്മുടെ ന്യൂലി ഫോംഡ് ആയിട്ടുള്ള DNA സ്ട്രാൻഡ് അല്ലെ, mRNA സ്ട്രാൻഡ് ട്രാൻസ്ലേഷൻ വഴി അത് mRNA ഫോം ചെയ്തു. സോ mRNA ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ്. സോ ഈ mRNA-യിൽ കാണുന്നതായിരിക്കും കോഡോൺ. ആൻഡ് അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഇവിടെ ആരൊക്കെ വരും? ആ ഒരു ആന്റികോഡോൺ ആയിരിക്കും അല്ലെ. tRNA-യിലില്ലേ, അവരാണ് ക്യാരി ചെയ്യുന്നത് അമിനോ ആസിഡ്സിനെ, ഈച്ച് ആൻഡ് എവറി അമിനോ ആസിഡ്സിനെ ഇങ്ങനെ ക്യാരി ചെയ്ത് വരുന്നത്. സോ അതിലുള്ളതാണ് നമ്മൾ പറയുന്നത് ആന്റികോഡോൺ. സോ കോഡോൺ ഉണ്ട്, ആന്റികോഡോൺ ഉണ്ട്. സോ ആന്റികോഡോൺ പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണ്? tRNA-യിലാണ്. ഓക്കെ, മറന്നു പോയിക്കൂടാ. സോ ആന്റികോഡോൺ ഇൻ tRNA that pairs with the codon on the mRNA. സോ നമുക്കറിയാം mRNA carries the codons അല്ലെ. rRNA snRNA ഒന്നും അതിന്റെ ആൻസർ ആയിട്ട് വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺ മെത്തേഡ് യൂസ്ഡ് ഫോർ സിക്കിൾ സെൽ ഡിറ്റക്ഷൻ ഈസ്. സോ ഏത് മെത്തേഡാണ് നമ്മൾ സിക്കിൾ സെൽ ഡിറ്റക്ഷന് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ആർ ഹിമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ്, ഓപ്ഷൻ ബി സോഡിയം മെറ്റാബൈസൾഫേറ്റ് ടെസ്റ്റ്, ഓപ്ഷൻ സി PCR ആൻഡ് ഓപ്ഷൻ ഡി എലീസ. സോ ഏതായിരിക്കും വരുക? യെസ്, ആൻസർ വരുന്നുണ്ട്, ബി പറയുന്നുണ്ട്. ശില്പ, ചിപ്പി ഒക്കെ ബി എന്നാ പറയുന്നത്. ഫരീദ എ പറയുന്നുണ്ട്. സോ ഏതായിരിക്കും ആൻസർ വരിക? കോമൺ മെത്തേഡ്, നമ്മൾ സിക്കിൾ സെൽ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള കോമൺ മെത്തേഡ്, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. യെസ്, ചിഞ്ചു ആൻസർ ബി പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ ബി ആണ് ആൻസർ വരുക അല്ലെ. സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആണ്, അതായത് ദേ ആർ റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോ ആ ഒരു ഓക്സിഡേഷൻ അല്ലെ, ഡിഓക്സിജനേറ്റഡ് സ്റ്റേജിൽ പെട്ടെന്ന് തന്നെ സിക്കിൾഡ് ആണെങ്കിൽ ആ ഒരു HBS പ്രസൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സിക്ലിംഗ് ചെയ്യും നമ്മളെ സെൽസ്. സോ അതാണ് സോഡിയം മെറ്റാബൈസൾഫേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്ക്രീനിങ് ആൻഡ് പ്രിലിമിനറി ഡയഗ്നോസിസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്.
Next question, which of the following is a stop codon? Stop codon ഏതാണെന്ന് ചോദിക്കുന്നത്. Option R AUG, option B UAG, option C GUG and option D UGG. So ഏതാ വരുക? സ്റ്റോപ്പ് കോഡൺ പഠിക്കാൻ ഞാൻ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ശില്പ ബി പറയുന്നുണ്ട്, ചിഞ്ചു ബി. യെസ്, ആൻസർ ബി ആണല്ലേ, UAG. സോ നമ്മളത് പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുമ്പം എന്താണ്? UAG, അതായത് യു അവേ ഗോ, യു എവേ എവേ, യു ഗോ എവേ, അങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. സോ UAG, UAA, UGA ഇതൊക്കെ സ്റ്റോപ്പ് കോഡോൺ ആണ്. സോ അത് നന്നായി പഠിക്കണം. സ്റ്റാർട്ട് കോഡോൺ ഏതെന്നും പഠിച്ചു വെക്കണം. ഓക്കെ, AUG പറയുന്നതാണ് നമ്മുടെ സ്റ്റാർട്ട് കോഡോൺ. സോ ദാറ്റ് കോഡ്സ് ഫോർ ദ മെത്തിയോണിൻ. യൂകാരിയോട്സിൽ മെത്തിയോണിൻ കോഡ് ചെയ്യുന്നതാണ്. ആൻഡ് സ്റ്റോപ്പ് കോഡോൺ ആ ഒരു നിമോണിക് വെച്ചാൽ മതി. യു അവേ ഗോ, യു ഗോ എവേ, യു എവേ അവേ, അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, then next one, coagulation factor 8 deficiency leads to, options are hemophilia A, option B hemophilia B, option C von Willebrand disease and option D DIC. So coagulation factor 8 എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. coagulation factor 8 deficiency. സോ ഏതായിരിക്കും? യെസ്, ശില്പ ചിപ്പി ഒക്കെ എ ആ പറയുന്നത്. യെസ്, എ ആണല്ലേ. ദാറ്റ് ഈസ് ഹിമോഫീലിയ എ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ഓഫ് കോയാഗുലേഷൻ ഫാക്ടർ 8 അല്ലെ. ക്ലോട്ട് ഫോർമേഷനും പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് ഒക്കെയാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് an X-linked recessive disorder affecting the males. മോസ്റ്റ് കോമൺലി മെയിൽസിനെയാണ് എഫക്ട് ചെയ്യാറ്. റെസസീവ് X-linked ആണല്ലേ, മെയിൽസിന് XY ആണ്. സോ റെസസീവ് X-linked ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ മെയിൽസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. സോ ഹിമോഫീലിയ എ ആണ് ആൻസർ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയേ. ഹിമോഫീലിയ ബി എന്ന് പറയുന്നത് ഫാക്ടർ 9 ഡെഫിഷ്യൻസി ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് ദ ക്രിസ്മസ് ഡിസീസ്. ഹിമോഫീലിയ ബി. Then you are having Willebrand disease that affect both platelet adhesion and stabilizes the factor 8. So that is factor 8 deficiency ആണ് ഏത് von Willebrand disease വരുന്നത്. Then DIC ഉണ്ട്. That is a widespread activation of clotting. Multiple clot formation ഒക്കെ. Okay, multiple clot formation ഒക്കെ DIC ലാണ് വരുന്നത്. So answer hemophilia A ആണ്. Okay, next question. The osmotic fragility test is used for diagnosis of, options are A sickle cell anemia, option B thalassemia, option C hereditary spherocytosis and option D aplastic anemia. So osmotic fragility, നമ്മൾ എപ്പോഴും osmotic fragility പറയുമ്പോൾ ഒരു കാര്യമാണ് ഓർക്കേണ്ടത് അല്ലെ. കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു osmotic fragility. Yes, very good. അച്ചു, ചിപ്പി, ശില്പ ഒക്കെ സി എന്നാണ് ആൻസർ പറയുന്നത്. വെരി ഗുഡ്. സോ ഏതാണ്? ഓസ്മോട്ടിക് ഫ്രജൈലിറ്റി അല്ലെ. ഏതാ വരുക? ഹെറിഡിറ്ററി സ്ഫിറോസൈറ്റോസിസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലെ. പെട്ടെന്ന് തന്നെ ആ ഫ്രജൈൽ ആയിരിക്കും. അത്രയ്ക്ക് പെട്ടെന്ന് തന്നെ അത് ആ ഒരു മെംബ്രെയിൻസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ആയി പോകും. പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആയി. സോ ഓസ്മോട്ടിക് ഫ്രജൈലിറ്റി പറയുമ്പോൾ ഹെറിഡിറ്ററി സ്ഫിറോസൈറ്റോസിസ്. ഓക്കെ, ഹൈപ്പോട്ടോണിക് സലൈൻ സൊല്യൂഷനിലൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ നടക്കും. ദെൻ ബാക്കിയുള്ളതൊക്കെ സിക്കിൾ സെൽ അനീമിയ, തലസീമിയ, പ്ലാസ്റ്റിക് അനീമിയക്കൊക്കെ എന്താണ് ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ. സിക്കിൾ സെൽ അനീമിയ എന്ന് വെച്ചാൽ അബ്നോർമൽ ഷേപ്ഡ് ആണല്ലേ, നമ്മുടെ സിക്കിൾ ഷേപ്ഡ് ആയിട്ടാണ് ആയിരിക്കും ഉണ്ടാവുക. സോ അതിന് ആ ഫ്രജൈലിറ്റി അല്ലെ, പെട്ടെന്ന് പൊട്ടുന്ന ആ ഒരു ബ്രേക്ക് ഡൗൺ ആവുന്നത് കുറച്ചും കൂടി റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. സോ ദേ ആർ ഹാവിങ് ഇൻക്രീസ്ഡ് ഓസ്മോട്ടിക് ഫ്രജൈലിറ്റി. ആൻഡ് തലസീമിയ പറയുന്നത് എന്താണ്? ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഓസ്മോട്ടിക് ഫ്രജൈലിറ്റി, ദാറ്റ് ഇസ് ടാർഗറ്റ് സെൽസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ദെൻ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാല് അവിടെ RBC മെംബ്രെയിൻ ഡിഫക്ട്സോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ RBC ബോൺ മാരോ ഒക്കെ ബോൺ മാരോ ഫെയിലർ ഒക്കെയാണ് വരുന്നത് അപ്ലാസ്റ്റിക് അനീമിയയിൽ. സോ അതും അത്ര റെലവെന്റ് അല്ല നമ്മൾ ആൻസർ ആയിട്ട്. നെക്സ്റ്റ് വൺ, നോർമൽ യൂറിൻ pH. സോ നോർമൽ യൂറിൻ pH എത്രയാ വരുക? ടിപ്പിക്കലി ദ നോർമൽ യൂറിൻ pH റേഞ്ച് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A 2 to 4, ഓപ്ഷൻ B 4.5 to 8,
Option C 8.5 to 10 and option D 1.5 to 3.5. So എത്ര വരുക ആൻസർ? യെസ്, ചിപ്പി, ശില്പ ഒക്കെ ബി പറയുന്നുണ്ട്, അശ്വാക്, അച്ചൂസ്, ചിഞ്ചു ഒക്കെ ബി പറയുന്നുണ്ട്. ഓക്കെ, സോ നോർമൽ യൂറിൻ റേഞ്ച് അല്ലെ, നമ്മുടെ ഡയറ്റിനനുസരിച്ചൊക്കെ അത് മാറും. സോ ആൻസർ വരുന്നത് ബി ആണ്. വെരി ഗുഡ്. നോർമൽ യൂറിൻ പി എച്ച് എന്ന് പറയുന്നത് 4.5 to 8 ആണ്. അത് നമ്മുടെ ഡയറ്റ്, അതുപോലെ ഹൈഡ്രേഷൻ, മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് ഒന്ന് ചേഞ്ച് ആവും. അസിഡിക് യൂറിൻ പറയുന്നത് എന്താണ്? അസിഡിറ്റി, അസിഡിക് പറയുമ്പോൾ ഹയർ ലെസ് ദാൻ 6 ആയിരിക്കും അല്ലെ, 1, 2, 3 അങ്ങനെ വരുന്നതൊക്കെയാണ് അസിഡിക് പറയുന്നത്. വിത്ത് ഹൈ പ്രോട്ടീൻ ഡയറ്റ്സ് അല്ലെങ്കിൽ മെറ്റബോളിക് അസിഡോസിസ് ഒക്കെ ഉള്ളവർക്ക് അസിഡിക് യൂറിൻ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ആൽക്കലൈൻ യൂറിൻ എന്ന് പറയുന്നത് pH 7 അല്ലെങ്കിൽ 6 കൂടുതലാണെങ്കിൽ, ദാറ്റ് ഈസ് യൂഷ്വലി ദ വെജിറ്റേറിയൻ ഡയറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് ആൽക്കലൈൻ യൂറിൻ ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ UTI ഇൻഫെക്ഷൻസ്, മെറ്റബോളിക് ആൽക്കോളിസിസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൽക്കലൈൻ യൂറിൻ ആയിരിക്കും ഉണ്ടാവുക. ദെൻ 2 to 4 ഒക്കെ പറയുന്നത് ടു അസിഡിക് ആണ് അല്ലെ, ഫിസിയോളജിക്കലി നോർമൽ അല്ല ഈ 2 to 4 പറയുന്നത്. ദെൻ 8.5 to 10 നമ്മൾ പറഞ്ഞു അല്ലെ, ടു ആൽക്കലൈൻ, എന്തെങ്കിലും UTI കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ബാക്ടീരിയൽ കണ്ടാമിനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു ആൽക്കലൈനിറ്റി കാണിക്കുന്നത്. ദെൻ 1.5 ദാറ്റ് ഈസ് എക്സ്ട്രീംലി അസിഡിക് അല്ലെ, ഭയങ്കര അസിഡിക് ആയിട്ട് 3.5 എന്നൊക്കെ പറയുന്നത് ഭയങ്കര അസിഡിക് ആണ്. സോ നോർമൽ എന്ന് പറയുമ്പോൾ 4.5 ആ ഒരു റേഞ്ച് ആണ് വരിക. നെക്സ്റ്റ് വൺ, വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് പ്രോട്ടീൻ ഇൻ യൂറിൻ? പ്രോട്ടീൻ ഇൻ യൂറിൻ, പ്രോട്ടീനെ ഡിറ്റക്ട് ചെയ്യാൻ ടെസ്റ്റ് ഏതാണ്? ബെനഡിക്ട് ടെസ്റ്റ് ആണോ, ഹേ ടെസ്റ്റ് ആണോ, റൊതെറാസ് ടെസ്റ്റ് ആണോ, സൾഫോസാലിസൈലിക് ആസിഡ് ടെസ്റ്റ് ആണോ? ഏതാണ് ആൻസർ വരിക? ചിപ്പി ഡി പറയുന്നുണ്ട്, ശില്പ ഡി, ഓക്കെ, അച്ചൂസ് ഡി. ഓക്കെ, സോ പ്രോട്ടീൻ ഡിറ്റക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫോസാലിസൈലിക് ആസിഡ് ടെസ്റ്റ് ആണല്ലേ, SSA ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതൊരു ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ് പ്രോട്ടീൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ടെസ്റ്റ് എന്താണ് ചെയ്യുക, ഇവര് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക പ്രോട്ടീനെ. സോ ആ ഒരു ടെർബിഡിറ്റി നോക്കിയിട്ടാണ് നമ്മൾ അത് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ശ്രീലക്ഷ്മി, ചിഞ്ചു ഒക്കെ ഡി പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. ദെൻ എക്സ്പ്ലനേഷൻ, അതർ ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ബെനഡിക്ട് ടെസ്റ്റ് റെഡ്യൂസിങ് ഷുഗർ അല്ലെ, നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ നോക്കാൻ വേണ്ടി യൂറിനിലെ റെഡ്യൂസിങ് ഷുഗർ നോക്കാനാണ് ബെനഡിക്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ ഹേ ടെസ്റ്റ് യൂസ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ബൈൽ സോൾട്സ് ഇൻ യൂറിൻ. ദെൻ റൊതെറാസ് ടെസ്റ്റ് ഉണ്ട്, ഡിറ്റക്ട് കീറ്റോൺ ബോഡീസ് ഇൻ ദ യൂറിൻ. സോ ഇത് ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് പഠിച്ചു വെക്കണം. ഈ കാര്യം മാത്രം ഫോക്കസ് ചെയ്യേണ്ട, ബാക്കിയുള്ള ഓപ്ഷൻസും എങ്ങനെയാണെന്ന്, അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് ഒന്ന് പഠിച്ചു വെക്കണം. Okay, next one, normal glucose level in CSF is approximately option A 10 milligram per deciliter, option B 40 to 70 mg per deciliter, then option C 90 to 120 mg per deciliter, and option D same as the serum glucose. So normal glucose level CSF il എത്രയായിരിക്കും ഉണ്ടാവുക? Approx range എന്ന് പറഞ്ഞാല് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക്, യെസ്, വെരി ഗുഡ്, ബി അല്ലെ. ചിഞ്ചു, അച്ചു, ചിപ്പി ഒക്കെ ബി പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. 40 to 70 mg per deciliter വരുക അല്ലെ. യെസ്, ദാറ്റ് ഈസ് ദ നോർമൽ റേഞ്ച്. ശരിക്കും പറഞ്ഞാല് 60 to 70 നമ്മളെ ബ്ലഡ് സെറത്തിൽ ഉണ്ടാവുന്നത്, പക്ഷെങ്കിൽ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് അല്ലെ, ആ ഒരു ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 40 to 70 mg per deciliter ആയിരിക്കും ഉണ്ടാവുക. സോ ഇറ്റ് റിഫ്ലെക്ട്സ് ദ ബാലൻസ് ബിറ്റ്വീൻ ദ ട്രാൻസ്പോർട്ട് ആക്സസ്, ദ ബ്ലഡ് ബ്രെയിൻ അല്ലെ, ബ്ലഡ് ബ്രെയിൻ ആൻഡ് ബാരിയർ, സെല്ലുലർ യൂട്ടിലൈസേഷൻ ഒക്കെ കഴിഞ്ഞ ആ ഒരു റേഞ്ച് 40 to 70 mg per deciliter. സോ 10 mg ഒക്കെ പറയുന്നത് ടു ലോ ആണ്, ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ മെനഞ്ചൈറ്റിസിലൊക്കെയാണ് കാണുന്നത്. ദെൻ 90 to 120 milligrams per deciliter എന്ന് പറയുന്നത് നോർമൽ ആണല്ലേ, പക്ഷേ CSF-ൻ്റെതായിട്ട് റിലേറ്റഡ് അല്ല. Same as serum glucose, that is the incorrect. CSF glucose is lower than the serum glucose. So that is incorrect. Next one, oligozoospermia is, options are absence of semen, option B decreased sperm motility, option C low sperm count, and option D abnormal sperm morphology. So oligozoospermia എന്ന് പറഞ്ഞാല്
ആ ഒരു ടേം മീനിങ് എന്താണെന്ന് ചോദിക്കുന്നത്. സോ ഏതായിരിക്കും? ഒളിഗോ സൂസ്പെർമിയ. ഒളിഗോമേഴ്സ് എന്നൊക്കെ കേട്ടില്ലേ? ഒളിഗോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, സി ആണല്ലേ? യെസ്, ചിഞ്ചു കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു മിക്സ്ഡ് ആൻസർ ഒക്കെ കാണാം. സോ സി ആണ്. ദാറ്റ് ഈസ് ലോ സ്പേം കൗണ്ടിന് നമ്മൾ ഒളിഗോ എന്ന് പറയുന്നത്, ഒളിഗോ സൂസ്പെർമിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആ ഇജാക്കുലേഷന്റെ ടൈമില് കോൺസെൻട്രേഷൻ ഓഫ് സ്പേം എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 15 millions per ml. ഓക്കെ, സെമൻ എടുത്താൽ ലെസ് ദാൻ 15 ഒക്കെ ആണെങ്കിൽ നമ്മൾ ലോ സ്പേം കൗണ്ട്. ദെൻ ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ മെയിൽ, ഇൻഫെർട്ടൈൽ മെയിൽസിന്റെ ഒക്കെ അതായിരിക്കും അളവ് ഉണ്ടാവുക. ദെൻ അതർ ഓപ്ഷൻ ആബ്സെൻസ് ഓഫ് സെമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്പെർമിയ ആണ്. ഓക്കെ, ആ ഒരു വേർഡ് മീനിങ്, ഓക്കെ, ആ ഒരു എന്താണ് അതിന്റെ പെർട്ടിക്കുലർ ടേം എന്താന്ന് യൂസ് ചെയ്യുന്നത് പഠിച്ചു വെക്കണം. ആബ്സെൻസ് ഓഫ് സ്പേം എന്ന് പറഞ്ഞാൽ, സെമൻ എന്ന് പറഞ്ഞാൽ എസ്പെർമിയ ആണ്. Then decreased sperm motility, asthenozoospermia. Okay, decreased sperm motility ഒക്കെ കുറവാണെങ്കിൽ സ്പെർമിന്റെ asthenozoospermia എന്ന് പറയും. Then abnormal morphology ആണെങ്കിൽ ലൈക്ക് ഹെഡ് വേറൊരു ഷേപ്പ്, അല്ലെങ്കിൽ എന്താണ് ഹെഡ് മിഡിൽ പീസ് ഇല്ലാണ്ട് ടെയിൽ മാത്രമാണെങ്കിൽ ഹെഡ് ടെയിൽ, അങ്ങനെ ആ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവില്ലേ മോർഫോളജിയിൽ. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ടെറാറ്റോസൂസ്പെർമിയ എന്ന് പറയും. സോ ആ ഒരു ടേംസ് നന്നായി പഠിക്കണം. Next question. The most commonly used concentration of formalin is, options are 1%, option B 10%, option C 70%, and option D 95%. So എത്രയാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ? യെസ്, അച്ചൂസ്, ശില്പ, കാർത്തിക ഒക്കെ പറയുന്നുണ്ട് ആൻസർ. യെസ്, ബി ആണല്ലേ ആൻസർ. 10% ആണ് വരുന്നത്. ബി ആൻസർ ബി ആണ്. സോ 10% ആണ് നമ്മൾ എടുക്കുന്ന ആ ഒരു കോൺസെൻട്രേഷൻ. ഹിസ്റ്റോപാത്തോളജിയിലൊക്കെ യൂസ് ചെയ്യുന്ന 10% ആണ്. Then it is actually a 4% solution of formaldehyde gas in water, buffered to prevent tissue damage. അല്ലേ, നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു, ആ ടിഷ്യൂ ഡാമേജും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് ഫോർമാലിൻ. 10% ഫോർമാലിൻ യൂസ് ചെയ്യുന്നത്. ഇനി 1% ഫോർമാലിൻ പറയുമ്പോൾ ടു ഡൈല്യൂട്ട്, അല്ലെങ്കിൽ എന്താണ് ഇൻഎഫക്റ്റീവ് ആണത് for tissue fixation. Then 70% is alcohol based preservation. Formalin le nammal 70% alla use cheyyunnathu. 95% parayunna refers to ethanol alle. Routine formalin fixation le nammal 10% use cheyyarullu. Okay, next question. The process of impregnating tissues with paraffin wax is called, endana oru term endana? Option A fixation, option B embedding, option C infiltration, and option D dehydration. So എന്തായിരിക്കും ആ ടേം? ഇംപ്രഗ്നേറ്റിംഗ്. ഇംപ്രഗ്നേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആൽക്കഹോളിനെല്ലാം അങ്ങ് എടുത്തു കളയല്ലേ, എന്നിട്ട് അവിടെ എന്താണ് മിസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. സോ രണ്ടിലും കൂടി പോകുന്നതിന് നമ്മൾ മിസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. സോ ഏതാ വരുക? ആൻസർ ഏതാ വരുക? എ ആണോ? ഫിക്സേഷൻ ആണോ? എംബെഡിംഗ് ആണോ? ഇൻഫിൽട്രേഷൻ ആണോ? അല്ലെ ഡീഹൈഡ്രേഷൻ ആണോ? യെസ്, ഓപ്ഷൻ സി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചിപ്പി, രേഷ്മ, ചിഞ്ചു ഒക്കെ സി എന്നാ പറയുന്നത്. ബട്ട് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇൻഫിൽട്രേഷൻ ആണ്. സോ ഇത് തെറ്റിക്കാൻ ചാൻസ് ഇല്ലതാണ്. ഇൻഫിൽട്രേഷൻ ആണ്. ദാറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇംപ്രഗ്നേറ്റിംഗ് ടിഷ്യൂ അല്ലേ. എന്താണ്? മോൾട്ടൺ പാരഫിൻ ഡീഹൈഡ്രേഷൻ ക്ലിയറിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ടിഷ്യൂസിലേക്ക് കൂടുതൽ പെനിട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? impregnating tissues, that is infiltration ആണ് ആ പ്രോസസ് ചെയ്യുന്നത്. ഇൻഫിൽട്രേഷൻ ചെയ്യുന്നത് മൈക്രോടോമൽ ഒക്കെ ചെയ്യുന്നതിന്റെ മുന്നിലെ. ദെൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റെപ്പ് ആണല്ലേ, മോസ്റ്റ് കോമൺലി വിത്ത് ഫോർമാലിൻ. ദെൻ എംബെഡിംഗ് എന്ന് പറയുന്നത് ഇൻഫിൽട്രേഷൻ കഴിഞ്ഞിട്ടില്ലേ, ദാറ്റ് ഇസ് ദ എന്താണ് ആ മോൾഡ് പാരഫിൻ ആയിട്ട് ആ ഒരു എംബെഡിങ് അല്ലെ, ആ ഒരു എംബെഡ് ചെയ്ത് വെക്കുന്നത്, ബ്ലോക്കിനെ എംബെഡ് ചെയ്ത് വെക്കുന്നത്. ദെൻ ഡീഹൈഡ്രേഷൻ മീൻസ് ദ റിമൂവൽ ഓഫ് വാട്ടർ അല്ലെ, വാട്ടറിനൊക്കെ റിമൂവ് ചെയ്ത് ബിഫോർ ഇൻഫിൽട്രേഷൻ നമ്മൾ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയറിംഗ് ഈസ് ഡൺ യൂസിങ്, ഓപ്ഷൻസ് ആർ എ ആൽക്കഹോൾ ആണോ, ഓപ്ഷൻ ബി ഫോർമാലിൻ ആണോ, ഓപ്ഷൻ സി സൈലിൻ ആണോ, ആൻഡ് ഓപ്ഷൻ ഡി ഈഥർ ആണോ? ഏതാണ് ക്ലിയറിംഗ്? യെസ്, ആൻസർ പറയുന്നുണ്ട്.
യെസ്, അച്ചു, ചിപ്പി, മുൻഷിഫ, ശില്പ, ഫരീദ ഒക്കെ സിയ പറയുന്നത് ക്ലിയറിംഗ് അല്ലേ? ക്ലിയറിംഗ് ഇസ് ഡൺ. ക്ലിയറിംഗ് ഇസ് ഡൺ യൂസിങ് എന്താണ്? സൈലിൻ ആണ്. സൈലിൻ വെച്ച് വിസിബിൾ ആയിട്ടുള്ള സൈലിൻ വെച്ചാണ് നമ്മൾ ക്ലിയറിംഗ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നത്. ക്ലിയറിംഗ് അല്ലെ? ടിഷ്യൂ പ്രോസസിങ്. ഇതില് നമ്മൾ ടിഷ്യൂ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഇതിൽ നമ്മൾ ആൽക്കഹോളിനെ റിപ്ലേസ് ചെയ്യുന്നത് അല്ലെ? സൈലിൻ പോലത്തെ സബ്സ്റ്റൻസ് വെച്ച്, മിസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെച്ച്, അതായത് ആൽക്കഹോളിലും പോവും പാരഫിൻ വാക്സിലും. സോ അങ്ങനെയുള്ള സബ്സ്റ്റൻസ് വെച്ചാണ് നമ്മൾ ക്ലിയറിംഗ് ചെയ്യുന്നത്. So silin makes the tissue transparent, clear and prepares it for infiltration with the molten paraffin. So കുറച്ചുകൂടി കട്ടി ടിഷ്യൂനി നല്ല ഹാർഡൻ ആവും അല്ലെ? നല്ല ഈസി സെക്ഷനിങ് പോസിബിൾ ആണ്. ദെൻ അതർ ഓപ്ഷൻസ് പറയാം, ആൽക്കഹോൾ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡീഹൈഡ്രേഷൻ. ക്ലിയറിംഗ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല. ഫോർമാലിൻ അല്ലെ? എന്താണ്? ഫിക്സേഷൻ ആണ് ചെയ്യുന്നത്. ദെൻ either rarely used, was historically used for dehydration or lipid ആയിട്ടുള്ള dissolution ഒക്കെ standard method അല്ല. Next one, optimum thickness of paraffin section is. നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. optimum thickness of paraffin section ഏതാ വരുക? ഓപ്ഷൻസ് ആർ 1 to 2 micrometer, option B 3 to 5 micrometer, option C 8 to 10 micrometer and option D is 10 to 12 micrometer. So ഏതായിരിക്കും വരുക ആൻസർ? യെസ്, കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബി ആണ്, 3 to 5 micrometers ആണ്. യെസ്, കുറെ ആൾക്കാർ ബി ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ തെറ്റിയവരൊന്ന് ശ്രദ്ധിക്കണം. ബി ആണ് വരുക അല്ലെ? അത്രയും തിൻ ആയിട്ടുള്ളത്. നമ്മൾ മൈക്രോടോം ചെയ്യുമ്പോൾ 3 to 5 micrometer തിക്നെസ്സിലാണ് നമ്മൾ അതിനെ നല്ല നീറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് അല്ലെ? ദ തിക്നെസ് എൻഷുവേഴ്സ് ദ സെല്ലുലാർ ഡീറ്റെയിൽസ്. എന്തുകൊണ്ടാണ്? ആ ഒരു തിക്നെസ്സിലെ സെല്ലുലാർ ഡീറ്റെയിൽസും അതൊക്കെ നല്ല ഹൈലി വിസിബിൾ ആയിരിക്കും നമ്മളെ മൈക്രോസ്കോപ്പിലെ. ഓവർലാപ്പിങ്ങോ അല്ലെങ്കിൽ ഡിസ്റ്റോഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ദെൻ 1 to 2 എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിരിക്കും. 2 തിൻ സെഷൻ ആയിരിക്കും അല്ലെ? സ്പെഷ്യൽ ടെക്നിക്സ് ലൈക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഒക്കെ ആണെങ്കിലും 1 to 2 micrometer is okay. Then 8 to 10 micrometer പറയുന്നത് വലിയ കുറച്ചും കൂടി തിക്നെസ് കൂടിയതായിരിക്കും. അത് എന്താണ്? ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അത്ര നല്ല രീതിയിൽ നമുക്ക് കിട്ടില്ല മൈക്രോസ്കോപ്പിലെ കൂടെ നോക്കിയാൽ. Then 10 to 12 എന്ന് പറയുന്നതും സ്പെഷ്യൽ ടിഷ്യൂസിനൊക്കെ യൂസ് ചെയ്യുക, ലൈക്ക് ബ്രെയിൻ അല്ലെ? ഈ പാരഫിൻ സെക്ഷനിലൊന്നും സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് 10 to 12 micrometers യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെമറ്റോക്സിലിൻ സ്റ്റെയിൻസ്. എന്താണ് ഹെമറ്റോക്സിലിൻ സ്റ്റെയിൻ ചെയ്യുക? ഓപ്ഷൻസ് ആർ cytoplasm, option B mitochondria, option C nuclei and option D collagen. So ഏതാണ്? യെസ്, ശില്പ സി പറയുന്നുണ്ട്. സോ ഹെമറ്റോക്സിലിൻ സ്റ്റെയിൻ ചെയ്യുന്നത് ഏതാണ്? ഹെമറ്റോക്സിലിൻ. സോ നല്ല ഫെമിലിയർ ആയിട്ട് തന്നെ H&E സ്റ്റെയിനിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? സോ ഏതാണ്? യെസ്, സി. യെസ്, എല്ലാവർക്കും ഡൗട്ട് ഇല്ല അല്ലെ? എല്ലാവരും സി എന്ന് തന്നെയാന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണല്ലേ? ന്യൂക്ലിയൈനെയാണ് സ്റ്റെയിൻ ചെയ്യുക ഹെമറ്റോക്സിലിൻ എന്ന് പറയുന്നത്. സോ ഹെമറ്റോക്സിലിൻ പറയുന്ന ഒരു ബേസിക് ഡൈ ആണ്. സോ അത് ഏത് സ്ട്രക്ചറിനെയാണ് സ്റ്റെയിൻ ചെയ്യുക? അസിഡിക് ആയിട്ടില്ല അല്ലെ? ബേസോഫിലിക് ആയിട്ടില്ലേ? ബേസോഫിലിക് അല്ലെ? അങ്ങനത്തെ സ്ട്രക്ചേഴ്സിനെയാണ് അവര് സ്റ്റെയിൻ ചെയ്യുക. സോ പർപ്പിൾ കളറോ അങ്ങനെ ന്യൂക്ലിയൈ, ദെൻ DNA, RNA അങ്ങനത്തെ ഒക്കെ സ്റ്റെയിൻ ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യും. ന്യൂക്ലിയർ മോർഫോളജി ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഹെമറ്റോക്സിലിൻ ആണ്. The next one is cytoplasm. ബാക്കിയുള്ള ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ സൈറ്റോപ്ലാസം സ്റ്റെയിൻ ചെയ്യുന്ന യോസിൻ ആണല്ലേ? ഹെമറ്റോക്സിലിൻ അല്ല. ദെൻ മൈറ്റോകോൺട്രിയ, എന്താണ്? മൈറ്റോകോൺട്രിയൽ സ്റ്റെയിൻസ് ഉണ്ട്. ദെൻ കൊളാജൻസ് ബൈ പിങ്ക്, സ്റ്റെയിൻഡ് പിങ്ക് ബൈ യോസിൻ ആൻഡ് ഗ്രീൻ ബ്ലൂ ബൈ മേസൺ ട്രൈക്കോം സ്റ്റെയിൻസ്. ഓക്കെ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഹെമറ്റോക്സിലിന്റെ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പ്രൈമറി ഫിക്സേറ്റീവ് യൂസ്ഡ് ഇൻ പാപ്പ് സ്റ്റെയിനിങ്? പാപ്പ് സ്റ്റെയിനിങ്ങിൽ ഏതാ യൂസ് ചെയ്യുക? പ്രൈമറി ഫിക്സേറ്റീവ് ഏതാ യൂസ് ചെയ്യുക? ഓപ്ഷൻസ് ആർ എ എത്തനോൾ, ഓപ്ഷൻ ബി ഫോർമാലിൻ, ഓപ്ഷൻ സി അസറ്റോൺ ആൻഡ് ഓപ്ഷൻ ഡി ബോവിൻ സൊല്യൂഷൻ. പ്രൈമറി ഫിക്സേറ്റീവ് പാപ്പ് സ്റ്റെയിനിങ്ങിലെ പ്രൈമറി ഫിക്സേറ്റീവ് ഏതാണ്? ശില്പ, ചിപ്പി ഒക്കെ എ പറയുന്നുണ്ട്. യെസ്, ഏതാണ്? എ ആണല്ലേ? വെരി ഗുഡ്.
എ എത്തനോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക പ്രൈമറി ഫിക്സേറ്റീവ് ആയിട്ട് 95% എത്തനോൾ അല്ലെ ആ ഒരു സെല്ലുലാർ മോർഫോളജി ഒക്കെ പ്രിസർവ് ചെയ്യാൻ പാപ്സ്മിയർ പോലത്തെ നമ്മൾ ചെയ്യുന്നത്. സോ അതെന്താണ് പെട്ടെന്ന് തന്നെ ഫിക്സിങ്ങും നടക്കും, അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റിംഗ് അല്ലെ സെൽസിനെ ഡീഹൈഡ്രേറ്റ്, പിന്നെ ഓട്ടോലൈസസ് അതിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യും അല്ലെ, പ്രിസർവിങ് ന്യൂക്ലിയർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പ്രിസർവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ഓപ്ഷൻസ് പറയുന്നത് ഫോർമാലിൻ ഹിസ്റ്റോപാത്തോളജിയിൽ ടിഷ്യൂ ഫിക്സേറ്റീവ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നോട്ട് ഐഡിയൽ ഫോർ ദ സൈറ്റോളജി സ്മിയേഴ്സ്. ദെൻ അസറ്റോൺ ഉണ്ട്, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സൈറ്റോകെമിക്കൽ ടെക്നിക്സ്, പാപ്പ് സ്റ്റെയിനിങ്ങിലൊന്നും ഐഡിയൽ അല്ല. ദെൻ ബോയിൻ സൊല്യൂഷൻ ഉണ്ട്, പെക്രിക് ആസിഡ് ബേസ്ഡ് ഫിക്സേറ്റീവ് ആണ് ഫോർ ഹിസ്റ്റോളജിക്കൽ പർപ്പസ് ആൻഡ് നോട്ട് യൂസ്ഡ് ഫോർ പാപ്പ് സ്മിയർ. Okay, next one, liquid based cytology reduces which of the following errors? So LBC അല്ലെ, liquid based cytology. So അതെന്താണ്, എന്ത് എറർ അത് കുറക്കുന്നത്? നമ്മൾ പറയാറുണ്ടല്ലേ, എന്തൊരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എന്തൊരു മെഡിക്കൽ ആയിട്ടുള്ള എന്തൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെതായ ഒരു നെഗറ്റീവ് ഉണ്ടാവും അല്ലേ. സോ ഇതില് ലിക്വിഡ് LBCയില് എന്താണ് അതിന്റെ ഒരു റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എറർ എന്താണ്? കളക്ഷൻ എറേഴ്സ് ആണോ, ഫിക്സേഷൻ എറേഴ്സ് ആണോ, അല്ലെങ്കിൽ സ്ക്രീനിങ് എറേഴ്സ് ഡ്യൂ ടു ഓവർലാപ്പിംഗ് ആണോ, അല്ലെങ്കിൽ റേഡിയോളജിക്കൽ എറേഴ്സ് ആണോ? ഏതായിരിക്കും ആൻസർ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഒരു മിക്സ്ഡ് ആൻസർ, ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് തോന്നുന്നല്ലേ. LBCയില് ലിക്വിഡ് ബേസ്ഡ് ഒന്നുമില്ല, നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് സെൽസും കാര്യങ്ങളും ഒക്കെ ഐസൊലേറ്റ് ചെയ്ത് എന്താണ് ഒരു ലിക്വിഡിലല്ലേ, ഒരു കൈൻഡ് ഓഫ് സൊല്യൂഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, പിന്നെ നമ്മൾ മൈക്രോസ്കോപ്പിക് വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ ഏതായിരിക്കും ആൻസർ? ഏതാ? യെസ്, ചിഞ്ചു, രേഷ്മ, ഫരീദ ഒക്കെ സി പറയുന്നുണ്ട്. യെസ്, ഓഫ് കോഴ്സ്. എന്താണ് ആ ഒരു സ്ക്രീനിങ് വരും, ആ ഒരു ഓവർലാപ്പിംഗ് വരും അല്ലേ. യെസ്, ഓവർലാപ്പിംഗ് വരും, സെൽസിനൊക്കെ ആ ഒരു സ്ക്രീനിങ് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ സി ആണ് ആൻസർ വരിക. യെസ്, വെരി ഗുഡ്. സോന, സന, ശ്രീലക്ഷ്മി ഒക്കെ സി പറഞ്ഞിട്ടുണ്ട്. സോ LBC, ദാറ്റ് ഇംപ്രൂവ് സാമ്പിൾ ക്വാളിറ്റി ബൈ ക്രിയേറ്റിംഗ് എ തിൻ ഈവൻ ലെയേഴ്സ് ഓഫ് സെൽസ് ഓൺ ദ സ്ലൈഡ് അല്ലെ, നല്ല തിൻ ആയിട്ടുള്ള സെൽസ് ഒക്കെ. ദാറ്റ്സ് സിഗ്നിഫിക്കന്റ്ലി ഇറ്റ് ക്യാൻ റെഡ്യൂസ്, എന്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? സെൽ ഓവർലാപ്പിംഗ്. ഓക്കെ, സോ മോർ അക്യുറേറ്റ് സ്ക്രീനിങ് ടെക്നിക് ആണ് ലൈക്ക് പാപ്പ് സ്മിയർ. ദെൻ കളക്ഷൻ എറേഴ്സ് ഒന്നും അതുമായിട്ട് റിലേറ്റഡ് അല്ല അല്ലെ. LBC എന്താണ് ആ ഒരു കളക്ഷൻ എറേഴ്സോ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കായിട്ട് റിലേറ്റഡ് അല്ല. ദെൻ ഫിക്സേഷൻ എറർ ദാറ്റ് ഇസ് പാർഷ്യലി റെഡ്യൂസ്ഡ്, മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഓഫ് LBC ആണ് അല്ലെ. LBC അല്ല, സോറി. ദെൻ റേഡിയോളജിക്കൽ എറേഴ്സ് എന്ന് പറയാൻ അൺറിലേറ്റഡ്. LBC ഇസ് എ മൈക്രോസ്കോപ്പിക് ഡയഗ്നോസ്റ്റിക് മെത്തേഡ് അല്ലെ, റേഡിയോളജിക്കലും കാര്യമൊന്നും അല്ലല്ലോ. Okay, next one. Which of the following is a common site for FNAC? So, important ആയിട്ടുള്ള നമ്മളെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ സ്റ്റിൽ കുറച്ച് ആൾക്കാർ തെറ്റിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. എ ബ്രെയിൻ ആണോ, ബി തൈറോയിഡ് ആണോ, സി ഹാർട്ട് ആണോ, ആൻഡ് ഡി ഇൻറ്റസ്റ്റൈൻ ആണോ? ഓക്കെ, സോ ഏതാണ് വരുക? യെസ്, തൈറോയിഡ് ആണല്ലേ. ബ്രെയിനോ ഹാർട്ടോ ഇൻറ്റസ്റ്റൈനോ ഒന്നല്ല. FNAC നമ്മൾ ചെയ്യുന്നത് ബ്രെയിനിലൊക്കെ ചെയ്യുന്നത് ഭയങ്കര എന്താണ് റിസ്കി ആയിട്ടുള്ളതാന്നല്ലേ. സോ FNAC എന്ന് പറയുന്നത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്നത് മിനിമലി ഇൻവാസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണല്ലേ. ദാറ്റ് ജസ്റ്റ് എക്സ്ട്രാക്ട്സ് സെല്ലുലാർ മെറ്റീരിയൽസ്, തിൻ നീഡിൽ യൂസ് ചെയ്ത് ജസ്റ്റ് സെല്ലുലാർ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്നത്. സോ നമ്മൾ മെയിൻലി നമ്മൾ എടുക്കുന്ന ആ ഒരു റീജിയൻ ആണ് തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെ. തൈറോയിഡ് ഗ്ലാൻഡ് എന്നാണ് നമ്മൾ എടുക്കുന്നത്, സ്പെഷ്യലി ഫോർ ഇവാലുവേറ്റിംഗ് തൈറോയിഡ് നോഡ്യൂൾസ്, എന്തെങ്കിലും മാലിഗ്നൻസി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനൈൻ ലീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ബ്രെയിൻ, ബാക്കിയുള്ള ഓപ്ഷൻ പറയുകയാണെങ്കിൽ ബ്രെയിൻ ഒക്കെ എന്താണ് FNAC എന്ന് പറയും ഭയങ്കര റിസ്കി ആണ് അല്ലെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. സോ ബയോപ്സിയും അല്ലെ ന്യൂറോ സർജിക്കൽ ഇന്റർവെൻഷൻസ് ഒക്കെയാണ് സേഫ് എന്ന് പറയുന്നത്. ദെൻ ഹാർട്ട് നമ്മൾ FNAC ചെയ്യില്ല അല്ലെ.
ദെൻ അതിലും ബയോപ്സി ചിലപ്പോൾ നീഡഡ് ആണെങ്കിൽ ബയോപ്സി ചെയ്യും. ദെൻ ഇന്റെസ്റ്റൈൻ ജനറലി ഇവാലുവേറ്റഡ് യൂസിങ് എൻഡോസ്കോപ്പിക് ബയോപ്സി അല്ലെ, FNACയും കാര്യമൊന്നുമല്ല. ഓക്കെ, സോ എന്റെ ഈ സെഷൻ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇനി നെക്സ്റ്റ് ശ്രീലക്ഷ്മി മാം വരും. ഓക്കെ, സോ നമ്മൾ ഇതുവരെ നമ്മൾ നോക്കിയത് സൈറ്റോളജി, സൈറ്റോപാത്തോളജി, കുറച്ച് ഹിസ്റ്റോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ്. സോ കുറെ സ്റ്റെയിൻസിന്റെ കാര്യങ്ങളൊക്കെ ഒരു ടാബുലർ കോളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ പഠിക്കുക, ഇമ്പോർട്ടന്റ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നോക്കുക. പിന്നെ നമ്മളെ സെക്കൻഡ് സെഷനിലേക്ക് നമ്മൾ പറഞ്ഞു അല്ലേ, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഒക്കെ നോക്കി. സോ അത് നിങ്ങൾ എനിക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കാൻ പാടില്ല. ഓക്കെ, സോ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് കടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി മൈക്രോബയോളജിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പഠിച്ചു. നമ്മൾ ഹിസ്റ്ററി, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ, അതുപോലെ ബാക്ടീരിയോളജി, വൈറോളജി, പാരസൈറ്റോളജി, അങ്ങനെ ഒരുപാട് കുറച്ച് പോയിന്റ്സ് ഒക്കെ പഠിച്ചു. അപ്പോൾ നേരത്തെ കണ്ട പോയിന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ, നേരത്തെ കുറേ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ പോയിന്റ്സും ഓർത്ത് വെക്കുക, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ 4-year-old boy present with a fever, conjunctivitis, cough and maculopapular rashes spreading from the face downwards. Coplic spots are noted. The causative virus belongs to which family? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ വൈറോളജിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊപ്ലിക് സ്പോട്സ്, നമ്മൾ ജർമ്മൻ മീസിൽസ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഏതിലായിരുന്നു കൊപ്ലിക് സ്പോട്ട് നമ്മൾ കണ്ടേ? ഫ്ലാവി വിരിഡി ആണോ വരിക, അതോ പാരാമിക്സോ വിരിഡി ആണോ, ടോഗ വിരിഡി ആണോ, പിക്കോർണ വിരിഡി ആണോ? അപ്പൊ നമ്മൾ വൈറസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് DNA ക്ലാസിഫിക്കേഷൻ, DNA ജീനോം ഉള്ളതും, അതുപോലെ തന്നെ RNA തന്നെ പോസിറ്റീവ് സെൻസ് ഉണ്ട്, നെഗറ്റീവ് സെൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ നമ്മൾ ഇവിടെ കൊപ്ലിക് സ്പോട്ട് ആണ്. കൊപ്ലിക് സ്പോട്ട് ഏതിലാ വരുക? കൊപ്ലിക് സ്പോട്ട് നമ്മൾ ഏത് ഡിസീസിലായിരുന്നു കൊപ്ലിക് സ്പോട്ട് പറഞ്ഞത്? ഏതിലായിരുന്നു പറഞ്ഞത്? കൊപ്ലിക് സ്പോട്ട് നമ്മൾ എവിടെയാ പറഞ്ഞേ? കൊപ്ലിക് സ്പോട്ട് നമ്മൾ പറഞ്ഞത് മീസിൽസിലാണ്. മീസിൽസ് ഏത് ഫാമിലിയാ വരുക? പാരാമിക്സോ വിരിഡിയിലാണ്. ഈ പാരാമിക്സോ വിരിഡിയിൽ വരുന്ന വേറെ ഏതൊക്കെയുള്ളേ? മീസിൽസ് കൂടാതെ വേറെ ആരൊക്കെയുള്ളേ പാരാമിക്സോ വിരിഡിയിൽ? മീസിൽസ് കൂടാതെ പാരാമിക്സോ വിരിഡിയിൽ ആരൊക്കെ ഉണ്ട്? മംസ് ഉണ്ട്, RSV ഉണ്ട്. നിപ്പ ഇതിലെ വരിക? നിപ്പ നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലെ. നിപ്പ കേരളത്തിൽ 2018 ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് ഉണ്ടാവുന്നത് അല്ലെ. ആ നിപ്പ നമുക്കൊരു ഏകദേശം ഒരു 90% അത്രയും വരെ അതിനൊരു ഫാറ്റാലിറ്റി റേറ്റ് പറയുന്നുണ്ട്. നിപ്പ വരുന്നതും ഈ പാരാമിക്സോ വിരിഡിലാണ്. ഈ പാരാമിക്സോ വിരിഡെ പോസിറ്റീവ് സെൻസ് ആണോ അതോ നെഗറ്റീവ് സെൻസ് ആണോ? ഏതാണ് വരുക? RNA വൈറസ് ആണ് അല്ലെ. RNA വൈറസ് ആണ് പാരാമിക്സോ വിരിഡെ. പോസിറ്റീവ് സെൻസ് ആണോ അതോ നെഗറ്റീവ് സെൻസ് ആണോ? ഏത് വരും? പാരാമിക്സോ വിരിഡെ. യെസ്, ഓക്കെ. മീസിൽസ്, മംസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഏതാ ജീനോം വരിക? RNA ആണ് ജീനോം, അതും നമ്മൾ പറഞ്ഞു. അതിൽ പോസിറ്റീവ് സെൻസ് ആണോ അതോ നെഗറ്റീവ് സെൻസ് ആണോ വരിക? ഏത് വരും? പോസിറ്റീവ് സെൻസ് ആണോ നെഗറ്റീവ് സെൻസ് ആണോ പാരാമിക്സോ വിരിഡയിൽ വരിക? യെസ്, നെഗറ്റീവ് സെൻസ് ആണ് അല്ലെ. നെഗറ്റീവ് സെൻസ് ആണ് പാരാമിക്സോ വിരിഡെ അല്ലെ. പാരാമിക്സോ വിരിഡെ വരുന്നത് നെഗറ്റീവ് സെൻസ് ആണ്. ഓക്കെ, അപ്പോൾ മീസിൽസ് വൈറസ് ഇസ് എ പാരാമിക്സോ വിരിഡെ ക്യാരക്ടറൈസ്ഡ് ബൈ കൊപ്ലിക് സ്പോട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഡിസെൻഡിങ് റാഷ്, ഫ്ലാവി വിരിഡെ, ഡെങ്കി, യെല്ലോ ഫീവർ ഒക്കെയാണ്. ടോഗ വിരിഡെ. ഈ റുബെല്ലയ്ക്ക് നമ്മൾ വേറൊരു പേര് പറഞ്ഞിരുന്നല്ലോ. ഏതായിരുന്നു? റുബെല്ലയ്ക്ക് നമ്മൾ ഒരു പേര് പറഞ്ഞിരുന്നു. ഈ മീസിൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേര് ജർമ്മൻ മീസിൽസ് അല്ലെ. ജർമ്മൻ മീസിൽസ് എന്നൊരു പേര് നമ്മൾ പറഞ്ഞിരുന്നു, ഒന്ന് ഓർത്തിരിക്കാം. ദെൻ പിക്കോർണ വിരിഡെ, അതിൽ പോളിയോ, എൻട്രോ വൈറസ് ഒക്കെ വരും. ഡു നോട്ട് കോസ് ദിസ് പ്രസന്റേഷൻ. ഈ പിക്കോർണ വിരിയയില് ഏത് ഹെപ്പറ്റൈറ്റിസ് ആ വരിക? പിക്കോർണ വിരിയുടെ ഫാമിലി ഏത് ഹെപ്പറ്റൈറ്റിസ് ആ വരിക? നമ്മൾ പറഞ്ഞിരുന്നു ഹെപ്പറ്റൈറ്റിസ് B മാത്രമാണ് DNA വരുന്നത്, ബാക്കിയെല്ലാം തന്നെ RNA വൈറസിലാണ് വരിക. RNA ഒരു കാറ്റഗറിയിലാണ് വരിക അല്ലെ. അപ്പൊ പിക്കോർണയിൽ വരുന്നത് ഏത് ഹെപ്പറ്റൈറ്റിസ് ആണ്? ഹെപ്പറ്റൈറ്റിസ് ഏത് ഹെപ്പറ്റൈറ്റിസ് ആണ്? A ആണോ അതോ E ആണോ അതോ C ആണോ? ഹെപ്പറ്റൈറ്റിസ് A ആണ് അല്ലേ. ഹെപ്പറ്റൈറ്റിസ് A അല്ലേ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് C ഏതിൽ വരും? ഹെപ്പറ്റൈറ്റിസ് C
ഹെപ്പറ്റൈറ്റിസ് സി ഏത് ഫാമിലിയാണ് ഹെപ്പറ്റൈറ്റിസ് സി വരുക? ഏത് ഫാമിലിയാണ് വരിക? ഫ്ലാവി ആണ് അല്ലെ? ഫ്ലാവി വൈറസിലാണ് വരിക. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കി വെക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. Then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A patient developed hydrophobia, agitation and confusion after a dog bite. The negri bodies are seen in brain biopsy. What is the causative virus? Herpes simplex virus, and then rhabdovirus, flavivirus, then toga virus. ഇത് ഏതാണ് വരിക? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ് അല്ലെ? റാബിസ് വരി. യെസ്, ഓപ്ഷൻ ബി ആണ്. നമുക്ക് ഓപ്ഷൻസ് വരെ നോക്കണ്ട അല്ലെ? നമുക്ക് റാബിസ് ഏത് ഫാമിലിയാണ് വരിക? യെസ്, റാബ്ഡോ വൈറസ് ആണ് വരിക. റാബ്ഡോ വിരിഡി അല്ലേ വരുക? റാബ്ഡോ വിരിഡി ആണ് വരിക. ഈ ടോഗ വൈറസ് ഏതായിരുന്നു? ചിക്കൻ ഗുനിയ, റുബൽ ഒക്കെ ആയിരുന്നു അല്ലെ ടോഗ വൈറസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഈസ് ട്രാൻസ്മിറ്റഡ് വയ ഫീക്കൽ ഓറൽ റൂട്ട് ആൻഡ് ഇറ്റ്സ് മോർ കോമൺ ഇൻ വാട്ടർ ബോൺ ഔട്ട്ബ്രേക്സ്? HAV and HEV, HBV, then HCV, then HDV. ഏതാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസിൽ വാട്ടർ ബോൺ ഔട്ട്ബ്രേക്സ് ആയിട്ടുള്ളത്? നമ്മൾ ഫീക്കൽ ഓറൽ റൂട്ട് വഴി മെയിൻ ആയിട്ട് വരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ് വരിക? ഏത് വരും? ഓപ്ഷൻ എ ആണ് അല്ലെ? ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ ആണ് അല്ലെ? ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ ആണ് നമ്മൾ ഫീക്കൽ ഓറൽ റൂട്ട് വഴി. HAV, picorna virus, and HEV, herpes virus, and transmitted enterically. HBV and HCV spread via blood അല്ലെങ്കിൽ സെക്സ് ത്രൂ ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഫീക്കൽ ഓറൽ റൂട്ട് വഴി വരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ ആണ്. നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസിൽ എയും ഇയും ഏകദേശം സിമിലർ ആണ്, ബാക്കി ഈ ബിയും സിയും ഡിയും ഏകദേശം സിമിലർ ആണ്. ഈ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഏതാണെന്ന് അറിയോ? ഏത് ദിവസമാണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ? അറിയാവോ? വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഏത് ദിവസമാണെന്ന് അറിയാവോ? ഹെപ്പറ്റൈറ്റിസ് ഡേ ഒന്ന് കമന്റ് ചെയ്യോ? ഹെപ്പറ്റൈറ്റിസ് ഡേ ഏതാണെന്ന് കമന്റ് ചെയ്യോ? 28th ആണ്, പക്ഷെ സെപ്റ്റംബർ അല്ല. ഈ സെപ്റ്റംബർ 28th റാബീസ് ഡേ ആണ്. ഓക്കെ, നിങ്ങൾ ജൂലൈ 28th ആണ് ഹെപ്പറ്റൈറ്റിസ് ഡേ വരുന്നത്. അപ്പൊ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ റാബീസ് ഡേ പറയാൻ വെച്ചിരിക്കുന്നു, പക്ഷെ നിങ്ങൾ ആദ്യം തന്നെ സെപ്റ്റംബർ 28th ആണ് പറഞ്ഞത്. അപ്പൊ രണ്ടും 28th ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആയതായിരിക്കാം. അപ്പൊ ഇനി തെറ്റിക്കരുത്, ജൂലൈ 28th ആണ് ഹെപ്പറ്റൈറ്റിസ് ഡേ. അപ്പൊ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് സെപ്റ്റംബർ 28th ഒന്ന് ആലോചിച്ച് വെക്കാം. അത് റാബീസ് ഡേ ആണ്, വേൾഡ് റാബീസ് ഡേ ആണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സെപ്റ്റംബർ 28th പ്രത്യേകത എന്താണെന്ന് അറിയോ? രണ്ടും 28 ആയിട്ട് കൺഫ്യൂഷൻ ആവരുത്. ജൂലൈ ഹെപ്പറ്റൈറ്റിസ് ആണ്, സെപ്റ്റംബർ ആണ് റാബീസ് വരിക. ഈ സെപ്റ്റംബർ 28th ലൂയിസ് പാസ്റ്ററിന്റെ ഡെത്ത് ഡേ ആണ്. ഓക്കെ, ഈ ലൂയിസ് പാസ്റ്ററും റാബീസും തമ്മിൽ എന്താ കണക്ഷൻ? അവർ തമ്മിൽ എന്താ ബന്ധമുള്ളത്? ലൂയിസ് പാസ്റ്ററും റാബീസും തമ്മിൽ എന്താ ബന്ധം? എന്തിനാ ലൂയിസ് പാസ്റ്ററിന്റെ ഡെത്ത് ഡേ റാബീസ് ഡേ ആയിട്ട് എന്തിനാ ആഘോഷിക്കുന്നത്? എന്തിനാ? യെസ്, റാബീസ് വാക്സിൻ അല്ലേ? റാബീസ് വാക്സിന്റെ കൂടെ ലൂയിസ് പാസ്റ്റർ വേറൊരു വാക്സിൻ കൂടെ കണ്ടുപിടിച്ചിരുന്നല്ലോ, അതേതായിരുന്നു? റാബീസ് വാക്സിൻ. ഓക്കെ ആണ്, ശരിയാണ്, വെരി ഗുഡ്. അതോടൊപ്പം തന്നെ വേറൊരു വാക്സിൻ കൂടെ ലൂയിസ് പാസ്റ്റർ, ഏതായിരുന്നു? വാക്സിൻ ഒരു ടേം കോയിൻ ചെയ്താണ് അദ്ദേഹം അല്ലെ? യെസ്, ആന്ത്രാക്സ്, കോളറ ഒക്കെ വാക്സിൻ കണ്ടുപിടിച്ച ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, അപ്പോ ഇനി ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ജൂലൈ 28th ആണ് ഹെപ്പറ്റൈറ്റിസ് ഡേ വരുന്നത്. സെപ്റ്റംബർ 28th ആണ്. അതാണ് അതിൻ്റെ ഇടയിൽ സ്മോൾ പോക്സ് പറഞ്ഞത്. സ്മോൾ പോക്സ് ഇല്ല കേട്ടോ. ഓക്കെ, ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ സെപ്റ്റംബർ 28th ആണ് റാബീസ് ഡേ ആയിട്ട് വരുന്നത്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഷ്യന്റ് പ്രസന്റ് വിത്ത് ഫീവർ, then hepatosplenomegaly and parasitopenia and fungal culture from bone marrow shows a oval budding yeast from within macrophages. The likely causative agent is Histoplasma capsulatum, Cryptococcus neoformans, then Candida albicans, then Aspergillus fumigatus. ഏതാണ് വരിക? ശ്രദ്ധിക്കുക, നമ്മളിപ്പോ ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ ടെൻഷൻ ആവണ്ട. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യം തന്നെയായിരിക്കും. അത് ഒന്ന് ഇരുത്തി വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ എന്താ പറഞ്ഞേ? ഫീവർ ഉണ്ട്, ഹെപ്പാറ്റോസ്പ്ലിനോമെഗാലി ആൻഡ് പാരസൈറ്റോപീനിയ, ദെൻ ഫംഗൽ കൾച്ചർ ഫ്രം ബോൺ മാരോ ഷോസ് എ ഓവൽ ബഡിങ് ഈസ്റ്റ് ഫ്രം വിത്തിൻ മാക്രോഫേജസ്. കോസേറ്റീവ് ഏജന്റ് ഏതാണ്? അപ്പോ ഒന്ന് കമന്റ് ചെയ്യാവോ? ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റ് ആണോ, അതോ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ആണോ, അതോ കാൻഡിഡ ആൽബിക്കൻസ് ആണോ, അതോ ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റ്സ് ആണോ അവിടെ ആൻസർ വരിക? അപ്പൊ ചിലര് ബി ആണ്, എ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏത് ആൻസർ. എ ആണ് അല്ലെ? ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം. ഏതായിരുന്നു? ഡൈമോഫി ഫംഗി അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ?
Histoplasmosis mimics Cala-Azar and shows an intracellular oval yeast in macrophages. Cryptococcus is a capsule. നമ്മൾ എവിടെ പഠിച്ചു? നമ്മൾ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ കണ്ടിരുന്നു അല്ലേ Cryptococcus neoformansനെ. Then Candida shows a pseudo hyphae. Then Aspergillus shows a septate hyphae. Okay, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരുന്നു? ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം. Cala-Azar ആ ഒരു ലൈക്ക് അങ്ങനത്തെ ഒരു മിമിക്സ് ഉണ്ടായിരിക്കും. ആരെ കാലാസർ കോസ് ചെയ്യുന്നത് ആരാ? കാലാസർ കാലാക്സറിനോട് റിലേറ്റ് ചെയ്ത് ഒരു ലൈക്ക് അങ്ങനത്തെ ഒരു ആയിരിക്കും ഉണ്ടായിരിക്കുക. കാലാസർ ആരാ കോസ് ചെയ്യുന്നേ? നമ്മള് പാരാസൈറ്റോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാലാസർ ലിഷ്മാനിയ ഡോണോവേണി ആണ് അല്ലെ. അപ്പൊ മറന്നു പോരുത്, ലിഷ്മാനിയ ഡോണോവേണി. ഓക്കെ, ലിഷ്മാനിയ ഡോണോ. കാഗസ് ഡിസീസ്, കാഗസ് ആരായിരുന്നു? ട്രിപ്പണോസോമ ക്രൂസി അല്ലെ. ട്രിപ്പണോസോമ ക്രൂസി ആണ്. അപ്പോ മാറിപ്പോവരുത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ട്രെഞ്ച് ഫീവർ, ട്രെഞ്ച് ഫീവർ ആരായിരുന്നു കോസ് ചെയ്യുന്നത്? ട്രെഞ്ച് ഫീവർ ബ്രൂസി അല്ല, ക്രൂസി ആണ്. കാഗസ് രണ്ടിലും സി ഉണ്ടെന്ന് ഞാൻ ആലോചിച്ച് വെക്കാൻ പറഞ്ഞിരുന്നു. ബ്രൂസി ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണ് കേട്ടോ, തെറ്റിക്കരുതേ. ബ്രൂസിങ് ക്രൂസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. യെസ്, ട്രെഞ്ച് ഫീവർ ബാറ്റോണല്ല ക്യൂറ്റാൻ ആണ്. അപ്പൊ നേരത്തെ പഠിച്ചൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കണക്ഷൻ വരുമ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. Then next question is the gardener present with the nodular lesions along the lymphatic channels of his arm after thorn pick. The likely etiological agent is Sporothrix sissenki, Candida albicans, then Aspergillus niger, then Rhizopus species. ഇത് റോസ് ഗാർഡനേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. റോസ് ഗാർഡനേഴ്സ് ഡിസീസ് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതാ വരും? യെസ്, ഇപ്പോ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സ്പോറോട്രൈച്ചോസിസ്, റോസ് ഗാർഡനേഴ്സ് ഡിസീസ്, സ്പ്രെഡ് അലോങ് ലിംഫാറ്റിക്സ് ആഫ്റ്റർ ട്രോമാറ്റിക് ഇനോക്കുലേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഏതാണ്? റോസ് ഗാർഡനേഴ്സ് ഡിസീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് ഡിസീസിന്റെ പേരുകളൊക്കെ ഒന്ന് കണ്ടു അല്ലേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്, ഓരോന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ റോസ് ഗാർഡനേഴ്സ് ഡിസീസ് ഏതായിരുന്നു? സ്പോറോസിസ് ഷിസെൻകി ആണ്. നെക്സ്റ്റ് നോക്കാം. Which fungus is most commonly associated with a nosocomial bloodstream infection in immunocompromised patient? ഏത് ഫംഗസ് ആണ് നോസോകോമിയൽ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ? ആരുടെ കേസാ പറഞ്ഞ? ഇമ്മ്യൂണോകോംപ്രമൈസ്ഡ് പേഷ്യൻസ് ആണ്. കാൻഡിഡ ആൽബിക്കൻസ്, ആസ്പെർജില്ലസ് ഫിമിഗേറ്റസ്, മ്യൂക്കസ് സ്പീഷീസ്, ദെൻ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ്. ആരാണ്? ഏത് ഫംഗസ് ആണ് നോസോകോമിയൽ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എവിടെയാണ്? ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ. ഒന്ന് കമന്റ് ചെയ്യോ? അപ്പൊ എ എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ബി ഉണ്ട്, എന്താ? യെസ്, ഓപ്ഷൻ എ ആണ് അല്ലെ. കാൻഡിഡ ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് നോസോകോമിയൽ ഫംഗൽ സ്പീഷീസ്. ആസ്പെർജില്ലസ് കോസ് പൾമണറി ഡിസീസസ്. പൾമണറി ഡിസീസസ്. ക്രിപ്റ്റോകോക്കസ് കോസ് എന്തായിരുന്നു? മെനിഞ്ചൈറ്റിസ് ഇൻ HIV. ദെൻ മ്യൂക്കർ കോസ് മ്യൂക്കർമൈക്കോസിസ്. മ്യൂക്കർമൈക്കോസിസ് എവിടെയായിരുന്നു നമ്മൾ കണ്ടേ? ബ്ലാക്ക് ഫംഗസ് അല്ലെ. ഓർത്തിരിക്കുക, മറന്നു പോകരുതേ. അപ്പൊ കാൻഡിഡ ആൽബിക്കൻസ്. Then next, India ink preparation of CSF showing encapsulated budding yeast is a diagnostic of Candida albicans, Aspergillus fumigatus, Cryptococcus neoformans, then Rhizopus species. India ink preparation of CSF showing encapsulated. Yes, ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടല്ലേ ആൻസർ. ഏതാണ് വരിക? യെസ്, ഓപ്ഷൻ സി ആണ്. ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ആണ്. ക്രിപ്റ്റോകോക്കസ് എന്താണ്? ഒരു എൻകാപ്സുലേറ്റഡ് ഈസ്റ്റ് ഇൻ ഇന്ത്യ, അതായത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ക്ലിയർ ഹാലോ, നമ്മുടെ ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് അല്ലേ. ആൻഡ് കാൻഡിഡ ഷോസ് എ സ്യൂഡോ ഹൈഫേ ആൻഡ് ആസ്പെർജില്ലസ് ആസ് എ സെപ്റ്റേറ്റ് ഹൈഫേ ആണ്. റൈസോഫസ് സെപ്റ്റേറ്റ് ആണ്. നമ്മുടെ ആൻസർ എൻകാപ്സുലേറ്റഡ് ബഡ്ഡിംഗ് ഈസ്റ്റ് ഏതാണ്? ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ്. ഓക്കെ, then which virus is the most common cause of congenital infection is leading to sensorineural deafness and microcephaly? Rubella virus, cytomegalovirus, varicella zoster, then herpes simplex virus. ഏത് വൈറസ് ആണ്? അതായത് കൺജനിറ്റൽ ഇൻഫെക്ഷൻ ആയ നമ്മൾ ഈ സെൻസറോ ഡെഫ്നസ് കേൾക്കാതെ ചെവി കേൾക്കാതിരിക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, then മൈക്രോസെഫാലി. ഏത് വൈറസ് ആണ്? യെസ്, എല്ലാവരും ഓപ്ഷൻ ബി ആണ് പറയുന്നത്. അപ്പോ നോക്കാം. യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. And cytomegalovirus is leading to cause of congenital infection causing microcephaly and periventricular
calcifications and deafness. Rubella also causes a congenital disease, but less commonly now due to vaccination. നമ്മൾ റുബല്ല വാക്സിൻ ഒക്കെ ഒരുവിധം എല്ലാവരും നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ അതിനെപ്പറ്റി നമ്മൾ അവെയർ ആയിരിക്കും അല്ലെ, നമ്മൾ എല്ലാവരും എടുത്തിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ റുബല്ലയും ഈ കൺജനിറ്റൽ ഇൻഫെക്ഷൻ ഒക്കെ കോസ് ചെയ്യുന്നതാണ്, പക്ഷെ നമ്മൾ വാക്സിനേഷൻ വഴി അത് തടയാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. Which fungal disease shows a medullary sclerotic bodies in tissue biopsy? Chloroblastomycosis, sporotrichosis, candidiasis, then mycetoma. Which fungal disease shows a medullary sclerotic bodies in tissue biopsy? Chloroblastomycosis, then sporotrichosis, candidiasis, then mycetoma. ഏത് വരും ആൻസർ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഓപ്ഷൻ നിങ്ങൾ ഏതാ എ കമന്റ് ചെയ്യുന്നുണ്ട്. രേഷ്മ, മുൻഷിഫ, ചിഞ്ചു, ഏതാ വരും ആൻസർ? ഏത് വരും ആൻസർ? ഓപ്ഷൻ എ ആണ്. യെസ്, വെരി ഗുഡ്. Chromoblastomycosis is diagnosed by presence of brown thick walled sclerotic, അതായത് medullary bodies. Sporotrichosis shows a cigar shaped yeast ആണ്. Candidiasis എങ്ങനെയായിരിക്കും? pseudo hyphae, then mycetoma granules ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? Chromoblastomycosis. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Fasciola hepatica infection is acquired through eating undercooked crab, drinking contaminated water, eating raw watercress, then mosquito bite. ശ്രദ്ധിക്കണേ, ഫാസിയോള ഹെപ്പറ്റിക്ക എങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത്? അണ്ടർ കുക്ക്ഡ് ക്രാബ് വഴിയാണോ, അതോ നമ്മൾ കണ്ടാമിനേറ്റഡ് വാട്ടർ ഡ്രിങ്ക് ചെയ്യുന്നത് വഴിയാണോ, അതോ റോ ആയിട്ടുള്ള വാട്ടർ ക്രസ് അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ ഈറ്റ് ചെയ്യുന്ന വഴിയാണോ, അതോ മോസ്കിറ്റോ ബൈറ്റ് വഴിയാണോ? അപ്പോൾ യെസ്, എല്ലാവരും കമന്റ്. ശില്പ, മുൻഷിഫ, ചിഞ്ചു ഒക്കെ സി ആണ് പറയുന്നത് അല്ലേ? ഏതാണ് നമ്മൾ ആൻസർ വരിക? ഏതാണ് ആൻസർ വരിക? യെസ്, സി ആണ്. വെരി ഗുഡ്. ഫാസിയോള ഹെപ്പറ്റിക്ക ഷീപ്പ് ലിവർ ഫ്ലൂക്ക് ആണ്. ഇൻഫെക്ട് ഹ്യൂമൻസ് വയ ഇഞ്ചക്ഷൻ ഓഫ് മെറ്റാസെർക്കേസിയ ഓൺ അക്വാട്ടിക് പ്ലാന്റ്സ് ലൈക്ക് വാട്ടർക്രസ്. ബാക്കി ക്രാബ് ഇഞ്ചക്ഷൻ അത് പാരാഗോണിമസ് ഇൻഫെക്ഷൻ ആണ്. ദെൻ ഡ്രിങ്കിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ ഡ്രാക്കുലിക്കൽസ് മെഡിൻസസ് ആണ്. അതെന്തായിരുന്നു? ഗിനിവേം ആണ് അല്ലെ. ദെൻ മോസ്കിറ്റോ ബൈറ്റ് ഫിലാരിയാസിസ് ആണ്. ഏത് മോസ്കിറ്റോ? ഫിലാരിയാസിസ്. ഏത് മോസ്കിറ്റോ ആണ്? ഏത് മോസ്കിറ്റോ ആണ്? ഫിലാരിയാസിസ്. ഏത് മോസ്കിറ്റോ? ഏത് മോസ്കിറ്റോ ബൈറ്റ് ആണ്? മലേറിയ ഒക്കെ ഏത് മോസ്കിറ്റോ? ഏത് മോസ്കിറ്റോ മലേറിയ ഉണ്ടാക്കുന്നത്? ഏത് മോസ്കിറ്റോ ആണ്? ക്യൂലക്സ് ആണോ? ഉറപ്പാണോ? മലേറിയ ഉണ്ടാക്കുന്നത് അനോഫിലസ്. ഓക്കെ, ഫിലാരിയാസിസ് ക്യൂലക്സ് ആണ്. നമ്മൾ വിച്ചനറിയ ബാങ്ക് ഓഫ് ടീ ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ? ഫീമെയിൽ അനോഫിലസ് ആണ്. ഫീമെയിൽ അനോഫിലസ് ആണ് നമ്മൾ പ്ലാസ്മോഡിയത്തിന്റെ കാര്യത്തിൽ അല്ലേ? ഫിലാരിയസ് നമ്മൾ ക്യൂലക്സ് പറഞ്ഞിരുന്നു. ഈ ഏത് ടൈമിലാന്നറിയോ? ഏത് ടൈമിലാ ഈ അനോഫിലസ് മോസ്കിറ്റോ എപ്പോഴാണ് ബ്ലഡ് അവർ കൺസ്യൂം ചെയ്യുന്നത്? ഡേ ടൈമിലാണോ അതോ നൈറ്റ് ടൈമിലാണോ? എപ്പോഴാണ്? എല്ലാം ഫീമെയിൽസ് ആണ്. ഈ ക്യൂലക്സ് ആയാലും അനോഫിലസ് ആയാലും എല്ലാം ഫീമെയിൽസ് മോസ്കിറ്റോസ് ആണ്, മെയിൽ മോസ്കിറ്റോസ് അല്ല. ഓക്കെ, ഈ ഷഫ്നെസ് ഡോട്ട് ഏത് പ്ലാസ്മോഡിയം റിലേറ്റ് ചെയ്തിട്ടുള്ള? ഷഫ്നെസ് ഡോട്ട് ഏത് പ്ലാസ്മോഡിയം റിലേറ്റ് ചെയ്തിട്ടുള്ളതാ? ഷഫ്നെസ് ഡോട്ട് ഏത് പ്ലാസ്മോഡിയം? ഏത് പ്ലാസ്മോഡിയാണ്? ഏത് പ്ലാസ്മോഡിയാണ്? ഓക്കെ, പ്ലാസ്മോഡിയം വൈവാക്സ്. ഓക്കെ, അപ്പൊ ഫാൽസിപാരോ അതിനുണ്ടല്ലോ അതുപോലെ. ഏതായിരുന്നു അത്? ഫാൽസിപാരത്തിന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. നമ്മൾ ലൈവ് സെക്ഷനിലൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു സെക്ഷൻ ആണ് അല്ലേ? പ്ലാസ്മോഡിയത്തിലെ യെസ്, മൗറോസ് ഡോട്ട് ആണ്. അല്ലെ? മൗറോസ് ഡോട്ട് ആണ് ഫാൽസിപാരം അല്ലെ? വൈവാക്സ് ഏതായിരുന്നു? ഷഫ്നെസ് ഡോട്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് മാറരുതേ. ഓക്കെ, ഈ ലോവ ഏതായിരുന്നു? ലോവ ഫിലാരിയാസിസ് നമ്മൾ റിവർ ബ്ലൈൻഡ്നെസ്സും ലോവ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. ബ്രിഗിയ മലൈ അല്ലെ? ലോവ അതിലേതായിരുന്നു? അതിലൊരു നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. സ്പെഷ്യൽ ആയിട്ടൊരു ഫീച്ചർ എന്തായിരുന്നു? കാലബാസ് വെല്ലിംഗ് അല്ലെ? വോം ക്ലോസിംഗ് ഐ അല്ലെ? കാലബാസ് വെല്ലിംഗ് നമ്മൾ പറഞ്ഞിരുന്നു. ഐവോം അല്ലേ? ഐവോം ആണ് ലോവ. ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാർജസ്റ്റ് ഇന്റസ്റ്റൈനൽ ഫ്ലൂക്ക് ഇൻ ഹ്യൂമൻ ഈസ് ഫാസിയോള ഹെപ്പറ്റിക്ക, ഫാസിലോസോപ്സിസ് ബസ്കി, ദെൻ ക്ലോറോസിസ് സിസൈനസിസ്, ദെൻ ഹെറ്ററോഫൈസസ് ഹെറ്ററോഫൈസ്. ഏതാണ് വരുക? ഏത് വരും? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു
അല്ലെ? ഇത് നമ്മൾ നേരത്തെ ലാർജസ്റ്റ് ഫ്ലൂക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. യെസ്, ഫെസിയോളപ്സിസ് ബസ്കി ആണ്. ലാർജസ്റ്റ് റൗണ്ട് വേം ഏതായിരുന്നു? റൗണ്ട് വേം. ലാർജസ്റ്റ് റൗണ്ട് വേം ഏതായിരുന്നു? ലാർജസ്റ്റ് റൗണ്ട് വേം? ഇവിടെ ശരിയാണ്. വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്. ഫെസിലോപ്സിസ് ബസ്കി ആണ് നമ്മുടെ ആൻസർ. ലാർജസ്റ്റ് ഇൻഡസ്ട്രൈനൽ ഫ്ലൂക്ക്. അപ്പൊ ലാർജസ്റ്റ് റൗണ്ട് വേം, യെസ്, വെരി ഗുഡ്. ആസ്കാരിസ്, രേഷ്മ, മുൻഷിഫ, ശില്പ. യെസ്, വെരി ഗുഡ്. ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണ്. ഓക്കെ, ബാക്കി പിൻവോമും വിപ്വോമും ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? പിൻവോം ഏതായിരുന്നു? പിൻവോമിന്റെ ഒരു പേര് പിൻവോം. ഇതൊക്കെ റൗണ്ട് വേംസ് നമ്മൾ പിൻവോം, വിപ്വോം ഒക്കെ നമ്മൾ പഠിച്ചു. ഹുക്ക് വേം ഒക്കെ പഠിച്ചിരുന്നു. ഏതായിരുന്നു പിൻവോം? എൻട്രോബിയസ് വെർമിക്കുലാരിസ് അല്ലെ? അതിൽ നമ്മളൊരു ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഏത് ടെസ്റ്റ് ആയിരുന്നു? നമ്മൾ എൻട്രോബിയസ് വെർമിക്കുലാരിസിൽ ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് പറഞ്ഞിരുന്നു. ഏത് ടെസ്റ്റ് ആയിരുന്നു അത്? ഓർമ്മയുണ്ടോ? എൻട്രോബിയസ് വെർമിക്കുലാരിസ് പിൻവോം ആണ്. യെസ്, വെരി ഗുഡ്. അതിനൊരു ടെസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, സെൽ ഓഫ് ഇൻ ടെസ്റ്റ് അല്ലെ? ഇനി നമ്മൾ ബാരൽ ഷേപ്പ്ഡ് നമ്മള് ജപ്പാനീസ് ലാന്റേൺ ഷേപ്പ് അല്ലെങ്കിൽ നമ്മൾ പോളാർ പ്ലെക്സ് അതേതായിരുന്നു? ആരായിരുന്നു അത്? ട്രിച്ചൂരിയസ് ട്രിച്ചുര ഏത് വേം ആയിരുന്നു? വിപ്വം ആണ് അല്ലെ? ട്രിച്ചൂരിയസ് ട്രിച്ചുര വിപ്വം ആണ്. ഓക്കെ, ഈ ഹൈഡേറ്റഡ് സിസ്റ്റ് ആരായിരുന്നു? ഹൈഡേറ്റഡ് സിസ്റ്റ് ആരാ കോസ് ചെയ്യുന്നേ? ഹൈഡേറ്റഡ് സിസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഡോഗ് ടൈപ്പ് വേം ഒക്കെ പറഞ്ഞിരുന്നു. ഹൈഡേറ്റഡ് സിസ്റ്റ് എച്ചിനോകോക്കസ്. ഓക്കെ, നമ്മൾ ഈ ടിനിയ സോളിയം, ടിനിയ സാഗിനാറ്റ അതൊക്കെ ഏതാണ്? ടൈപ്പ് വേം ആണോ അതോ റൗണ്ട് വേം ആണോ? ഏത് ടൈപ്പ് ഓഫ് വേം ആണ് ഈ ടിനിയ സോളിയ അല്ലെങ്കിൽ ടിനിയ സാഗിനാറ്റ ഒക്കെ? ആരാണ്? നമ്മൾ പോർക്ക് വേമും അല്ലെ ബീഫിലും ഒക്കെ കാണപ്പെടുന്നതാണ് അല്ലെ? മറക്കരുത്. അപ്പൊ അങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ലാർജസ്റ്റ് ഇൻഡസ്ട്രൈനൽ ഫ്ലൂക്ക് ആണ്. നമ്മൾ ആൻസർ വരിക ഫെസിലോപ്സിസ് ബസ്കി ആണ്. യെസ്, ഒക്കെ ടേപ്പ് വേം ആണ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ടേപ്പ് വേം ആണ്. അപ്പോ നെക്സ്റ്റ് നോക്കാം. ക്രോണിക് കഫ് വിത്ത് ഹെമറ്റോപ്സിസ് mimicking TB is due to Paragonimus westromani, Wucheria branchofti, then strong Liod stricoralis, then Trichurius trichura. ഏതാണ് വരുക? ഏത് വരും? ക്രോണിക് കഫ് വിത്ത് ഹെമറ്റോപ്സിസ് മിമിക്കിംഗ് TB, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഏത് വരും? അപ്പോ ഓപ്ഷൻ എ ആണെന്ന് പറയുന്നുണ്ട്. ചിഞ്ചു, മുൻഷിഫ ഒക്കെ ഓപ്ഷൻ എ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതാ നമ്മളെ ആൻസർ എന്ന്. Yes, option A ആണ്. Paragonimus westromani is a lung fluke, cause a chronic cough and hematopsis and TB-like presentation. Okay, TB-like presentation. നമുക്ക് TB ആണ് എന്ന് തോന്നിപ്പോ അല്ലെ? Then whipworm നമ്മളിപ്പോ തന്നെ പറഞ്ഞോളൂ അല്ലെ? Trichurius trichura, heavy infection leads to rectal prolapse, then pulmonary fibrosis, then elephantiasis, then hematopsis. ഏതാണ് വരും? Whipworm, Trichurius trichura, heavy infection leads to rectal prolapse, pulmonary fibrosis, encephalitis, elephantiasis, then hematopsis. അപ്പൊ ഓപ്ഷൻ എ ആണെന്നാണ് മുൻഷിഫ, ശില്പ, ചിഞ്ചു ഒക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ശരിയാണ്, റെക്ടൽ പ്രൊലാപ്സ് ആണ് അല്ലെ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെ തെറ്റാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാലോ. ഓക്കെ, യെസ്, ഗ്രീഷ്മ, ഫരീദ ഒക്കെ വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ്. ഹെവി ഇൻഫെക്ഷൻ ഓഫ് വിപ്വർം കോസ് എ റെക്ടൽ പ്രൊലാപ്സ് ആൻഡ് അനീമിയ. ഓക്കെ, വിപ്വർം നമ്മൾ ഇപ്പൊ തന്നെ കണ്ടുള്ളൂ അല്ലെ? നമ്മൾ ബാരൽ ഷേപ്പ് അല്ലെങ്കിൽ ജപ്പാനീസ് ലാന്റേൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, മറക്കരുത്. The diagnosis of Enterobius vermicularis is best made by stool culture, serology, cellophane tape test, blood smear. ഏതാണ്? Enterobius vermicularis. സ്റ്റൂൾ കൾച്ചർ ആണോ, സെറോളജി ആണോ, സെല്ലോഫെയിൻ ടേപ്പ് ടെസ്റ്റ് ആണോ, അതോ ബ്ലഡ് സ്മിയർ ആണോ നമ്മൾ എൻട്രോബിയസ് വെർമിക്കുലാരിസിന് ചെയ്യാം? യെസ്, സെല്ലോഫെയിൻ ടേപ്പ് ടെസ്റ്റ് ആണല്ലേ, നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ അല്ലെ? പിൻവേം അതായത് പ്ലാനോ കോൺവെക്സ് ഡി ഷേപ്ഡ് ആർ ഡിറ്റക്റ്റഡ് യൂസിംഗ് പെരിയനൽ സ്വാബ് ടേപ്പ് ടെസ്റ്റ്, സെല്ലോഫെയിൻ ടേപ്പ് ടെസ്റ്റ്. സെല്ലോഫെയിൻ ടേപ്പ് ഒരു കാസോണി ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതാർക്കായി കാസോണി ടെസ്റ്റ്? സെല്ലോഫെയിൻ ടേപ്പ് ടെസ്റ്റ് ഓക്കെ, നമ്മൾ എൻട്രോബിയസ് വെർമിക്കുലാരിസ് ആണ്. പിൻവേമിനാണ്. നമ്മളൊരു കാസോണി ടെസ്റ്റ്, അതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. നമ്മൾ പാരസൈറ്റോളജിയിൽ പഠിച്ചിട്ടുണ്ട് കാസോണി ടെസ്റ്റ്. അതാർക്കായിരുന്നു? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, എച്ചിനോകോക്കസ് ഹൈഡ്രേറ്റഡ് സിസ്റ്റ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. മുൻഷിഫ, ഗ്രീഷ്മ ഒക്കെ വെരി ഗുഡ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹുക്ക് വർം കോസ് അനീമിയ ഡ്യൂ ടു vitamin B12 deficiency, iron deficiency, then folic acid deficiency, then hemolysis. ഏതാ വരുവാ? ഹുക്ക് വർം കോസ് അനീമിയ ഡ്യൂ ടു എന്തുകൊണ്ടാ? വൈറ്റമിൻ B12 ആണോ,
അതോ അയൺ ഡെഫിഷ്യൻസി ആണോ അതോ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ആണോ ഹീമോലൈസിസ് ആണോ വരുക? ഏതാണ് വരുക? ഏത് വരും? ഏതാണ് വരുക ആൻസർ? ഓപ്ഷൻ ബി ആണെന്നാണ് പറയുന്നത്. യെസ്, വെരി ഗുഡ്. അയൺ ഡെഫിഷ്യൻസി ആണ്. ഗ്രീഷ്മ, മുൻഷിഫ, ചിഞ്ചു, രേഷ്മ, ഓക്കെ ബി. യെസ്, ഫരീദ, ഓക്കെ വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് അല്ലേ? അയൺ ഡെഫിഷ്യൻസി ആണ്. Hookworm and celostoma necator cause iron deficiency anemia due to chronic blood loss. Iron deficiency. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് ഓഫ് സ്ട്രോങ്ങിലിയോഡ്സ് സ്റ്റെർക്കോറാലിസിസ് ഫിലാരിഫോം ലാർവേ ഇൻ സ്റ്റൂൾ ആൻഡ് ദെൻ റാബിറ്റിഫോം ലാർവേ ഇൻ സ്റ്റൂൾ ദെൻ അഡൾട്ട് വേം ഇൻ ഇൻഡസ്റ്റൈൻ എഗ് ഇൻ സ്റ്റൂൾ. ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് സ്ട്രോങ്ങിലിയോഡ് സ്റ്റെർക്കോറാലിസിന്റെ ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫിലാരിയൽ ലാർവേ ഇൻ സ്റ്റൂൾ ആണോ അതോ റാബിറ്റീസ് ലാർവേ ഇൻ സ്റ്റൂൾ ആണോ അതോ അഡൾട്ട് വേം ഇൻ ഇൻഡസ്റ്റൈൻ ആണോ അതോ എഗ് ഇൻ സ്റ്റൂൾ ആണോ? അപ്പോ ഓപ്ഷൻ ബി ആണെന്നാണ് പറയുന്നത്. ശില്പ, മുൻഷിഫ, രേഷ്മ, ചിഞ്ചു, ഉറപ്പാണോ? ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് ഉറപ്പാണ്. ഓപ്ഷൻ ബി ആണ്. റാബിറ്റിഫോം ലാർവേ ഇൻ സ്റ്റൂൾ ആണ്. സോ ഡയഗ്നോസ്റ്റിക് സ്റ്റേജസ് റാബിറ്റിഫോം ലാർവേ ആണ്. ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഫിലാരിഫോം ലാർവേ. ഓക്കെ, ഫിലാരിഫോം ആണ്. ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് ഏതാണ്? റാബിറ്റി ലാർവേ. ദെൻ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഫിലാരിഫോം ലാർവേ. ഓക്കെ. Then lymphatic filariasis is diagnosed by thick blood smear at night, then stool microscopy, then serology, ELISA, then sputum culture. Lymphatic filariasis is diagnosed by lymphatic filariasis എങ്ങനെയാ ഡയഗ്നോസ് ചെയ്യുന്നത്? തിക്ക് ബ്ലഡ് സ്മിയർ അറ്റ് നൈറ്റ് ആണോ അതോ സ്റ്റൂൾ മൈക്രോസ്കോപ്പി ആണോ അതോ സെറോളജി എലൈസ ആണോ അതോ സ്പ്യൂട്ടം കൾച്ചർ ആണോ? അപ്പോൾ എല്ലാവരും എ ആണ്. ചിഞ്ചു, മുൻഷിഫ, ശില്പ, ഫരീദ, രേഷ്മ, ഓക്കെ സെയിം എ എന്നാണ് പറയുന്നത് അല്ലേ? ഏതാണ് ആൻസർ വരിക? ശരിയാണ്, വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ്. Usuria branch of T shows a nocturnal periodicity. Important ആണ്, ഒന്ന് നോക്കി വെക്കുക. Nocturnal periodicity of microfilariae detected in thick blood smear. Next നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ശരിയാണ്. ഓക്കെ, യെസ്, വെരി ഗുഡ്. Cutaneous larvae migrans is caused by Ancylostoma brasiliensis, then Toxocara canis, then Trichinella spiralis, then Strongyloids stercoralis. Cutaneous larvae migrans. Ancylostoma brasiliensis ആണോ അതോ Toxocara canis ആണോ അതോ Trichinella spiralis ആണോ അതോ Strongyloids stercoralis ആണോ? അപ്പോ ശില്പ, ചിഞ്ചു, മുൻഷിഫ, ഫരീദ ഒക്കെ ഡി ആണെന്നാണ് പറയുന്നത്. എൻ്റെ ഇടയ്ക്ക് ആരോ എ പറഞ്ഞിട്ടുണ്ടല്ലോ. യെസ്, എ ആണ് ആൻസർ. Ancylostoma brasiliensis ആണ്. ഓക്കെ, Ancylostoma brasiliensis cause a cutaneous larvae migrans, creeping eruption, then Toxocara canis, say visceral larvae migrans, then Trichinella spiralis, say muscle pain, eosinophilia, then Strongyloids, say hyperinfection. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്ന് കറക്റ്റ് ചെയ്യണേ. Then next question നോക്കാം. The virulence of Corynebacteria diphtheria is due to endotoxin, lipopolysaccharide, exotoxin, then capsule. എന്താണ് Corynebacteria diphtheriaയുടെ വിറുലൻസിന് എന്താ കാരണം? എൻഡോടോക്സിൻ ആണോ അതോ ലിപ്പോപോളിസാക്കറൈഡ് ആണോ അതോ എക്സോടോക്സിൻ ആണോ അതോ ക്യാപ്സ്യൂൾ ആണോ? എന്താ കാരണം? എന്താണ് കാരണം? Corynebacteria diphtheria. യെസ്, എക്സോടോക്സിൻ ആണ് അല്ലേ? ഡിഫ്തീരിയ എക്സോടോക്സിൻ ഇൻഹിബിറ്റ് പ്രോട്ടീൻ സിന്തസിസ് ബൈ ADP ribosylation of EF2 leading to cell death. Then bacterium itself is non-invasive and damage toxin mediated. എക്സോടോക്സിനും എൻഡോടോക്സിനും എന്താ ഡിഫറൻസ്? എൻഡോടോക്സിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻഡോടോക്സിൻ ഉണ്ട് എക്സോടോക്സിൻ ഉണ്ടെന്ന് അറിയാലോ അല്ലെ? അതിൽ എൻഡോടോക്സിൻ ആര് പ്രൊഡ്യൂസ് ചെയ്യും? എക്സോടോക്സിൻ ആര് പ്രൊഡ്യൂസ് ചെയ്യും? Corynebacterium diphtheriaക്ക് എക്സോടോക്സിൻ ആണ്. ഓക്കെ, ശരിയാണ്, സമ്മതിച്ചു. ആരാണ്? യെസ്, എൻഡോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രാം നെഗറ്റീവ് ആണ് അല്ലേ? ഗ്രാം നെഗറ്റീവ് ആണ്. എക്സോടോക്സിൻ ഗ്രാം പോസിറ്റീവ് ഓർ ഗ്രാം നെഗറ്റീവ് ആവാം. ഓക്കെ, ഏതാണ് എക്സാമ്പിൾ? യെസ്, ഇക്കോളെ ഒക്കെ സാൽമോണല ടൈഫി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. എൻഡോടോക്സിൻ എക്സാമ്പിൾ ആണ് ഇക്കോളെ, സാൽമോണല ഒക്കെ. ബാക്കി ക്ലോസ്ട്രീഡിയം, കോർണിബാക്ടീരിയ ഒക്കെ എക്സോടോക്സിൻ ആണ് അല്ലേ? Then next നോക്കാം. The medusa head colony appearance on culture is characteristic of Bacillus anthracis, Bacillus cereus, then Clostridium preferens, then Staphylococcus aureus. ഇത് വളരെ എളുപ്പമാണ് അല്ലേ? നമ്മൾ ഫസ്റ്റ്
നമ്മൾ പഠിച്ചത് ബാക്ടീരിയോളജിയിൽ നമ്മൾ ആ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പഠിച്ചത് സ്റ്റാർട്ടിങ് മെഡിസ ഹെഡ് അപ്പിയറൻസ് ആയിരുന്നു. ഏതായിരുന്നു? യെസ്, ബാസിലസ് ആന്ത്രാക്സ് ആണ്. യെസ്, വെരി ഗുഡ്. അതോടൊപ്പം തന്നെ നമ്മൾ വേറെ 2 ഫീച്ചേഴ്സ് കൂടെ പറഞ്ഞിരുന്നു ബാസിലസ് ആന്ത്രാക്സിന്റെ. ഏതായിരുന്നു വേറെ 2 കൂടെ ഫീച്ചേഴ്സ്? ബാസിലസ് ആന്ത്രാക്സിന്റെ വേറെയും കുറച്ച് നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു. ബാസിലസ് ആന്ത്രാക്സ് മെഡിസ ഹെഡ് അപ്പിയറൻസ് ആണ്. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഫിട്രി, സ്ട്രിംഗ് ഓഫ് പേൾസ് ഒക്കെ ബാസിലസ് ആന്ത്രാക്സിന്റെ പ്രത്യേകതകളാണ്. യെസ്, ഇൻവേർട്ടഡ് ഫിട്രി ആ ജെലാറ്റിൻ സ്റ്റാബില് അത് മേലെ ഓക്സിജൻ പ്രസൻസ് ഉണ്ടാകുമ്പോൾ അവിടെ നല്ല ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ അടിയിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഗ്രോത്ത് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്സിജൻ കുറഞ്ഞു വരുമ്പോൾ അടിയിൽ ഇങ്ങനെ ലീൻ ആയിട്ട് വരും. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. മെഡിസ ഹെഡ് അപ്പിയറൻസ് ബാസിലസ് ആന്ത്രാക്സ്. ആരാ ആന്ത്രാക്സ് കണ്ടുപിടിച്ചേ? കോസറ്റീവ് ഏജന്റ് ഓഫ് ആന്ത്രാക്സ് ആരാണ് ഡിസ്കവർ ചെയ്തേ? ആരാണ്? ബാസിലസ് ആന്ത്രാക്സ്. മെഡിസ ഹെഡ് അപ്പിയറൻസ് പറഞ്ഞു, സ്ട്രിംഗ് ഓഫ് പേൾസ് പറഞ്ഞു, നമ്മൾ ഇൻവേർട്ടഡ് ഫിട്രി ഒക്കെ പറഞ്ഞു. ആരാണ് കണ്ടുപിടിച്ചത്? യെസ്, വെരി ഗുഡ്, കോച്ചാണ് കണ്ടുപിടിച്ചത് അല്ലെ. ആന്ത്രാക്സ് വാക്സിൻ ആരാ കണ്ടുപിടിച്ചേ? ആന്ത്രാക്സ് വാക്സിൻ ആര് കണ്ടുപിടിച്ചു? ലൂയിസ് പാസ്റ്റർ ആന്ത്രാക്സ് വാക്സിനും കണ്ടുപിടിച്ചു അല്ലെ. റോബർട്ട് കോച്ച് കണ്ടുപിടിച്ച വേറെ കോസേറ്റീവ് ഏജൻസ് ഏതൊക്കെയായിരുന്നു? റോബർട്ട് കോച്ച് കണ്ടുപിടിച്ച നമ്മളെ ബാസിലസ് ആന്ത്രാക്സ് പറഞ്ഞു. പിന്നെ ട്യൂബർക്കുലോസിസ്, കോളറ ഒക്കെ ഉണ്ട് അല്ലെ. അതിൽ ട്യൂബർക്കുലോസിന്റെ ഡിസ്കവറിക്കാണ് അദ്ദേഹത്തിന് 1905 നോബൽ പ്രൈസ് കിട്ടിയത്. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ബാസിലസ് ആന്ത്രാക്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. മെഡിസ ഹെഡ് അപ്പിയറൻസ്, സ്ട്രിംഗ് ഓഫ് പേൾസ് ഒക്കെയാണ്. ഇനി ക്ലോസ്ട്രീഡിയം പ്രിഫറൻസസിന് പറഞ്ഞ പോലെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ ഓപ്ഷൻ സി, ഈ ക്ലോസ്ട്രീഡിയം ബാക്കി ക്ലോസ്ട്രീഡിയം സ്പീഷീസിൽ നിന്ന് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഈ ക്ലോസ്ട്രീഡിയം പ്രിഫറൻസസിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഒരു റിയാക്ഷൻ നമ്മൾ ലെസ്തിനേസ് നെഗ്ലേസ് റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് ഈ ക്ലോസ്ട്രീഡിയം സ്പീഷീസിന് മറ്റു സ്പീഷീസിൽ നിന്ന് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളതാണ്. നെഗ്ലേസ്, യെസ്, വെരി ഗുഡ്. ചിഞ്ചു ആൻസർ നെഗ്ലേസ് റിയാക്ഷൻ ആണ്. ലെസ്തിനേസ് ആക്ഷൻ, ആ ഒരു എൻസൈമാറ്റിക് ആക്ഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെഗ്ലേസ് റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക് ഡബിൾ സോൺ ഓഫ് ഹീമോലൈസിസ് ഓൺ ബ്ലഡ് അഗാർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലോസ്ട്രീഡിയം ടെറ്റനി, ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം, ക്ലോസ്ട്രീഡിയം പെർഫറൻസസ്, ക്ലോസ്ട്രീഡിയം ഡിഫിസിൽ. ഏതാണ് വരിക? ഒരു ഡബിൾ സോൺ ഓഫ് ഹീമോലൈസിസ് ഓൺ ബ്ലഡ് അഗാർ, ക്ലോസ്ട്രീഡിയം ടെറ്റനി ആണോ, ബോട്ടിലിൻ ആണോ, അതോ പ്രിഫറൻസസ് ആണോ? ഏതാണ് വരിക? ഡിഫിക്കൽ ആണോ? ഏതാണ് വരിക? ഏത് ക്ലോസ്ട്രീഡിയം സ്പീഷീസ് ആണ്? നമ്മളിപ്പോ തന്നെ പറഞ്ഞുള്ളൂ അല്ലെ. ക്ലോസ്ട്രീഡിയം പ്രിഫറൻസസ് ആണ്. ദ ക്ലോസ്ട്രീഡിയം പ്രിഫറൻസസ് പ്രൊഡ്യൂസ് ആൽഫ ടോക്സിൻ ലെസിത്തിനേസ് കോസിംഗ് ഇന്നർ സോൺ ഓഫ് കംപ്ലീറ്റ് ഹീമോലൈസിസ് ആൻഡ് തീറ്റ ടോക്സിൻ കോസ് ഔട്ടർ ഇൻകംപ്ലീറ്റ് ഹീമോലൈസിസ്. ആ ഒരു കറക്റ്റ് ഒരു ക്ലിയർ ഒരു ഡബിൾ സോൺ ആയിട്ടാണ് ആ ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ബ്ലഡ് അഗാറിൽ അതാണ് മെയിൻ ആയിട്ട് പ്രിഫറൻസസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ സി ആണ് പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ്. അമിന, അതുപോലെ തന്നെ ഫരീദ, വിനീഷ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സി ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, then Listeria monocytogenes is unique among the gram-positive bacilli because it is non-motile, it produces spores and it shows a tumbling motility and it has a polysaccharide capsule. ഏതാണ് വരിക? Listeria monocytogenes. It's a unique among the gram-positive bacilli because it's non-motile ആണ്. It produces spores and it shows a tumbling motility. It has a polysaccharide capsule. Listeria monocytogenes. ഏതാണ് വരിക? യെസ്, എല്ലാവരും ഓപ്ഷൻ സി ആണ് അല്ലെ. വിനീഷ, ഫരീദ, അമിന, ചിഞ്ചു, മുൻഷിഫ, രേഷ്മ, യെസ്, അമിന, എല്ലാവരും സി ആണ് പറഞ്ഞിട്ടുള്ളത്. ടംബ്ലിംഗ് മോട്ടിലിറ്റി. ഓക്കെ, വെരി ഗുഡ്. സ്വാമിംഗ് മോട്ടിലിറ്റി ആരാ? സ്വാമിംഗ് മോട്ടിലിറ്റി ടംബ്ലിംഗ് മോട്ടിലിറ്റി ലിസ്ട്രിയ മോണോസൈറ്റോജിൻസ് ആണ്. ശരിയാണ് പറഞ്ഞത്. ടംബ്ലിംഗ് മോട്ടിലിറ്റി ആരാ ഉണ്ടാക്കുന്നത്? ഏത് ഓർഗാൻസ് ആണ് ടംബ്ലിംഗ് മോട്ടിലിറ്റി കാണിക്കുന്നത്? ടംബ്ലിംഗ് മോട്ടിലിറ്റി കാണിക്കുന്ന ഒരു ബാക്ടീരിയ ഏതാണ്? ടംബ്ലിംഗ് മോട്ടിലിറ്റി ആരാണ്? യെസ്, പ്രോട്ടിയസ് ആണ് അല്ലെ. സ്ട്രിക്റ്റ് യൂറിയസ് പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാൻസ് ഏതാ? സ്ട്രിക്റ്റ് യൂറിയസ് പോസിറ്റീവ്, അതായത് ഇനോക്കുലേറ്റ് ചെയ്ത് ഒരു 1 തൊട്ട് 6 മണിക്കൂറിനുള്ളിൽ ആ ഒരു പിങ്ക് കളർ കാണിക്കും അല്ലെ. ഏത് ബാക്ടീരിയ ആണ് ഒരു സ്ട്രിക്റ്റ് യൂറിയസ് പോസിറ്റീവ് ആയിട്ടുള്ള? യെസ്, അതും യെസ് പ്രോട്ടിയസ് ആണ് അല്ലെ. യെസ്, വെരി ഗുഡ്. അതും പ്രോട്ടിയസ് സ്പീഷീസ് തന്നെയാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള യൂറിയസ് പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം. ഓക്കെ, പ്രോട്ടീസ് തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. വിനീഷ, മുൻഷിഫ. ഓക്കെ, സാറ്റലൈറ്റ് ഫിനോമിനൻ കാണിക്കുന്ന ഓർഗാനിസം ഏതാ? സാറ്റലൈറ്റ് ഫിനോമിനൻ നമ്മൾ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിലൂടെ നമ്മൾ എക്സ് ആൻഡ് ഡി ഫാക്ടർ, ഹെമിൻ ആൻഡ് ഫാക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എക്സ് ആൻഡ് വി ഫാക്ടർ പറഞ്ഞു അല്ലെ.
ഏത് ബാക്ടീരിയ ആണ് സാറ്റലൈറ്റ് ഫിനോമിനൻ കാണിക്കുന്നത്? ഏത് ബാക്ടീരിയ ആണ് സാറ്റലൈറ്റ് ഫിനോമിനൻ? സാറ്റലൈറ്റ് ഫിനോമിനൻ കാണിക്കുന്നത് യെസ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആണ് അല്ലേ? ഓക്കെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ് ആണ്. വെയിൽ ഫിലിക്സ് ഡിസീസ് ഏതാണ്? വെയിൽ ഫിലിക്സ് ഡിസീസ്, വെയിൽ ഫിലിക്സ് ഡിസീസ്, വെയിൽ ഫിലിക്സ് ഡിസീസ് ഏതാണ്? വെയിൽ ഫിലിക്സ് ടെസ്റ്റും ഉണ്ട്, വെയിൽ ഫിലിക്സ് ഡിസീസും ഉണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. വെയിൽ ഫിലിക്സ് ടെസ്റ്റും ഉണ്ട്, വെയിൽ ഫിലിക്സ് ഡിസീസും ഉണ്ട്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. ഏതാണ് വെയിൽ ഫിലിക്സ് ടെസ്റ്റ്, വെയിൽ ഫിലിക്സ് ഡിസീസ്? വെയിൽ ഫിലിക്സ് ഡിസീസ് ഏതാണ്? വെയിൽ ഫിലിക്സ് ടെസ്റ്റ് ആണ് റിക്കറ്റ്സിയക്ക്. വെയിൽ ഫിലിക്സ് ഡിസീസ് ലെപ്റ്റോസ്പൈറോസിസ്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. വെയിൽ ഫിലിക്സ് ടെസ്റ്റ് ആണ് റിക്കറ്റ്സിയക്ക്, വെയിൽ ഫിലിക്സ് ഡിസീസ് ലെപ്റ്റോസ്പൈറോസിസ് ആണ്. ഓക്കെ, ലെപ്റ്റോസ്പൈറോസ് ആണ് വെയിൽ ഫിലിക്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. വെയിൽ ഫിലിക്സ് ടെസ്റ്റ് ആണ് റിക്കറ്റ്സിയക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവല്ലേ. വെയിൽ ഫിലിക്സ് ടെസ്റ്റും ഡിസീസും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ട്രെഞ്ച് ഫീവർ, ട്രെഞ്ച് ഫീവർ ആരായിരുന്നു കോസ് ചെയ്യുന്നത്? ട്രെഞ്ച് ഫീവർ ബറ്റോണല്ല ക്വിന്റാന അല്ലെ റൊച്ചാലിമ ക്വിന്റാന ഒക്കെയാണ് ട്രെഞ്ച് ഫീവർ അല്ലെ? ട്രെഞ്ച് ഫീവർ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടേ. ഈ ട്രെഞ്ച് ഫീവർ ബാറ്റോണല്ല ക്വിന്റാന യെസ് വെയിൽസ് ഡിസീസ് ആണ്. വെയിൽ ഫിലിക്സ് ടെസ്റ്റ് ആണ് നമ്മൾ റിക്കറ്റ്സിയകൾ. വെയിൽസ് ഡിസീസ് നോക്കുമ്പോൾ നമ്മൾക്ക് ലെപ്റ്റോസ്പൈറോസിസ് ആണ്. യെസ്, ബാറ്റോണല്ല അല്ലെങ്കിൽ റൊച്ചാലിമ ക്വിന്റാന എന്നൊക്കെ പറയും. ഓക്കെ, അതുപോലെ തന്നെ അൻഡുലൻ ഫീവർ. ഇപ്പൊ നമ്മൾ ഒരുപാട് ഫീവേഴ്സ് ഉണ്ടല്ലേ, റിലാപ്സിംഗ് ഫീവർ, അൻഡുലൻ ഫീവർ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആവരുത്. അൻഡുലൻ ഫീവർ ആരായിരുന്നു? ഒരു സൂവോണോട്ടിക് ഡിസീസ് ആയിരുന്നു. അൻഡുലൻ ഫീവർ. അൻഡുലൻ ഫീവർ ഒരു സൂവോണോട്ടിക് ഡിസീസ് ആയിരുന്നു. ആരായിരുന്നു കോസ് ചെയ്യുന്നത് അൻഡുലൻ ഫീവർ? അൻഡുലൻ ഫീവർ ആരായിരുന്നു കോസ് ചെയ്യുന്നത്? ഒരു സൂവോണോട്ടിക് ഡിസീസ് ആണ്. നമുക്കറിയാം എന്താണ് സൂവോണോട്ടിക് ഡിസീസ്. ആന്ത്രാക്സ് ഒക്കെ ഒരു സൂവോണോട്ടിക് ഡിസീസ് ആണ് അല്ലെ? എനിമൽസ് ഹ്യൂമൻസിലോട്ട് വരുന്നത്. യെസ്, വെരി ഗുഡ്. മുൻഷിഫ ബ്രൂസല്ല ആണ്. റിലാപ്സിംഗ് ഫീവർ ബൊറീലിയ ആയിരുന്നു അല്ലെ? ബൊറീലിയ. റീകറന്റീസ് ആണ് റിലാപ്സിംഗ് ഫീവർ. ബൊറീലിയ. ബർഡോഫെറി ആണ് ലൈം ഡിസീസ്. അപ്പൊ രണ്ടിലും ബി എന്ന് കണ്ടോണ്ട് കൺഫ്യൂഷൻ ആവരുത്. ഇത് ബ്രൂസല്ല ആണ്, അത് ബൊറീലിയ ആണ്. ഇവിടെ പോരാത്തതിന് നമ്മൾ ട്രെഞ്ച് ഫീവർ ബാർട്ടോണല്ല. അപ്പൊ ഒരു 3 ബി വെച്ചിട്ടുള്ള റിലേറ്റ് ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. അത് ബാർട്ടോണല്ല ആണ്, പിന്നെ ബ്രൂസല്ല ആണ് നമ്മൾ അൻഡുലൈൻ ഫീവർ. പിന്നെ റിലാപ്സിംഗ് ഫീവർ ആണ് ബൊറീലിയ റീകറന്റീസ്. അതുപോലെ തന്നെ ലൈം ഡിസീസ് ആണ് ബൊറീലിയ, ബർഡോഫെറി ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ സ്വാമിംഗ് മോട്ടിലിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ടംബ്ലിംഗ് മോട്ടിലിറ്റി പറഞ്ഞു, അൻഡുലൻ ഫീവർ പറഞ്ഞു, ബ്രൂസല്ല ആണ്. വൂപ്പിംഗ് കഫ് ആരായിരുന്നു? അതും ഒരു ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലെ? എല്ലാ ബി വെച്ചും സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനല്ല, നിങ്ങൾ മാറിപ്പോകരുത്. ഓക്കെ, വൂപ്പിംഗ് കഫ് ആരായിരുന്നു? വൂപ്പിംഗ് കഫ് ആരാ കോസ് ചെയ്യുന്നത്? വൂപ്പിംഗ് കഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വൂപ്പിംഗ് കഫ്. യെസ്, ആരായിരുന്നു? പെർട്ടൂസസ്. ബോട്ടറ്റെല്ല പെർട്ടൂസസ് ആണ് അല്ലെ? ബോട്ടറ്റെല്ല. യെസ്, അമിന, വെരി ഗുഡ്. ബോട്ടറ്റെല്ല പെർട്ടൂസസ് ആണ്. അപ്പൊ അതും ഒരു ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ബ്രൂസല്ലിയും ബാറ്റോണല്ലിയും ബോട്ടറ്റെല്ലിയും ഒക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ഇപ്പൊ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഏതാണ് ഏത് ഫീവർ ആണ്, അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ വെയിൽ ഫിലിക്സ് ടെസ്റ്റ് റിക്കറ്റ്സിക് ആണ്. വെയിൽസ് ഡിസീസ് ലെപ്റ്റോസ്പൈറോസിസ് ആണ്. എൻഡറിക് ഫീവർ ആരായിരുന്നു? എൻഡറിക് ഫീവർ ആരാ കോസ് ചെയ്യുന്നത്? എൻഡറിക് ഫീവർ ആരാ കോസ് ചെയ്യുന്നത്? അൻഡുലൻ ഫീവർ, റിലാപ്സിംഗ് ഫീവർ ഒക്കെ പറഞ്ഞു. എൻഡറിക് ഫീവർ ആരാ കോസ് ചെയ്യുന്നത്? യെസ്, സാൽമോണല ആണ്. വെരി ഗുഡ്. നമ്മൾ വൈഡാൽ ടെസ്റ്റ് അല്ലെ? വൈഡാൽ ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് സാൽമോണലയ്ക്കാണ് അല്ലെ? വൈഡാൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇൻഡോൾ ടെസ്റ്റിൽ ഏത് റിയേജന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ഇംബിക് ടെസ്റ്റിൽ ഏത് റിയേജന്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? കോവാക്സ് അല്ലെ? കോവാക്സ് ആണ്. പാരാഡൈമീഥൈലാമിനോ ബെൻസാൾഡിഹൈഡ് ആണ്. ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, കോവാക്സ് ആണ്. ഈ ബാരിറ്റ്സ് റിയേജന്റ് എയും ബിയും എന്തായിരുന്നു? ബാരിറ്റ്സ് റിയേജന്റ് എയും ബിയും നമ്മൾ വോഗസ് പ്രൊസ്കേഴ്സിന് ഉപയോഗിക്കുന്നതാണ്. ഏതായിരുന്നു? ഒരു പേരുണ്ടായിരുന്നല്ലോ, ആൽഫ നാഫ്തോളൻ 40% KOH. ആൽഫ നാഫ്തോളൻ 40% KOH. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യാം. ആൽഫ നാഫ്തോളൻ 40% KOH ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ടംബ്ലിംഗ് മോട്ടിലിറ്റി ആണ് ഇവിടെ പറഞ്ഞത് അല്ലെ? അപ്പോ ലിസ്ട്രിയ മോണോസൈറ്റോജിൻസ് ആണ് ടംബ്ലിംഗ് മോട്ടിലിറ്റി. Then motile and 25 is showing tumbling motility is non-sporing facultative intracellular, important in neonates and immunocompromised patients. Okay, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which medium is standard for performing Kirby-Boer's disk diffusion test? Nutrient agar, blood agar, McConaughey agar, Muller-Hinton agar. ഏതാണ്?
ന്യൂട്രന്റ് അഗാർ, യെസ് എല്ലാവരും ഓപ്ഷൻ ഡി ആണ് അല്ലെ. ശില്പ, അമിന, ഓക്കെ വെരി ഗുഡ്. യെസ് മുള്ളർ ഹിൻഡൻ അഗാർ ആണ് അല്ലെ. കെർവിബോറസ് ഡിസ്ക് ഡിഫ്യൂഷൻ നമ്മൾ ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യാനാണ് അല്ലെ. ആ ഡിസ്കിന്റെ ഒരു സൈസ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഡയമീറ്റർ എത്രയായിരുന്നു ഡിസ്കിന്, നമ്മൾ ആന്റിബയോട്ടിക് ഡിസ്ക്. യെസ് MH ആണ്. യെസ് വെരി ഗുഡ്. അച്ചു, വിനീഷ, രേഷ്മ, ഓക്കെ ഫരീദ, മുൻഷിഫ, ഓക്കെ വെരി ഗുഡ്. എല്ലാവരും ഡി ആണ് പറഞ്ഞിട്ടുള്ളത്. എത്രയായിരുന്നു സൈസ്, നമ്മൾ ആന്റിബയോട്ടിക് ഡിസ്ക്, ഓക്കെ കെർബിവോറസ് ഡിസ്ക് ഡിഫ്യൂഷൻ ആണ്, മുള്ളർ ഹിൻഡൻ അഗാറാണ് ഉപയോഗിക്കുക. 7.2 to 7.4 ആണ് pH ഒക്കെ നമുക്കറിയാം അല്ലെ. നമ്മൾ അതിന്റെ ഡയാമീറ്റർ നമ്മൾ പറഞ്ഞിരുന്നു. എത്രയായിരുന്നു നമ്മൾ ഡയാമീറ്റർ പറഞ്ഞേ, എത്ര മില്ലിമീറ്റർ ആയിരുന്നു, പറഞ്ഞത് എത്രയായിരുന്നു. നമ്മൾ ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി റിസൾട്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ 6 mm എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ശ്രദ്ധിക്കുക, pH ഒന്ന് നോക്കിയേക്കണേ. 7.2 to 7.4 ആ റേഞ്ച് ആണ് വരിക. ഓക്കെ തയർ മാർട്ടിൻ മീഡിയം ഏതിനായിരുന്നു, തയർ മാർട്ടിൻ മീഡിയം നമ്മൾ മുള്ളർ ഹിൻഡൻ അഗാർ, ന്യൂട്രന്റ് അഗാർ, ഇവിടെ മെക്കോങ്കി ഒക്കെ കണ്ടു. മെക്കോങ്കി ഒക്കെ നമ്മൾ ഡിഫറൻഷ്യൽ മീഡിയ ആണ് അല്ലെ. തയർ മാർട്ടിൻ മീഡിയ ഏത് ബാക്ടീരിയക്കായിരുന്നു നമ്മൾ തയർ മാർട്ടിൻ സെലക്റ്റീവ് മീഡിയ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. തയർ മാർട്ടിൻ എനറോബിക് മീഡിയ ആണോ തയർ മാർട്ടിൻ മീഡിയ, അത് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് ബ്രോത്ത് അല്ലേ, കുക്ക്ഡ് മീറ്റ് മീഡിയ അല്ലേ. ടയർ മാർട്ടിൻ മീഡിയ നമ്മൾ നീസിറയ്ക്കാണ് അല്ലെ, നീസിറയ്ക്കാണ് നമ്മൾ ടയർ മാർട്ടിൻ മീഡിയ. അതിൽ വിബ്രിയോ കോളറയ്ക്ക് ഒരു സെലക്റ്റീവ് മീഡിയ ഉണ്ടായിരുന്നല്ലോ, ഈ കൾച്ചർ മീഡിയ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. ഓക്കെ ഈ വിബ്രിയോ കോളറയ്ക്ക് നമ്മൾ TCBS ആണ്, വിബ്രിയോ കോളറയ്ക്ക് TCBS ആണ്, VR അല്ല, അത് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയ ആണ്. ഓക്കെ വിബ്രിയോ കോളറുടെ വെങ്കിട്ടരാമൻ രാമകൃഷ്ണ മീഡിയ ട്രാൻസ്പോർട്ട് മീഡിയ ആണ്. നമ്മളിവിടെ ചോദിച്ചത് ഏതാണ്, സെലക്റ്റീവ് മീഡിയ ആണ്, TCBS ആണ്. ഓക്കെ തെറ്റിക്കരുതേ, VR മീഡിയ ശരിയാണ്, വിബ്രിയോ കോളറയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, പക്ഷെ അത് ട്രാൻസ്പോർട്ട് മീഡിയ ആണ് വിബ്രിയോ കോളറുടെ. പക്ഷെ നമ്മളിവിടെ ചോദിച്ചത് സെലക്റ്റീവ് മീഡിയ ആണ്. ഓക്കെ സെലക്റ്റീവ് മീഡിയ. സ്റ്റുവർട്ട് മീഡിയ ആരുടെ ട്രാൻസ്പോർട്ട് മീഡിയ, ഏത് ബാക്ടീരിയയുടെ ട്രാൻസ്പോർട്ട് മീഡിയ ആണ് സ്റ്റുവർട്ട് മീഡിയ, ഏത് ബാക്ടീരിയയുടെ ട്രാൻസ്പോർട്ട് മീഡിയ ആണ് സ്റ്റുവർട്ട് മീഡിയ, ഏത് ബാക്ടീരിയയുടെ ആയിരുന്നു സ്റ്റുവർട്ട് മീഡിയ ട്രാൻസ്പോർട്ട് മീഡിയ, നീസറേക്കാണ്. അതിന്റെ മോഡിഫൈഡ് വേർഷൻ ആണ് ആമീസ് മീഡിയ. ഓക്കെ അതിന്റെ മോഡിഫൈഡ് വേർഷൻ ആണ് ആമീസ് മീഡിയ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആവരുത്, തെറ്റിക്കരുത്. ഓക്കെ സെലനേറ്റീവ് ബ്രോത്ത് അതേത് ബാക്ടീരിയക്കായിരുന്നു, ഏത് ബാക്ടീരിയയുടെ എൻറിച്ച്മെന്റ് മീഡിയ ആണ് സെലനേറ്റീവ് ബ്രോത്ത് എൻറിച്ച്മെന്റ് മീഡിയ ആണ്, അത് ഉറപ്പാണ് അല്ലെ. അത് ഏത് ബാക്ടീരിയക്കായിരുന്നു, സാൽമണലയ്ക്കാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ അത് വിബ്രിയോ കോളറയ്ക്കുള്ള എൻറിച്ച്മെന്റ് മീഡിയ ആണ്. ഓക്കെ വിബ്രിയോ കോളറയ്ക്കുള്ള എൻറിച്ച്മെന്റ് മീഡിയ ആണ്. ഓക്കെ തെറ്റിക്കരുത്. ഇക്കോളയുടെ ഇംവിക് എന്താ, ഇക്കോളയുടെ ഇംവിക് എന്തായിരുന്നു, ഇക്കോളയുടെ ഇംവിക് റിസൾട്ട് എന്തായിരുന്നു. ഇക്കോളയ്ക്ക് ഇംവിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ മെയിൻ ആയിട്ട് എൻട്രോബാക്ടീരിയസ് ഫാമിലിക്കാണ് നമ്മൾ ഇക്കോളയ്ക്ക് ഇംവിക് റിസൾട്ട് കിട്ടിയ ഉറപ്പാണ് അത് ഇക്കോളയാണ്. ഓക്കെ യെസ് വെരി ഗുഡ്. ശില്പ എല്ലാവരും യെസ് പ്ലസ് മൈനസ് ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ഉള്ള ഒരു 3 ഓർഗാൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ഉള്ള 3 ഓർഗാൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആണ്. ഏതായിരുന്നു ഇത് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ഉള്ള, യെസ് വെരി ഗുഡ്. മൈനസ് പ്ലസ് ഉള്ള ഏതായിരുന്നു, യെസ് ക്ലബ്സീലിയ, എൻട്രോബാക്ടർ ക്ലോക്കെ, അതുപോലെ സെറേഷ്യ അല്ലെ, സെറേഷ്യ. സാൽമോണലയ്ക്ക് എന്തായിരുന്നു ഇംവിക് റിസൾട്ട്, സാൽമോണലയ്ക്ക് ഇംവിക് റിസൾട്ട് എന്തായിരുന്നു, സാൽമോണലയ്ക്ക് ഇംവിക് റിസൾട്ട് എന്തായിരുന്നു, സാൽമോണല മൈനസ് പ്ലസ് ആണ്. അതിനടുത്ത് നിൽക്കുന്നത് തന്നെയാണ് ഷിഗല്ല, മൈനസ് അല്ലെ, മൈനസ് ആണ്, മൈനസ് ആണ്. ഓക്കെ വെരി ഗുഡ്. സാൽമോണലയ്ക്ക് മൈനസ് ആണ്, ഷിഗല്ലയ്ക്ക് മൈനസ് ആണ്. ഓക്കെ അപ്പൊ ഒന്ന് ഓർത്തിരിക്കാം. സാൽമോണല ഷിഗല്ലയ്ക്കുള്ള ഒരു ട്രാൻസ്പോർട്ട് മീഡിയ ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു സാൽമോണല ഷിഗല്ലയ്ക്കുള്ള ട്രാൻസ്പോർട്ട് മീഡിയ, ഏത് മീഡിയ ആണ് നമ്മൾ സാൽമോണല ഷിഗല്ലയ്ക്ക് ട്രാൻസ്പോർട്ട് മീഡിയ ആയിട്ട് നമ്മൾ അതിന്റെ വയബിലിറ്റി ഒക്കെ അതേപോലെ നിലനിർത്തി. ഒക്കെ അതിന് ഏത് മീഡിയ ആയിരുന്നു, ഇപ്പൊ നമ്മള് വെങ്കിട്ടരാമൻ രാമകൃഷ്ണ മീഡിയ നമ്മൾ വിബ്രിയോ കോളറയ്ക്കാന്ന് പറഞ്ഞു. നമ്മൾ സാൽമോണല ഷിഗല്ലയ്ക്ക് ഏത് മീഡിയ ആയിരുന്നു ഉണ്ടായിരുന്നേ, സാൽമോണല ഷിഗല്ലയ്ക്ക് ഏത് മീഡിയ ആയിരുന്നു നമ്മൾ പറഞ്ഞേ, എക്സൽഡി അല്ല, അത് സെലക്റ്റീവ് മീഡിയ അല്ലേ, അത് സാൽമോണലയ്ക്കുള്ള യെസ് വെരി ഗുഡ്.
മുൻഷിഫ കാരി ബ്ലെയർ മീഡിയ ആണ്. XLD നമ്മൾ ഉണ്ട്, അത് നമ്മൾ സാൽമോണലയ്ക്ക് നമ്മൾ സെലക്റ്റീവ് മീഡിയ ആണ്. അതിൽ H2S പ്രൊഡക്ഷൻ നോക്കിയിട്ടാണ് സാൽമോണലാണോ ഷിഗല്ലയാണോ നമ്മൾ മനസ്സിലാക്കുക. സാൽമോണല ആണെങ്കിൽ H2S പ്രൊഡക്ഷൻ ഉണ്ട്, ബ്ലാക്ക് കളർ ഉണ്ടായിരിക്കും. ഷിഗല്ലയ്ക്ക് അതില്ല, അതാണ് ഒരു വ്യത്യാസം ഉള്ളത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. ദേവിക, അമർ, ഓക്കെ, വെരി ഗുഡ്. കാരി ബ്ലെയർ മീഡിയ ആണ്. ഓക്കെ, കാരി ബ്ലെയർ മീഡിയ ആണ്, തെറ്റിക്കരുതേ. XLD ഒക്കെ അതിന്റെ സെലക്റ്റീവ് ആയിട്ടുള്ള മീഡിയ ആണ്, ട്രാൻസ്പോർട്ട് മീഡിയ അല്ല. ട്രാൻസ്പോർട്ട് മീഡിയ അല്ല. അപ്പോൾ നിങ്ങൾ സെലക്റ്റീവ് മീഡിയയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മീഡിയയും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്, ശ്രദ്ധിക്കുക. ഒരു ബാക്ടീരിയയുടെ സെക്ഷൻ എടുത്തിട്ട് അതിന് ഏത് മീഡിയ ആണ് സെലക്റ്റീവ് മീഡിയ ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, നമ്മൾ ഇംവിക്കിലെ സിമൻ സിട്രേറ്റ് പറഞ്ഞിരുന്നല്ലോ. ഇംവിക് C ഫോർ സിട്രേറ്റ് ആണ്. ഏത് ഇൻഡിക്കേറ്റർ ആണ് സിട്രേറ്റ് മീഡിയയിൽ ഉപയോഗിക്കുന്നത്? ഏത് ഇൻഡിക്കേറ്ററാ? സിമൻ സിട്രേറ്റ് മീഡിയ, സിമൻ സിട്രേറ്റ് ആകാർ. അതിൽ ഏതാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ പറഞ്ഞു? pH. അവിടെ സിട്രേറ്റിന് ഒരു കാർബൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ pH അവിടെ കൂടും അല്ലെ. ആൽക്കലൈൻ കണ്ടീഷൻ ആകുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവുന്നു. അവിടെ ഫസ്റ്റ് ഒരു ഗ്രീൻ കളറിലുള്ളത് പിന്നെ ഒരു പേർഷ്യൻ ബ്ലൂ കളറിലാണ് കാണപ്പെടുക, സിട്രേറ്റ് പോസിറ്റീവ് ആണെങ്കിൽ. ഏതാണ്? യെസ്, വെരി ഗുഡ്. ബ്രോമോ തൈമോൾ ബ്ലൂ ആണ്. ശില്പ, മുൻഷിഫ, രേഷ്മ, ഓക്കെ, ബ്രോമോ തൈമോൾ ബ്ലൂ ആണ്. ഓക്കെ, TSIയിൽ ഏതൊക്കെയാണ് നമ്മള് ഷുഗേഴ്സ് ഏതൊക്കെയാണുള്ളത്? ഏത് ഷുഗേഴ്സ്? ട്രിപ്പിൾ ഷുഗർ. ഏതാണ് ട്രിപ്പിൾ ഷുഗർ? ഏത് 3 ഷുഗേഴ്സ് ആണ് അവിടെ? TSI, ട്രിപ്പിൾ ഷുഗർ. ഏതാണ് TSI? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ട്രിപ്പിൾ ഷുഗർ, അയൺ. TSI ഏതൊക്കെയായിരുന്നു? ട്രിപ്പിൾ ഷുഗർ 3 ഷുഗർ. യെസ്, ഗ്ലൂക്കോസ്, ലാക്ടോസ്, സുക്രോസ്. എത്ര പെർസെന്റേജ് ആ ഗ്ലൂക്കോസ് ഉള്ളത്? ഗ്ലൂക്കോസ് എത്ര പെർസെന്റേജ് ഉള്ളത്? ഗ്ലൂക്കോസ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്. ഗ്ലൂക്കോസ് മാത്രം 0.1%, ലാക്ടോസും സൂക്രോസും 1% വീതമാണ് ഉള്ളത് അല്ലെ. അതിലേതാണ് TSIയിൽ ഏതായിരുന്നു ഇൻഡിക്കേറ്റർ? TSIയിൽ ഇൻഡിക്കേറ്റർ ഏതായിരുന്നു? ഏത് ഇൻഡിക്കേറ്റർ ആണ് TSIയിൽ? ഏത് ഇൻഡിക്കേറ്റർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഏത് ഇൻഡിക്കേറ്റർ ആയിരുന്നു TSIയിൽ? നമ്മൾ ട്രിപ്പിൾ ഷുഗർ അയണാണ്. ആ പെർസെന്റേജ് ഒന്ന് ഓർത്തിരിക്കാം. ഗ്ലൂക്കോസിൽ 0.1% ആണ്, ലാക്ടോസിലും സൂക്രോസിലും 1% വീതമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആൽക്കലൈൻ സ്ലാൻഡ് അല്ലെങ്കിൽ ആസിഡ് സ്ലാൻഡ്, ആസിഡ് ആൽക്കലൈൻ ബട്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാബ് ചെയ്യാണ് ബട്ടിൽ ചെയ്യാണ് അല്ലെ, ബാക്കി സ്ട്രീക്ക് ആണ് നമ്മൾ സ്ലാൻഡിൽ ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ H2S പ്രൊഡക്ഷൻ നോക്കാറുണ്ട്, അതുപോലെ ഗ്യാസ് പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ നമുക്ക് മുള്ളർ ഹിൻഡൻ അഗാർ ആണ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ക്രെഡിറ്റഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ് മൈക്രോ ഓർഗാനിസം യൂസിംഗ് സിമ്പിൾ മൈക്രോസ്കോപ്പ്? ലൂയിസ് പാസ്റ്റർ, റോബർട്ട് കോച്ച്, ആന്റണി വാൻ ല്യൂവൻഹോക്ക്, ജോസഫ് ലിസ്റ്റർ. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഇങ്ങനെ, ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇങ്ങനെയായിരുന്നു അല്ലെ. ആരായിരുന്നു? യെസ്, ഓപ്ഷൻ C ആണ്. കാർത്തിക, ദേവിക, ശില്പ, മുൻഷിഫ, അമിന, ഫരീദ, അച്ചു. ഓക്കെ, വെരി ഗുഡ്. ആന്റണി വാൻ ല്യൂവൻഹോക്ക് ആണ് 1600-കളിൽ എന്താണ് ഫാദർ ഓഫ് നമ്മൾ മൈക്രോസ്കോപ്പി ആണ്. നമ്മൾ ഫസ്റ്റ് ഒരു മൈക്രോസ്കോപ്പി ഒക്കെ തുടങ്ങുന്നത് ഇദ്ദേഹമാണ്. ദെൻ പാസ്റ്റർ ജേം തിയറി ആണ്, ഫെർമെന്റേഷൻ ആണ് ഫസ്റ്റ് ഡിസ്കവറി കാര്യങ്ങളല്ല. അതിനുശേഷം നമ്മൾ കുറച്ച് മോഡേൺ മെഡിക്കൽ മൈക്രോബയോളജി ഒക്കെ വരുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. ലിസ്റ്റർ ആന്റിസെപ്റ്റിക് സർജറി, ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി. ഫാദർ ഓഫ് കീമോതെറാപ്പി ആരാ? ഫാദർ ഓഫ് കീമോതെറാപ്പി ആരായിരുന്നു? ഫാദർ ഓഫ് കീമോതെറാപ്പി ആരായിരുന്നു? ഏത് സയന്റിസ്റ്റ് ആയിരുന്നു ഫാദർ ഓഫ് കീമോതെറാപ്പി? നമ്മൾ ആന്റിസെപ്റ്റിക് പറഞ്ഞു, ഫാദർ ഓഫ് വാക്സിനേഷൻ പറഞ്ഞു അല്ലെ. പോൾ എർലിച്ച് ആണ് ഫാദർ ഓഫ് കീമോതെറാപ്പി. എല്ലാവരും ഇത് കമന്റ് ചെയ്യണേ. ഫാദർ ഓഫ് നമ്മൾ ഫസ്റ്റ് ആന്റിബയോട്ടിക് ആരായിരുന്നു? ഫാദർ ഓഫ് ആന്റിബയോട്ടിക് ഫസ്റ്റ് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ച ആരാ? പെൻസിലിൻ ആണ്. പെൻസിലിൻ ഫസ്റ്റ് കണ്ടുപിടിച്ച ആരാ? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഏത് ഇയർ ആയിരുന്നു കണ്ടുപിടിച്ചത്? ഫസ്റ്റ് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ഏത് ഇയർ ആയിരുന്നു? യെസ്, ഫ്ലെമിംഗ് ആണ്. ഓക്കെ, വെരി ഗുഡ്. പെൻസിലിൻ കണ്ടുപിടിച്ച ഫ്ലെമിംഗ് ആണ്. ഫസ്റ്റ് ആന്റിബയോട്ടിക് ആണ്, ഫാദർ ഓഫ് ആന്റിബയോട്ടിക് എന്നൊക്കെ അറിയപ്പെടുന്നത്. കണ്ടുപിടിച്ചത് 1928-ലാണ്. അതിനുശേഷം നോബൽ പ്രൈസ് കിട്ടിയതാണ് 1945-ല്. ഓക്കെ, ഫസ്റ്റ് കണ്ടുപിടിച്ചത് 1928-ലാണ്. പിന്നീടാണ് നോബൽ പ്രൈസ് കിട്ടിയതാണ് ഇയർ ആണ് 1945 വരുന്നത്. ഓക്കെ, ഫസ്റ്റ് കണ്ടുപിടിച്ചത് 1928-ലാണ്.
തെറ്റിക്കരുതേ. ഓക്കെ, റോബർട്ട് കോച്ചിന് നോബൽ പ്രൈസ് കിട്ടിയ ഇയർ ഏതായിരുന്നു? ട്യൂബർകുലോസിന്റെ ഡിസ്കവറിക്ക് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയല്ലോ. ഏത് ഇയർ ആയിരുന്നു അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്? ഏത് ഇയർ ആയിരുന്നു റോബർട്ട് കോച്ചിന് ട്യൂബർകുലോസിന്റെ ഡിസ്കവറിക്ക് നോബൽ പ്രൈസ് കിട്ടിയത്? ഏത് ഇയർ ആയിരുന്നു അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്? യെസ്, 1905 1905 തെറ്റിക്കരുത്. 1905 1883 അതെവിടെ നിന്ന് വന്നു? ഓക്കെ, 1905 നമ്മള് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ഏത് ഇയർ ആയിരുന്നു? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് 1931 ഇയറുകൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇയറുകൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1931 ഏണസ്റ്റ് റസ്ക് ആൻഡ് മാക്സ് നോൾ കൂടിയിട്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി കണ്ടുപിടിച്ചത്. ഓക്കെ, 1983 ഒരു കണ്ടുപിടുത്തം നടന്നിരുന്നു. എന്തായിരുന്നു? PCR കണ്ടുപിടിച്ചു. 1983 നമുക്ക് വേൾഡ് കപ്പ് കിട്ടിയ ഇയർ ആണ്. 1983 നമുക്ക് ഫിലിം ഉണ്ട് അല്ലെ. 1983 PCR കണ്ടുപിടിച്ചു. ആരാ കണ്ടുപിടിച്ച PCR? 1983 PCR കണ്ടുപിടിച്ചു. അതിന് അവർക്ക് നോബൽ പ്രൈസും കിട്ടി. 1993 10 വർഷത്തിന് ശേഷം 83 കണ്ടുപിടിച്ചു. ഒന്ന് ഓർത്തിരിക്കുക, 83 നമുക്ക് ഫസ്റ്റ് വേൾഡ് കപ്പ് കിട്ടിയ ഇയർ ആണ്. 1983 സിനിമയുണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. PCR കണ്ടുപിടിച്ചു. ആരാ കണ്ടുപിടിച്ച PCR? ആ കണ്ടുപിടുത്തത്തിന് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിരുന്നു. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. 1993 നോബൽ പ്രൈസ് കിട്ടി. 10 വർഷത്തിന് ശേഷം. ആരാ കണ്ടുപിടിച്ച PCR? ആര് കണ്ടുപിടിച്ചു? PCR ആര് കണ്ടുപിടിച്ചു? അറിയില്ലേ? ആർക്കും അറിയില്ല PCR ആരാ കണ്ടുപിടിച്ചത്? PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മോളിക്കുലർ ബയോളജിയിൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്താണ് അല്ലെ PCR-ൻ്റെത് അല്ലെ. നമ്മൾ ഡിനാച്ചുറേഷൻ, അനിലിംഗ്, എക്സ്റ്റൻഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ PCR പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1983 കാരിബി മുള്ളീസ് ആണ് PCR കണ്ടുപിടിച്ചത്. ഓക്കെ, മറക്കരുത്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 1983 കാരിബി മുള്ളീസ് PCR കണ്ടുപിടിച്ചത്. ഓക്കെ, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഏതായിരുന്നു? വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഏതായിരുന്നു? വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ഡേയും റാബീസ് ഡേയും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഹെപ്പറ്റൈറ്റിസ് ഡേ ഏതായിരുന്നു? ജൂലൈ 28 ആണ്. അതാ വീണ്ടും തെറ്റിച്ച്, സെപ്റ്റംബർ 28 അല്ല, അത് റാബീസ് ഡേ ആണ്. ഓക്കെ, ജൂലൈ 28 ആണ്. ഓക്കെ, ഫരീദ, അച്ചു, ഓക്കെ, വെരി ഗുഡ്. ജൂലൈ 28 ആണ്. സെപ്റ്റംബർ 28 റാബീസ് ഡേ ആണ്. തെറ്റിക്കരുത്, സെപ്റ്റംബർ 28 റാബീസ് ഡേ ആണ്. ലൂയിസ് പാസ്റ്ററിന്റെ ഡെത്ത് ഡേ കൂടിയാണ് അന്ന്. ജൂലൈ 28 ആണ് ഹെപ്പറ്റൈറ്റിസ് ഡേ വരുന്നത്. തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first virus, tobacco mosaic virus, was discovered by Louis Pasteur, Dmitry Ivanovsky, Friedrich Loeffler, then Alexander Fleming. ആരാണ് ഫസ്റ്റ് വൈറൽ വാക്സിൻ ഡിസ്കവേർഡ് ബൈ? യെസ്, ഡിമിട്രി ഇവാനോസ്കി ആണ് അല്ലെ. ഫസ്റ്റ് വൈറൽ വാക്സിൻ ഡിസ്കവർ ചെയ്തത്. ഇൻ 1892, Ivanovsky demonstrated the infectious filtrate causing tobacco mosaic disease, later confirmed by Beijerink. അപ്പോൾ വൈറസ് ഒരു ടേം ആരാണ് കോയിൻ ചെയ്തതെന്ന് ചോദിച്ചാൽ മാർട്ടിനസ് ബെയ്ജറിൻക് ആണ്. പക്ഷെ ഫസ്റ്റ് വൈറസിനെ ഡിസ്കവർ ചെയ്തത് ഡിമിട്രി ഇവാനോസ്കി ആണ്. ഓക്കെ, ചിപ്പി, അച്ചു, ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് എല്ലാവരും ആൻസർ പറഞ്ഞിട്ടില്ലേ. മുൻഷിഫ, ശില്പ. ഓക്കെ, ദെൻ ലൂയിസ് പാസ്റ്റർ വർക്ക് ഓൺ റാബിസ് അല്ല ആന്ത്രാക്സ് വാക്സിൻ ആണ്, വൈറസസ് അല്ല. ദെൻ ലോഫ്ലേഴ്സ് ഡിസ്കവർഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ് ആണ്, ഫസ്റ്റ് എനിമൽ വൈറസ് ആണ്. ഓക്കെ, ഫസ്റ്റ് എനിമൽ വൈറസ് ആണ്. ഫസ്റ്റ് ഹ്യൂമൻ വൈറസ്, യെല്ലോ ഫീവർ വൈറസ്, അതാരാണ് ഡിസ്കവർ ചെയ്യുന്ന അറിയാവോ? ഫസ്റ്റ് എനിമൽ വൈറസ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു, ഫ്രെഡറിഷ് ലോഫ്ലർ ആണ്. ഫസ്റ്റ് ഹ്യൂമൻ വൈറസ്, യെല്ലോ ഫീവർ വൈറസ്, വാൾട്ടർ റീഡ് ആണ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, വാൾട്ടർ റീഡ്. ദെൻ ഫ്ലെമിംഗ് ഡിസ്കവർഡ് പെൻസിലിൻ ഇൻ 1928. നോബൽ പ്രൈസ് കിട്ടിയ ഇയർ 1945 ആണ്. 28 പെൻസിലിൻ ഡിസ്കവർ ചെയ്തത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഗ്ലാസ് വയർസ് ആൻഡ് മെറ്റൽ ഇൻസ്ട്രുമെന്റ്?
Autoclaving at 121 degrees Celsius, hot air oven at 160 degrees Celsius for 1 hour, then pasteurization and UV radiation. ഏതാണ് വരുക? ഏത് മെത്തേഡാണ്? വിച്ച് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഗ്ലാസ് വെയർ? ഗ്ലാസ് വെയർ ആണ്. ഓട്ടോക്ലേവ് ആണോ, ഹോട്ട് എയർ ഓവൻ ആണോ, പാസ്റ്ററൈസേഷൻ ആണോ, അതോ UV റേഡിയേഷൻ ആണോ? ഏതാണ് വരിക ഗ്ലാസ് വെയേഴ്സിന്? ഗ്ലാസ് വെയേഴ്സിന് ഏതാ വരിക? യെസ്, ഓപ്ഷൻ ബി ആണ്. നമ്മൾ ഗ്ലാസ് വെയേഴ്സിന് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ്. ഡ്രൈ ഹീറ്റ് is ideal for glasswares and metallic instrument. Autoclaving is used for culture media, dressing and aqueous solution ആണ്. And then pasteurization for milk instruments അല്ല, pasteurization partial sterilization ആണ്. UV is only for surface sterilization. Okay, അപ്പോൾ hot air oven ആണ് നമ്മുടെ ആൻസർ. 160 degree Celsius for 1 hour. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ്. ആരാണ് ഓട്ടോക്ലേവ് കണ്ടുപിടിച്ചത്? ആരായിരുന്നു ഓട്ടോക്ലേവ് ഡിസ്കവർ ചെയ്തത്? ഫാദർ ഓഫ് സ്റ്റെറിലൈസേഷൻ, പാസ്റ്ററൈസേഷൻ ഒക്കെ ലൂയിസ് പാസ്റ്റർ ആണ്. ഓട്ടോക്ലേവ് കണ്ടുപിടിച്ചത് ആരായിരുന്നു? ഓട്ടോക്ലേവ് ആരായിരുന്നു ഓട്ടോക്ലേവ് കണ്ടുപിടിച്ചത്? ചാർലീസ് ചേംബർലാൻ ആണ്. നമ്മൾ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ, യെസ് വെരി ഗുഡ് ചിപ്പി, ചാർലീസ് ചേംബർലാൻ ആണ്. ഓക്കെ, നമ്മൾ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ജിയോബാസിലസ്, സ്റ്റീരിയോതെർമോഫിൽസ് അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ ഓട്ടോക്ലേവ് ഈസ് എ ടൈപ്പ് ഓഫ് മോയിസ്റ്റ് ഹീറ്റ് ആണ്. മോയിസ്റ്റ് ഹീറ്റ് ആണ്. നമ്മൾ ടെമ്പറേച്ചർ എബവ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഓട്ടോക്ലേവ്. ബിലോ 100 ഡിഗ്രിയിൽ വരുന്നതാണ് നമ്മൾ ഇൻസിപ്പിസേഷൻ ഒക്കെ. അറ്റ് 100 ഡിഗ്രിയിൽ വരുന്നതാണ് നമ്മൾ ടിൻഡലൈസേഷൻ, കാരണം ഇന്റർമീഡിയറ്റ് സ്റ്റെറിലൈസേഷൻ ഒക്കെ പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. Which gas is commonly used for fumigation of operation theatre? Chlorine, ethylene oxide, formaldehyde, hydrogen peroxide vapor. ഏത് ഗ്യാസ് ആണ് നമ്മൾ ഫ്യൂമിഗേഷൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ക്ലോറിൻ ആണോ, എഥിലിൻ ഓക്സൈഡ് ആണോ, അതോ ഫോർമാൽഡിഹൈഡ് ആണോ, അതോ ഹൈഡ്രജൻ പെറോക്സൈഡ് വേപ്പർ ആണോ, ഏതാണോ ഉപയോഗിക്കുക? നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറിൻ, എഥിലിൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് വേപ്പർ. ക്ലോറിൻ, എഥിലിൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് വേപ്പർ. ഏത് വരും? യെസ്, വെരി ഗുഡ്, ഫോർമാൽഡിഹൈഡ് ആണല്ലേ, ഓപ്ഷൻ സി ആണ്. Okay, very good. Formaldehyde and hydrogen peroxide are used for OT fumigation. Chlorine is mainly used for surface disinfection ആണ്. Ethylene oxide sister is heat sensitive instrument ആണ് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ethylene oxide വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ്. ഈ എൻഡോസ്കോപ്സ് അതിനൊക്കെ ഏതായിരുന്നു ഉപയോഗിച്ച് നമ്മൾ എൻഡോസ്കോപ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനാണെങ്കിൽ? ethylene oxide ഹീറ്റ് സെൻസിറ്റീവ് ഉള്ള കാത്തറ്റേഴ്സ്, പ്ലാസ്റ്റിക്സ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ എൻഡോസ്കോപ്സ് ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഏതായിരുന്നു? ഗ്ലൂട്രാൽഡിഹൈഡ് ആണ്. 2% ഓഫ് ഗ്ലൂട്രാൽഡിഹൈഡ് ആണ്. ഓക്കെ, വെരി ഗുഡ് ചിപ്പി, ഗ്ലൂട്രാൽഡിഹൈഡ് ആണ്. വെരി ഗുഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഇസ് ആൾട്ടർനേറ്റീവ് ബട്ട് നോട്ട് ദ ട്രഡീഷണൽ ചോയ്സ്. ഓക്കെ, ഇപ്പോൾ ഫോർമാൽഡിഹൈഡ് ആണ് നമ്മൾ ആൻസർ വരിക. ഓക്കെ, ഇപ്പൊ ഈ കെമിക്കൽ മെത്തേഡ്സ് ഓരോ ഇപ്പൊ ETO അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെക്കണേ. Then which culture medium is used for the isolation of Mycobacterium tuberculosis? ഏത് കൾച്ചർ മീഡിയ ആണ് നമ്മൾ Mycobacterium tuberculosis? Meconium agar, Lawrence and Jensen medium, nutrient agar, blood agar. Meconium agar, Lawrence LJ medium, nutrient agar. Okay, ഇത് നമുക്ക് ഓപ്ഷൻസ് നോക്കേണ്ട കാര്യമില്ല അല്ലേ. LJ medium ആണ്, ഓപ്ഷൻ ബി ആണ്. വെരി ഗുഡ് ശില്പ, ചിപ്പി, ദേവിക. ഓക്കെ, Lawrence and Jensen medium ആണ്. എഗ് ബേസ്ഡ് മീഡിയ ആണ്. കണ്ടെയ്നിങ് മാലക്കേറ്റ് ഗ്രീൻ ഫോർ ടു ഇൻഹിബിറ്റ് കണ്ടാമിനൻസ്. LJ മീഡിയ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം? ഓട്ടോക്ലേവ് ചെയ്യോ? LJ മീഡിയ എഗ് ബേസ്ഡ് മീഡിയ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളത് എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യും? നമുക്ക് LJ മീഡിയ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യണം. നമുക്ക് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിനെ കൾച്ചർ ചെയ്യണം. അത് നമ്മൾ LJ മീഡിയ ഉണ്ടാക്കുവാണ്. നമ്മൾ എങ്ങനെ അതിനെ സ്റ്റെറിലൈസ് ചെയ്യും? എഗ് ബേസ്ഡ് മീഡിയ ആണ്. യെസ്, ഇൻസിപ്പിസേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ചിപ്പി, ശില്പ, ദേവിക. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ മെക്കോങ്കി ഇസ് സെലക്റ്റീവ് ഫോർ എൻറ്ററിക് ഗ്രാം നെഗറ്റീവ് ബാസിലൈ. ആൻഡ് ദെൻ ന്യൂട്രിയൻ്റ് അഗാർ ഇസ് ജനറൽ പർപ്പസ് ആണ്, നോർമൽ ഒരു ജനറൽ കാര്യത്തിനാണ്. ബ്ലഡ് അഗാർ ഫോർ എ ഫാസ്റ്റിഡിയസ് ഓർഗൻസ് ലൈക്ക് സ്ട്രെപ്റ്റോകോക്കസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who developed the concept of pure culture technique and Koch postulates? Anthony van Leeuwenhoek, Louis Pasteur, Robert Koch, Paul Ehrlich. ഇത് വളരെ സിമ്പിൾ ആണ് അല്ലേ. ഏതാണ് കോൺസെപ്റ്റ് ഓഫ് പ്യൂർ കൾച്ചർ ടെക്നിക് ആൻഡ് കോച്ച് പോസ്റ്റ്ലേറ്റ്സ്? ക്വസ്റ്റ്യനിലല്ല ആൻസർ ഉള്ള സ്ഥിതിക്ക് പിന്നെ യെസ്. ഓക്കെ, ശില്പ, ചിപ്പി. ഓക്കെ, റോബർട്ട് കോച്ച് ആണ്. വെരി ഗുഡ്. ഫസ്റ്റ് അഗാർ യൂസ് ചെയ്തത് ഇദ്ദേഹമാണ്. ആരായിരുന്നു ഫസ്റ്റ് അഗാർ ഇൻവെന്റ് ചെയ്തത്? ഇദ്ദേഹത്തിന്റെ കൊളീഗിന്റെ വൈഫാണ് ഫസ്റ്റ് അഗാർ ഇൻവെന്റ് ചെയ്തത്. ആരായിരുന്നു ഫസ്റ്റ് അഗാർ
അഗാർ ആരായിരുന്നു ഫസ്റ്റ് കണ്ടുപിടിച്ച്? അഗാർ ഫസ്റ്റ് കണ്ടുപിടിച്ച ആരായിരുന്നു? യൂസ് ചെയ്തത് റോബർട്ട് കോച്ച് ആണ്, ശരിയാണ്. യെസ്, ഫാനി ഹസെ ആണ്, വെരി ഗുഡ്. ഓക്കെ, ഫാനി ഹസെ ആണ്, വെരി ഗുഡ് ചിപ്പി. അപ്പോ ഫാനി ഹസെ ആണ് ഫസ്റ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ലുവൻഹോക്ക് ഓൺലി ഒബ്സർവ്ഡ് മൈക്രോബ്സ് ആണ്. നമ്മൾ എനിമൽക്യൂൾസ്, ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ലൂയിസ് പാസർ ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ, പാസ്റ്ററൈസേഷൻ ഒക്കെ ലൂയിസ് പാസ്റ്റർ ആണ് വരിക. ലൂയിസ് പാസ്റ്റർ വാക്സിൻ ടേം കോയിൻ ചെയ്ത് ലൂയിസ് പാസ്റ്റർ ആണ്. നമ്മൾ ആന്ത്രാക്സ് വാക്സിൻ, റാബിസ് വാക്സിൻ ഒക്കെ ലൂയിസ് പാസ്റ്ററിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്, ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ജേം തിയറി, അതും ലൂയിസ് പാസ്റ്ററിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. പോളിലിച്ച്, സാൽവേഴ്സൺ നമ്മൾ സിഫിലിസിനുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. പോളിലിച്ച്, അതുപോലെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, അതുപോലെ ഫാദർ ഓഫ് കീമോതെറാപ്പി ഒക്കെ പോളിലിച്ച് ആണ്. ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി ആരായിരുന്നു? ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി നമ്മൾ കാർബോളിക് ആസിഡ്, ഫിനോൾ. ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി ആരായിരുന്നു? ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി നമ്മൾ ആന്റണി വാൻ ല്യൂവൻഹോക്ക്, ലൂയിസ് പാസ്റ്റർ ഒക്കെ പരിചയപ്പെട്ടു അല്ലെ. യെസ്, വെരി ഗുഡ്, ജോസഫ് ലിസ്റ്റർ ആണ്. ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് വാക്സിനേഷൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി ആരായിരുന്നു? സ്മോൾ പോക്സ് വാക്സിൻ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തു. ആരായിരുന്നു ഫാദർ ഓഫ് വാക്സിനേഷൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി? അതൊക്കെ ആരായിരുന്നു? ഏത് സയന്റിസ്റ്റ് ആയിരുന്നു ഫാദർ ഓഫ് വാക്സിനേഷൻ? യെസ്, ആരായിരുന്നു? എഡ്വേർഡ് ജെന്നർ. ഓക്കെ, എഡ്വേർഡ് ജെന്നർ ആണ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ്, യെസ്, വെരി ഗുഡ് ദേവിക, ചിപ്പി. ഓക്കെ, നെക്സ്റ്റ്. Which of the following is a high level disinfectant? Chlorohexidine, alcohol 70%, then glutaraldehyde 2%, quaternary ammonium compound. ഏതാണ് ഹൈ ലെവൽ ഡിസിൻഫെക്ടന്റ്? നമുക്കറിയാം ഡിസിൻഫെക്ടന്റ് ഹൈ ലെവൽ, ലോ ലെവൽ, ഇന്റർമീഡിയറ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ. ഏതാണ് ഹൈ ലെവൽ ഡിസിൻഫെക്ടന്റ്? ക്ലോറോഹെക്സിഡിൻ ആണോ, ആൽക്കഹോൾ ആണോ, അതോ ഗ്ലൂട്രാൽഡിഹൈഡ് ആണോ, ആൻഡ് ദെൻ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആണോ? ഏതാണ് വരും? ഏതാണ് ആൻസർ വരിക? Which of the following is a high level disinfectant? നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ഗ്ലൂട്രാൽഡിഹൈഡ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ് ദേവിക. ഓക്കെ, ചിപ്പി. ഓക്കെ, high level disinfectant effective against all except high spore loads. Chlorohexidine low intermediate used for skin antiseptics, then alcohol intermediate act on vegetative bacteria, and then quartz low level used for surfaces. Okay, അപ്പോൾ 2% ആണ്. നമ്മൾ എവിടെയോ പറഞ്ഞല്ലോ, എൻഡോസ്കോപ്സ്, സ്റ്റെറിലൈസേഷൻ ഒക്കെ നമ്മൾ ഗ്ലൂട്രാൽഡിഹൈഡ് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഒന്ന് ഓർത്തിരിക്കാം. ദെൻ എഥിലിൻ ഓക്സൈഡ് ഒക്കെ നമ്മൾ പറഞ്ഞു. എഥിലിൻ ഓക്സൈഡ് എന്തിനായിരുന്നു? നമ്മൾ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ, പ്ലാസ്റ്റിക്സ് ഒക്കെ അല്ലെ. Then next നോക്കാം. Which scientist introduced antiseptic surgery using carbolic acid phenol? Robert Koch, Joseph Lister, Ignaz Semmelweis, then Paul Ehrlich. ആരായിരുന്നു? ആന്റിസെപ്റ്റിക് സർജറി, കാർബോളിക് ആസിഡ്, ഫിനോൾ. യെസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തോളൂ അല്ലെ അദ്ദേഹത്തെ പറ്റി. ആരായിരുന്നു? ജോസഫ് ലിസ്റ്റർ ആണ്. റോബർട്ട് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ബാക്ടീരിയോളജി, അദ്ദേഹം കണ്ടുപിടിച്ച കോസേറ്റീവ് ഏജന്റ് ഒക്കെ നമുക്കറിയാം. നമ്മൾ ട്യൂബർകുലോസിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയെന്ന് നമുക്കറിയാം. 1905 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്, അതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഇഗ്നാസ് സെമ്മവിൽസ്, അദ്ദേഹമാണ് നമ്മൾ ഈ ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ടല്ലോ വിത്ത് ക്ലോറിനേറ്റഡ് ലൈൻ, അതൊക്കെ അത് പ്രൊമോട്ട് ചെയ്തത് ഇദ്ദേഹമാണ്, ഇഗ്നാസ് സെമ്മൽവീസ്. പോളലിച്ച് ഡിസ്കേർഡ് സാൽവേഴ്സൺ, നമ്മൾ കീമോതെറാപ്പി ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെത്തേഡ് ഈസ് സ്റ്റെറിലൈസ് ഹീറ്റ് സെൻസിറ്റീവ് ലിക്വിഡ് ലൈക്ക് സെറ ആൻഡ് ആന്റിബയോട്ടിക്സ്? ഹോട്ട് എയർ ഓവൻ, ദെൻ ഫിൽട്രേഷൻ യൂസിങ് 0.22 μm filters, then autoclaving, then UV sterilization. Which method is sterilize heat sensitive liquid like Zera and antibiotic? Hot air oven, filtration using 0.22 μm filters, then autoclaving, and then UV sterilization. Heat sensitive ആയിട്ടുള്ള liquid സെറം അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ഒക്കെ നമ്മൾ എങ്ങനെയാ സ്റ്റെറിലൈസ് ചെയ്യുക? ഹോട്ട് ഓവനിൽ വെക്കോ, അത് നമ്മൾ ഫിൽട്രേറ്റ് ചെയ്യോ, അത് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യോ, അതോ UV സ്റ്റെറിലൈസേഷൻ ആണോ ചെയ്യുക? യെസ്, ഓപ്ഷൻ ബി. യെസ്, മുൻഷിഫ, ഫരീദ, ദേവിക, ചിപ്പി. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്. Filtration using 0.22 μm filters and remove bacteria without heat damage, and hot air oven liquids suitable അല്ല അല്ലെ.
ഓട്ടോക്ലേവിംഗ് അത് ഹീറ്റ് ലാബിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഡീനാച്ചുറി നമുക്കറിയാം. UV ഓൺലി ഫോർ സർഫസ് നോട്ട് ബൾക്ക് ലിക്വിഡ്സ്. സർഫസ് ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ്. Then which culture medium is both selective and differential for entering gram-negative bacilli? Chocolate agar, blood agar, Mekong agar, sabrod agar. ഏതാണ് വരിക? കൾച്ചർ മീഡിയം ബോത്ത് സെലക്റ്റീവും ഡിഫറൻഷ്യൽ ആയിട്ടുള്ള എൻട്രിക് ഗ്രാം നെഗറ്റീവ് ബാസിലേക്ക്. ചോക്ലേറ്റ് അഗാറാണോ, ബ്ലഡ് അഗാറാണോ, അതോ മെക്കോങ്കി അഗാറാണോ, അതോ സാബ്രോഡ് അഗാറാണോ? ഏതാണ് വരിക? വിച്ച് കൾച്ചർ മീഡിയം ഇസ് ബോത്ത് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ? സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഏതാ വരുക? നമ്മൾ മെക്കോങ്കി അഗാറാണ് അല്ലെ. ബോത്ത് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ ആണ്. ഇതിന്റെ ഒരു ഡിഫറൻഷ്യൽ വശം നോക്കുകയാണെങ്കിൽ ലാക്ടോസ് ഫെർമെന്റേസ് ആണോ അതോ നോൺ ലാക്ടോസ് ഫെർമെന്റേസ് ആണോ എന്ന് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ ഒരു സെലക്റ്റീവ് വശം നോക്കുകയാണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ അവിടെ ഇൻഹിബിറ്റ് ചെയ്യും അല്ലെ. ഗ്രാം നെഗറ്റീവ് മാത്രമേ വളർത്തുള്ളൂ. സെലക്റ്റീവ് ഫോർ ഗ്രാം നെഗറ്റീവ് എൻട്രിക്കസ് ഡിഫറൻഷിയേറ്റീസ് ആൻഡ് ലാക്ടോസ് ഫെർമെന്റേസ് പിങ്ക് കോളനീസ് വേഴ്സസ് നോൺ ഫെർമെന്റേസ് കളർലെസ്. ഓക്കെ, ചോക്ലേറ്റ് അഗാർ ഹിമോഫിലസ് നീസീരിയയ്ക്ക് ഒക്കെ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ചോക്ലേറ്റ് അഗാർ ഉണ്ടാക്കുന്നത്? ബ്ലഡ് അഗാർ ഹീറ്റ് ചെയ്തിട്ടുള്ളതാണ് ചോക്ലേറ്റ് അഗാർ. ഓക്കെ, ദെൻ ബ്ലഡ് അഗാർ ഷോസ് എ ഹീമോലൈസിസ് ബട്ട് നോട്ട് സെലക്റ്റീവ്. ദെൻ സാബ്രോഡ് അഗാർ ഫംഗിക് ആണ്. ഏതായിരുന്നു സാബ്രോസ് ഡെസ്റ്റോസ് അഗാറിന്റെ pH എത്രയായിരുന്നു? SDAയുടെ pH എത്രയായിരുന്നു? എത്ര pHലാണ് നമ്മളെ ഫംഗസ് ഒക്കെ വളരുന്നത്? എത്ര pHലാണ്? എത്ര pH ആണ്? ഒന്ന് കമന്റ് ചെയ്യോ? എത്ര pHലാണ് നമ്മൾ SDA ഫംഗസിന് എത്ര pHലാണ് വളരുന്നത്? 5.6 ആ ഒരു റേഞ്ച് ആണ് അല്ലേ. ഓക്കെ, 5 ആണ്, 5.6 ആണ്, 5.6 ആണ്, 6.5. സോറി, ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ്. അപ്പൊ നമ്മളെ സാബ്രോസ് ഡെസ്റ്റോസിന്റെ അഗാറിന്റെ pH വരുന്നത് 5.6 ആണ്. ഓക്കെ, 7 അല്ല, 5.6 ആണ് റേഞ്ച് വരിക. ഓക്കെ, സെലക്റ്റീവ് ഫോർ ഗ്രാം നെഗറ്റീവ് ആണ് മെക്കോങ്കി അഗാർ. ബാക്കി നമ്മളെ ഫെർമെന്റേസും നോൺ ഫെർമെന്റേസും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ MCQs ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ടേംസ് ഒന്നും ആലോചിച്ച് വെക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആൻഡുലൻ ഫീവർ, അതുപോലെ തന്നെ റിലാപ്സിംഗ് ഫീവർ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. നമ്മൾ റൈസ് വാട്ടർ സ്റ്റൂൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വാലി ഫീവർ, അതുപോലെ കാലബാർ സ്വെല്ലിംഗ്. അപ്പോൾ ഓരോ പാരസൈറ്റോളജിയിലാണെങ്കിലും ബാക്ടീരിയോളജിയിലാണെങ്കിലും മൈക്കോളജിയിലാണെങ്കിലും വൈറോളജിയിലാണെങ്കിലും ഓരോരോ ടേംസ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ കിസിംഗ് ഡിസീസ് അല്ലെങ്കിൽ സ്ലാപ്ഡ് ചീക്ക് ഡിസീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഔൾസ് ഐ ഒക്കെ, അങ്ങനെ ഓരോ ടേംസ് ഉണ്ട് ഓരോ ഡിസീസിനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ടേംസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഔൾസ് ഐ ഡിസീസ്, സൈറ്റോമെഗാലോ വൈറസ്, അങ്ങനെ ഒന്ന് നോക്കി ഓരോ പോയിന്റ് ആയിട്ട് ഇപ്പൊ ഓരോന്നിന് നേരെ മെഡുസ ഹെഡ് അപ്പിയറൻസ്, ബാസിലസ് ആന്ത്രാക്സ്, വാലി ഫീവർ, അങ്ങനെ ഓരോ കൊക്കിഡിയോ മൈക്കോസിസ്, അങ്ങനെ ഓരോന്നിനും കറക്റ്റ് പൈലറ്റ് വീൽ, പാരാകൊക്കിഡിയോ മൈക്കോസിസ്, അങ്ങനെ ഓരോ ഡിസീസിനും ഓരോ കുഞ്ഞു എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പേരുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാളത്തെ എക്സാം, CRE എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ ഒക്കെ നന്നായി തന്നെ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, മറന്നു പോകുന്ന ഉറപ്പുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് എപ്പോഴും കാണുന്ന രീതിക്ക്, ഇപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എക്സാം സെന്ററിൽ എത്തുന്നവരെ ഒന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എക്സ്ട്രാ പുതിയതായിട്ട് അധികം ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. നമുക്ക് നാളെയാണ് CRE എക്സാം. CRE എക്സാം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന നമ്മൾ RRB എക്സാം, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കേരള PSC എക്സാമിനൊക്കെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എഡ്യൂസ് അക്കാദമിയുടെ പേജ് ഒക്കെ ഒന്ന് കാണുക. നമ്മൾ ഒരുപാട് ന്യൂമോണിക്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളെ ഷോർട്ട് വീഡിയോസ് തന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ DNA വൈറസസ് ആണെങ്കിലും RNA വൈറസ് ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് ഒരുപാട് ന്യൂമോണിക്സും ഷോർട്ട് പോയിന്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ എക്സാമിൽ നമുക്ക് നാളെ എക്സാം ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ന്യൂമോണിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ നാളെ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.